എനിക്ക് ബ്രാൻഡ്സ് ക്രിയേറ്റ് ചെയ്യണം, എൻ്റെ പേരിൽ അറിയപ്പെടുന്ന ബ്രാൻഡുകൾ ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ റോക്കി ബൈ പറഞ്ഞ പോലത്തെ സംഭവമല്ല. ബിസിനസ് ഇസ് നോട്ട് ഈസി. നമ്മൾ വിചാരിക്കും 9 to 5 ജോബ് ടഫാണെന്ന്. സ്റ്റാർട്ട് എ ബിസിനസ്, then you'll realize what is tough. എവിടെയെങ്കിലും പോയി കുറച്ച് മുട്ട് സൂചി മേടിച്ചുകൊണ്ട് വരാം, എന്നിട്ട് ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കാം. അപ്പോൾ മനസ്സിലാവും എന്താണ് ബിസിനസ്. എനിക്ക് എത്രയും പെട്ടെന്ന് കാശാരനാണോ, വെറുതെ ഇങ്ങനെ കിടന്ന് റിലാക്സ് ചെയ്യണം, കുറച്ച് പട്ടികളൊക്കെ മേടിച്ച് പിന്നെ കുറച്ച് കാറൊക്കെ കഴുകി. കൗണ്ടർ ഫീറ്റിംഗ് ഈസ് എ ഡേർട്ടി ബിസിനസ്. കള്ള നോട്ടടിക്കുന്നതും കള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും ഒരേപോലെയാണ്. ബ്ലഡ് മണി ഉണ്ട്, ടെററിസം ഉണ്ട്, എന്തെല്ലാം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഇതെല്ലാം കണക്റ്റഡ് ആണ് ഇതിനകത്ത്. കാസർഗോഡ് ഇച്ചന്മാരൊക്കെ എനിക്കെതിരെ കൊടി പിടിച്ച് വരും, അതിലേക്ക് യാതൊരു വിരോധമില്ല. കാസർഗോഡ് ഇച്ചന്മാർ വേറൊരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അങ്ങനെയാവും ഇങ്ങനെയാവും. ഈ ചെറിയ പിള്ളേരെ മാനിപ്പുലേറ്റ് ചെയ്ത് കോപ്പി കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നു. എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കെതിരെ സംസാരിച്ച് ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ. ഹായ് യാസിൻ, കുറേ ആയില്ലേ നമ്മളൊരു പോഡ്കാസ്റ്റ് ഒക്കെ എടുത്തിട്ട്? കുറച്ചായി. ക്ഷീണമുണ്ട്, അതിൻ്റെ ഒരു സങ്കടമുണ്ട്. സങ്കടം നമ്മൾ പിന്നെയും നമുക്ക് സന്തോഷമാണെന്ന് അറിഞ്ഞത്. അങ്ങനെയല്ല, നമ്മൾ നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ ശ്രുതി ഒരാളെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അബ്ബാസ് അധര. അബ്ബാസ് അധര എന്നുള്ള ഒരു പേരുള്ള ഒരാൾ. മാറ്റി പറയരുത് കേട്ടോ. ഇല്ല, ആക്ച്വലി ആ പേര് ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ നിന്നോട് ചോദിച്ചപ്പോൾ നിനക്ക് ആളെ അറിയാം, നിനക്ക് എങ്ങനെ അറിയാം? ഇംഗ്ലീഷ് കളേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇംഗ്ലീഷ് കളേഴ്സ് ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ നാട്ടിൽ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് പണ്ട് പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പുള്ളിക്ക് അറിയില്ല, അത് ഞാൻ പിന്നെ പറയാം. അതിനെപ്പറ്റി നീ പറഞ്ഞില്ലായിരുന്നു? ഞാൻ പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ അബ്ബാസ് അധരനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ടായി, എന്തോ അങ്ങനെ അറിയണം തോന്നി. അപ്പോൾ ആളുടെ ചാനലിൽ ആൾ കുറേ കാര്യങ്ങൾ എനിക്കറിയാത്തത്, ബിക്കോസ് ഞാൻ ആകെ ചളി മാത്രം ഡീൽ ചെയ്യണ ആളായതുകൊണ്ട് ആൾ കുറച്ചും കൂടി ഇന്നോവേറ്റീവായിട്ടും ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പറയുമ്പോൾ എനിക്ക് കൂടുതൽ അറിയണം തോന്നി. സോ നമുക്ക് അബ്ബാസ് അധര ഓൺ അണ്ടർ പോഡ്കാസ്റ്റ് നമ്മൾ ആളെനെ കസ്റ്റഡിയിലാക്കിയിട്ടുണ്ട് ഗൈസ്, ആൻഡ് വി ആർ റെഡി ഫോർ യുവർ ട്രൂത്ത്. നമ്മൾ കുറേ കാര്യങ്ങൾ, എനിക്കറിയാത്ത കുറേ കാര്യങ്ങളെപ്പറ്റി ഒരു ഷോർട്ട് ഗ്ലാൻസിൽ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ് തീർത്തിട്ടുണ്ട്. ബട്ട് വി നീഡ് ടു നോ മോർ അബൌട്ട് യു ഫസ്റ്റ്. അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നോളൂ. സോറി, അറസ്റ്റ് ചെയ്ത ആള്. So that was the intro was really nice. Thank you a lot for having me here in the first place. So എൻ്റെ പേര് അബ്ബാസ് അധര. I'm very particular about how it is pronounced. Sorry, I mispronounced it. No, it's okay. എവിടെയോ ഒരു തെറ്റ് വന്നു. No, nothing. So ഞാനൊരു ബിസിനസ്സുകാരനാണെന്ന്, ഹാഫ് ബിസിനസ്മാൻ ഹാഫ് ഓൺടർപ്രണർ എന്ന് പറയാം. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഐ വിൽ കം ടു ദാറ്റ് ലേറ്റർ. സോ ഞാൻ നേരത്തെ യാസീൻ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് കളേഴ്സ് എന്നുള്ള ഒരു ലേബൽ ഒരു ബ്രാൻഡാക്കി മാറ്റാൻ ശ്രമിച്ച് അതിലൂടെയാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാവുന്നത്. അതല്ലാതെ ഐ എം എൻ ഇൻവെസ്റ്റർ ഇൻ എ ഫ്യൂ ബ്രാൻഡ്സ് ലൈക്ക് ഐ ഹവ് മെൻറ്റഡ് ശ്രുതി ആൻഡ് ഐ എം എ പാർട്ട് ഓഫ് ദാറ്റ് ബ്രാൻഡ് ഓൾസോ. ദാറ്റ്സ് മീ. ഒരു കച്ചവടക്കാരൻ, ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ മീഡിയ ന്യൂബി. പിന്നെ എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കെതിരെ സംസാരിച്ച് ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് വീഡിയോയുടെ മുമ്പിൽ വരാൻ. പക്ഷേ എങ്കിലും ഞാൻ അതിന് ശ്രമിക്കുന്നു. ഐ തിങ്ക് ദസ് ഇനഫ് ട്രാക്ഷൻ. അറ്റ്ലീസ്റ്റ് നേരത്തെ യാസീൻ പറഞ്ഞ പോലെ മെസ്സേജ് അയച്ചിരുന്നു പറഞ്ഞാൽ എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറേ പേര് പേഴ്സണലി ദർ മെസ്സേജിങ് ഈവൻ ദോ അല്ലെങ്കിൽ മോർ ദാൻ ഗെറ്റിംഗ് ലോട്ട് ഓഫ് വ്യൂസ് ആൻഡ് ലൈക്സ് ആൻഡ് കോമൻറ്റ്സ്. Personally, people are coming and saying somebody should talk about it, and you have started talking it against the norms. It's really nice എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന കിക്കിൽ നിന്ന് I am continuing to do so. So that's me. എനിക്കൊരു യൂഷ്വലി എല്ലാവരോടും, അതായത് ബിസിനസ് ചെയ്യുന്ന, ഇപ്പോൾ യാസിൻ ചെയ്യുന്നുണ്ട് ബിസിനസ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള മെൽബിൻ ചേട്ടൻ, അവരെല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു ജോലിയിൽ നിന്ന് അതായത് സ്റ്റേബിൾ ഇൻകമാണ് ഒരു ജോലി, അതിൽ നിന്ന് ബിസിനസ്സിലേക്ക് മാറുമ്പോൾ കുറേ റിസ്ക് ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. താങ്കളുടെ ജീവിതത്തിൽ അതെങ്ങനെയായിരുന്നു? അതായത് ഒരു ജോലിയിലൂടെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡിഗ്രീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് താങ്കൾ. അപ്പോൾ ഒരു ജോലി ഒരു സേഫ് സ്പേസ് അല്ലേ, അവിടുന്ന് മാറിയിട്ടൊരു ബിസിനസ് ഇറ്റ്സ് ലൈക്ക് ഡിഫറെൻറ്റ്. എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് അതെങ്ങനെ അതിലേക്ക് ചേർന്നത്, അതിൻ്റെയൊക്കെ ഒരു പരിപാടി എങ്ങനെയാണ്? I don't think my teachers would have also thought that I'll become a businessman. Because I was a college topper and all that. പക്ഷേ ഐ ഡോണ്ട് നോ, എനിക്കൊരു മേ ബി ലൈക്ക് ഒരു +2 കഴിഞ്ഞ സമയം മുതലേ എനിക്ക്
ബ്രാൻഡ്സ് ക്രിയേറ്റ് ചെയ്യണം. ഐ ഡോണ്ട് നോ, അന്ന് എനിക്ക് ബ്രാൻഡ് എന്താണെന്ന് പറഞ്ഞോളണം എന്നില്ല, പക്ഷേ എങ്കിൽ പോലും എനിക്ക് ബ്രാൻഡ്സ് ക്രിയേറ്റ് ചെയ്യണം, എൻ്റെ പേരിൽ അറിയപ്പെടുന്ന ബ്രാൻഡുകൾ ഉണ്ടാവണം എന്നൊക്കെ നമ്മുടെ റോക്കി ബൈ പറഞ്ഞ പോലത്തെ സംഭവം അല്ല, എന്നാലും സ്ലൈറ്റ്ലി എ ഡിഫറെൻറ്റ് വേർഷൻ എനിക്കുണ്ടായിരുന്നു. ഇവഞ്ച്വലി ഞാൻ എൻജിനീയറിങ്ങിലാണ് പോയി പെട്ടത്. അപ്പം എൻജിനീയറിങ് ചെയ്ത ഫസ്റ്റ് ഇയറിന് എനിക്ക് മനസ്സിലായി, എനിക്ക് തോന്നുന്നു എനിക്ക് ബിസിനസ് പഠിക്കണം. പക്ഷേ സാധാരണ രീതിയിൽ ആൾക്കാർ ബിസിനസ് പഠിക്കണം എന്ന് പറഞ്ഞ് എൻജിനീയറിങ് ഡ്രോപ്പ് ഔട്ട് ചെയ്യാണ് ചെയ്യുക. ഞാൻ ഉൾട്ടയാണ് ചെയ്തത്. ഞാൻ എൻജിനീയറിങ് നന്നായി പഠിച്ചു. എന്നിട്ട് ആ മാർക്സും കൂടി വെച്ചിട്ടാണ് ഞാൻ അന്ന് MBA ജോയിൻ ചെയ്തത്. കാറ്റൊക്കെ വഴിയാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ സമയത്തും അഗെയിൻ MBA ആക്ച്വലി എൻജിനീയറിങ് കഴിഞ്ഞ് എനിക്ക് ജോലിയും കിട്ടിയായിരുന്നു. ഞാനതിന് ജോയിൻ ചെയ്തില്ല. പകരം MBA ഒരു വർഷത്തോളം എടുത്തതിന് ശേഷമാണ് MBA പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ജോയിൻ ചെയ്തത്. അഗെയിൻ അത് കഴിഞ്ഞപ്പോൾ ഐ വാസ് വെരി ക്ലിയർ ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ ലൈഫ് സ്റ്റൈൽ ബിസിനസ്, ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ബിസിനസ്. അതും അഗെയിൻ എനിക്ക് അന്ന് മുതലേ വസ്ത്രങ്ങളോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് ചണ്ഡീഗഡ് എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫാഷൻ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഒരുപാട് ഫ്ലാംബോയൻസി ഉള്ള പഞ്ചാബ് യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ്. അവിടെ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന പോലെ ഒന്നല്ല ആൾക്കാർ വരുന്നത്, ബസ്സിലും ബൈക്കിലൊന്നല്ല, ഫുൾ ഫാൻസി കാർസ്. നിങ്ങൾ കേട്ടിട്ടില്ല പഞ്ചാബി സോങ്? ഞാൻ ഗോദ സിനിമയിലത്തെ പഞ്ചാബ് മാത്രം. എക്സാക്ട്ലി ദാറ്റ് മൂവി റൈറ്റ്, നോട്ട് ഗോദയാണോ അത്? ടൊവിനോ തോമസ് ഉള്ള പടം. അതിനകത്ത് അവർ കണ്ടുമുട്ടുന്ന ഒരു ഏരിയ കാണിക്കുന്നുണ്ട്, അവർ ഭക്ഷണം കഴിക്കുന്നതും. അതാണ് ഞങ്ങളുടെ കോളേജ് ആക്ച്വലി. ദാറ്റ്സ് മൈ ക്യാമ്പസ്. ഞങ്ങളുടെ കോളേജ് എന്ന് പറയുമ്പോൾ അതിലത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്യാമ്പസ്. ഒരു വലിയ യൂണിവേഴ്സിറ്റി എങ്ങനെ ഉണ്ടാവും അതുപോലെ അതിനകത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ബിസിനസ് സ്കൂൾ. ഏതായിരുന്നു കോളേജ്? യൂണിവേഴ്സിറ്റി ബിസിനസ് സ്കൂൾ അണ്ടർ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ഇൻ ദ ക്യാമ്പസ്, സെക്ടർ 14 ചണ്ഡീഗഡ്. അപ്പോൾ അവിടെ പഠിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ എലാൻറ്റെ മോൾ എന്നുണ്ട് ഒരു മോളുണ്ട്. അവിടെയൊക്കെ പോയി കാണുകയും അവിടുത്തെ ഫ്ലാംബോയൻസിയും ഫാൻസി കാര്യങ്ങൾ കാണുകയൊക്കെ ചെയ്തപ്പോൾ ഐ വാസ് വെരി ഷുവർ ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ ക്ലോത്തിങ് ബ്രാൻഡ്. അതിൻ്റെ വേറൊരു കാരണം എൻ്റെ ബ്രദറും ഓൾറെഡി കസിനും ചേർന്ന് ഓൾറെഡി ക്ലോത്തിങ് ബ്രാൻഡ് ക്ലോത്തിങ് ബിസിനസ് മാനുഫാക്ചറിങ് ബിസിനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു ലൈനിലേക്ക് തോന്നിയത്. അപ്പം ഞാൻ വർക്ക് ചെയ്തില്ല, ബിക്കോസ് ഐ വാസ് വെരി ഷുവർ ഐ ക്യാൻ മേക്ക് എ മാർക്ക് ഇൻ ദിസ് ഇൻഡസ്ട്രി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വരികയും പിന്നീട് ഒരു ലേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു ജോലിയിലേക്കല്ല, ഡയറക്റ്റ് ബിസിനസ്സിലേക്ക് തന്നെയാണ് വന്നതല്ലേ? എക്സാക്ട്ലി. അപ്പോൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു ലൈക്ക് ഫാമിലിയിൽ നിന്നും ഉള്ള? ഇനീഷ്യലി നമുക്ക് ആരും ബിസിനസ് തുടങ്ങുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണ്ട, എൻ്റെ ബുദ്ധി അനുസരിച്ചിട്ടായിരിക്കാം ബേബി, ബട്ട് വാട്ട് എവർ താങ്കളുടെ കേപ്പബിലിറ്റി അവർക്ക് അറിയായിരിക്കും. ബട്ട് സ്റ്റിൽ ഇഫ് യു ആസ്ക് മീ വാട്ട് വുഡ് ഹാവ് റദർ ഞാൻ എന്ത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് ഹാവ് വർക്ക്ഡ് ആക്ച്വലി. ലൈക്ക് ഇപ്പോൾ 10 വർഷമായി, ലൈക്ക് ഇറ്റ്സ് ബീൻ എ ഡെക്കേഡ്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ മേ ബി ലൈക്ക് ഒരു കപ്പിൾ ഓഫ് ഇയേഴ്സ് വർക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ ബിസിനസ്സിലേക്ക് വരുമായിരുന്നുള്ളൂ. കാരണം ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ്. ഒരു അച്ചടക്കമുള്ള സംവിധാനത്തിൻ്റെ ഉള്ളിൽ കുറച്ച് കാലം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള തിങ്കിങ്ങും കുറച്ചും കൂടി ഒരു പ്രഷറും സ്ട്രെസ്സൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഒക്കെ കിട്ടും എന്നാണ് വിചാരിക്കണം. നമുക്ക് എല്ലാവർക്കും ഇത് ഇനേറ്റായിട്ട് ചിലപ്പോൾ ഉണ്ടാവും, ജന്മന ഉണ്ടാവും. എനിക്ക് കുറച്ച് ജന്മന ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കണേ. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആവുമെന്ന് ഞാൻ പറയുള്ളൂ. ഇനി ആരെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് ഞാൻ പറയണത് ആ ഇൻഡസ്ട്രിയിൽ നമുക്ക് ആദ്യം കിട്ടുന്ന ജോലി ചിലപ്പം ഒരു ജോലി കിട്ടിയിട്ട് അതേ കമ്പനി തുടങ്ങിക്കളയാൻ നമ്മൾ തീരുമാനിക്കുന്നത്. പകരം നമ്മൾ ആദ്യം ജോലി ചെയ്യുന്നു, രണ്ടാമത്തെ ജോലി ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടും. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജോലി നമ്മളെത്തും. അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമാണ് ആ ഒരു പാഷനേറ്റ് ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാനും അത് വെച്ച് അതിനകത്തൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിവാർഡ്സ് കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് കുറച്ചിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കാനും അതിന് ഒരു ലോങ് ടേം ബിസിനസ്സാക്കി മാറ്റാനും കഴിയും. പക്ഷേ എൻ്റെ ഫാമിലിയിൽ ദേവ സപ്പോർട്ടീവ്. അവർക്ക് എൻ്റെ ഒരു ഓൺട്രപ്രണറിയൽ തോട്ട്സ് അറിയാം. രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നു. ചില ആൾക്കാർ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിലും കാരണം ഐ ഡിഡ് മൈ കോളേജ് ഇൻ എ വെരി ഗുഡ് കോളേജ്. നമുക്കൊരു 20+ lakhs ഇയർലി പാക്കേജ് കിട്ടിയിരുന്ന അവിടെ തന്നെ കിട്ടിയിട്ടുള്ള ഒരു നല്ല ക്യാമ്പസിലാണ് ഞാൻ പഠിച്ചത്. നോ ഐ എം ജസ്റ്റ് സേയിങ് ഇറ്റ് വാസ് നോട്ട് IIM, ഇറ്റ് വാസ് യൂണിവേഴ്സിറ്റി ബിസിനസ് സ്കൂൾ ചണ്ഡീഗഡ്. എനിക്ക് IIMൽ ഇൻദോറിലും പിന്നെ ട്രിച്ചിയിലും ഒക്കെ കോൾസ് ഉണ്ടായിരുന്നു. ഈവൻ ഐ അറ്റൻഡഡ് IMK ഇൻ്റർവ്യൂ. എനിക്ക് 2 പ്രോഗ്രാം കിട്ടി. അത് HR പ്രോഗ്രാംസ് ആയിരുന്നു. ഐ വാസ് വെരി ഷുവർ ഐ വാണ്ടഡ് മാർക്കറ്റിംഗ് പ്രോഗ്രാം. അതുകൊണ്ട് ഐ ഡിഡ്ന്റ് ജോയിൻ. ഐ ചോസ് ദ നെക്സ്റ്റ് ബെസ്റ്റ്. ലൈക്ക് ടോപ്പ് 15 ആയിരുന്നു എൻ്റെ ടാർഗറ്റ്. ഐ തിങ്ക് UBS വാസ് അറ്റ് ദാറ്റ് പോയിന്റ് in top 50. അതുകൊണ്ട് ഐ ജോയിൻ ദെയർ ആൻഡ് ഇറ്റ് വാസ് വെരി ഫ്രൂട്ട്ഫുൾ ഫോർ മീ എനിക്ക് ബിസിനസ് നല്ലോണം അറിയാം അവിടെ പഠിച്ചതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓഫ് കോഴ്സ് നല്ലോണം അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഐ നോ ലൈക്ക് നിങ്ങളിപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ ഐ വിൽ നോട്ട് ഫംബിൾ ആൻഡ് സേ നോ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് പറയേണ്ട അവസ്ഥ എനിക്ക് വരില്ല. പക്ഷേ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചൊന്നും ചോദിക്കരുത്. ഇത് പറഞ്ഞപ്പോഴാണ് ലൈക്ക് യു നോ ബിസിനസ് വെരി വെൽ. ഇന്നത്തെ കാലത്ത് എന്നോട് പഠിക്കാൻ പോകേണ്ട പ്രായത്തിൽ ഞാൻ പഠിക്കാൻ പോയിട്ടില്ല ശരിക്കും പോലെ. അതേപോലെ തന്നെ പല കാര്യങ്ങളും
പഠിക്കാൻ പോവാതെ പഠിച്ചവരും പഠിച്ച് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ പഠിച്ച് അതിനെ ബിസിനസ് ചെയ്യുന്നവരും ഒക്കെ നമുക്കറിയാം വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം യുവർ സൈഡ്. ലൈക്ക് എന്താണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വാട്ട് എവർ ദേ ലേൺ ത്രൂ എഡ്യൂക്കേഷൻ അതിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? വിദ്യാഭ്യാസത്തിന് ഐ എം എ എഡ്യൂക്കേഷൻ പ്രോ പേഴ്സൺ. എഡ്യൂക്കേഷൻ വേണം, അല്ലെങ്കിൽ സ്കൂളിംഗ് വേണം, കോളേജ് എഡ്യൂക്കേഷൻ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അങ്ങനെ അല്ലാതെയും ഞാൻ ചോദിക്കട്ടെ, പക്ഷെ കലയുടെ ഭാഗത്താണെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ആണെങ്കിലോ വേറെ രീതിക്കുള്ള കഴിവുകളാണെങ്കിലോ അത് ചിലപ്പോൾ പഠിക്കാതെ തന്നെ നേടുന്നവരും ഉണ്ടായിരിക്കുമല്ലോ. പക്ഷേ ഇഫ് യു ആസ്ക് മീ 2025 ലൈക്ക് 2026 നമുക്ക് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ലോണം അറിയണം. അതുപോലെ ആ ഇംഗ്ലീഷ് ഉപയോഗിച്ച് AI ഉപയോഗിക്കാൻ അറിയണം. യു വിൽ ഫിഗർ ഔട്ട് ലൈഫ്. ദാറ്റ്സ് വൺ വേ. എൻ്റെ 4 വർഷം മുമ്പ്, ഒരു 3 വർഷം മുമ്പ് എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ലോണം അറിയണം, MS ഓഫീസ് നല്ലോണം അറിയണം. MS ഓഫീസ് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാധനമാണ്. എന്നിട്ട് ഞാൻ MBA കഴിഞ്ഞ്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MBA കഴിഞ്ഞ് ഞാൻ ആൾക്കാർക്ക് ഉപദേശം കൊടുക്കുന്ന അപ്പോഴേ അതേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഈ കാര്യം നല്ലോണം അറിയാനുള്ള ഒരു പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാമെന്ന് മാത്രമല്ല, ഇറ്റ് മേക്സ് യു സിവിലൈസ്ഡ്. നിങ്ങൾ കറക്റ്റ് 8 മണിക്ക് 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്നു, 5 മണി വരെ പഠിക്കാൻ പോകുന്നു. ഇറ്റ് ഗിവ്സ് യു ലോട്ട് ഓഫ് റിലേഷൻഷിപ്സ്, ലൈക്ക് നോട്ട് ദ അതർ റിലേഷൻഷിപ്പ്, ലൈക്ക് ഫ്രണ്ട്സ്, എ റിലേഷൻ വിത്ത് എ ടീച്ചർ ആൻഡ് ദ ബോണ്ടിങ്. മെൻറ്ററിങ് ആണ് സംഭവിക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എപ്പോഴും. ഞാൻ പറഞ്ഞത് ഒരു റാൻഡം ബിൽഡിങ്ങിലുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യമല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് നടക്കുന്നത്. നൗ ഐ ഹാവ് ടോക്ഡ് അബൌട്ട് ഫിൽട്രേഷൻ. ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുക എന്ന് പറഞ്ഞത് അതിനകത്ത് ഫിൽട്രേഷൻ ഒന്നുമില്ല. നമ്മുടെ വീട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതിയും പവറൊക്കെ അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്കൂളിൽ ചേർക്കും. ഗവൺമെൻറ് സ്കൂളാവാം, വലിയ ഇൻ്റർനാഷണൽ സ്കൂളാവാം. അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ബിക്കോസ് വി ഡോണ്ട് നോ വി ആർ സ്റ്റഡിയിങ്, റൈറ്റ്? നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റുള്ളൂ നമ്മളിവിടെ പഠിച്ചു എന്ന്. അപ്പോൾ അത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യും നമ്മുടെ സ്കില്ലനുസരിച്ച്. പക്ഷെ അതേ സമയത്ത് നമുക്ക് ഈ ആർട്ടും ലിറ്ററേച്ചറും ഒക്കെ ഫിഗർ ഔട്ട് ചെയ്യാം. നല്ലൊരു സ്കൂളാണെങ്കിൽ ആ പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടില്ലേ? ഇപ്പോൾ പല ആൾക്കാരും പറയും എൻ്റെ സ്കൂളിൽ ക്രിക്കറ്റ് ടീം പോലും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മറ്റേ വിരാട് കോഹ്ലി ആയിരുന്നേ പറയുന്നു. ആരും പറഞ്ഞില്ല എൻ്റെ പഞ്ചായത്തിൽ ക്രിക്കറ്റ് ടീം ഉണ്ടായിരുന്നില്ല എന്ന്. വൈ ആർ റെഫറിങ് ടു സ്കൂൾ? സ്കൂൾ ഗിവ്സ് യു ദാറ്റ് പ്ലാറ്റ്ഫോം. സ്കൂൾ ക്രിക്കറ്റിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കയറി വരുന്നത്. ചില ആൾക്കാർ ഇതൊന്നും ഇല്ലാണ്ട് കയറി വരും. ആ ഒരു 0.1% നമുക്ക് മാറ്റി നിർത്താം. അവരെ ഈ ഡിസ്കഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഡിസ്കഷൻ എങ്ങോട്ടും പോവില്ല. കാരണം ഒരു 0.1% അല്ലെങ്കിൽ 1 in a million എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മറ്റേ അബുദാബി ടിക്കറ്റ് അടിക്കില്ലേ, അങ്ങനെ ഉള്ള ഒരുപാട് ആൾക്കാർ ഇതുപോലെ പറയുന്നുണ്ടല്ലോ. ലൈക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാം, വിദ്യാഭ്യാസം വേണ്ട, ഞാനൊന്നും പഠിച്ചിട്ടല്ല. അപ്പം അത് പുതിയ തലമുറയ്ക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തില്ല. പുതിയ തലമുറയ്ക്ക് ഈ സോഷ്യൽ മീഡിയ, യൂട്യൂബ്, അതിലൂടെ വരുന്ന വരുമാനം, അവർ ഉണ്ടാക്കിയ വരുമാനങ്ങൾ, ചിലവർ തന്നെ കണ്ടിട്ടുണ്ടാവും യൂട്യൂബ് ചാനലുകളും ഇൻസ്റ്റഗ്രാം പേജുകളും ഉണ്ട്, റിട്ടയേർഡ് ലൈഫ് ഇൻ 28 എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇറ്റ്സ് റിയലി എ മോട്ടിവേഷൻ. എനിക്കും ഞാനും അത് ബാക്കി എന്താണെന്ന് കണ്ടുകൊണ്ടിരിക്കും. അതൊക്കെ എങ്ങനെയാണ് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ആ പ്രോസസ്സ് എങ്ങനെയാണ്? I'll give you a simple answer. See, nobody likes tough processes. ആർക്കും ഒരു പ്രോസസ്സിലൂടെ പോകാൻ താല്പര്യമില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അഗെയിൻ ഞാൻ പറഞ്ഞ 1% ആൾക്കാരുണ്ടാവും അവർക്ക് സ്കൂളിൽ പോകുന്നതായിരിക്കും ഏറ്റവും ഇഷ്ടം. ബാക്കി ഒരു 80-90% ആൾക്കാർക്ക് ഇത് ഇഷ്ടമല്ല. അപ്പോൾ ഇതാരെങ്കിലും സ്കൂളിൽ പോകണ്ടെന്ന് പറയുമ്പോൾ ഇതിന് ഓഡിയൻസ് കൂടുതൽ കിട്ടും. ഇവർ വന്ന് പറയണതിനാണ് ഇവർക്കിത് റീച്ച് കിട്ടണം, ഇവർ ഫേമസ് ആവണം. എല്ലാവരും അതിന് തന്നെ. ഇപ്പം ഞാനും പറയുന്നത് അതുകൊണ്ടായിരിക്കും അവർ. പക്ഷേ അത് എന്തും പറഞ്ഞ് ഫേമസ് ആവാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു മോറൽ ക്വസ്റ്റ്യൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരതിന് ശ്രമിക്കുന്നു. അവർ ചിലപ്പം പഠിക്കാണ്ട് റിച്ച് ആയിട്ടുണ്ടാവും. അങ്ങനെ ആവും, തീർച്ചയായിട്ടും 1-2 ആൾക്കാരാവും. പക്ഷെ അതുപോലെ ആണോ ആവണം? അവരുടെ ബിസിനസ് നടത്തുന്നത് ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരെ അവർ ബിസിനസ് നടത്താൻ ഏൽപ്പിക്കുമോ? അക്കൗണ്ടിങ് പഠിക്കാത്ത ഒരു അക്കൗണ്ടൻ്റ് ആയിരിക്കും അവിടെ ഇരിക്കണേ. ബിസിനസ് പഠിക്കാത്ത ഒരു ബിസിനസ് മാനേജർ ആയിരിക്കും അവിടെ ഇരിക്കണേ. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ പബ്ലിക്കിൽ വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് പുതിയ ആൾക്കാർക്ക് അത് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നില്ലേ? പുതിയ ആൾക്കാർ ഇൻ ദ സെൻസ് എൻ്റെ അനിയൻ്റെ പ്രായത്തിൽ നിന്ന് അങ്ങനെ ഒരു 10 to 18 വരെ വരുന്ന ഒരു പ്രായക്കാരുണ്ട് ഈ റീൽസിനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടീം. അവർ ഭയങ്കരമായിട്ട് ഇമോഷണലി ഇൻവെസ്റ്റഡ് ആണ് അവർ റീൽസിൽ. പഠിക്കാൻ പോകണ്ടല്ലോ, ഇവരൊക്കെ രക്ഷപ്പെട്ടില്ലേ? അവർ ഈ പറഞ്ഞ ആളുകൾ ഇപ്പം നേരത്തെ പറഞ്ഞ 28-ാമത്തെ വയസ്സിൽ റിട്ടയർ ആയ മനുഷ്യനൊക്കെ, അല്ലെങ്കിൽ റിട്ടയർ ആയെന്ന് പറയപ്പെടുന്ന മനുഷ്യനൊക്കെ, അല്ലെങ്കിൽ പഠിക്കണ്ടെന്ന് പറയുന്ന ആൾക്കാരൊക്കെ, അവർക്ക് ഓഡിയൻസ് വേണം. അവർക്കറിയാം ഈ കീവേഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഓഡിയൻസ് എല്ലാവരും കൂടി വരും, അവരെ വ്യൂസും ലൈക്കും തംസപ്പും എല്ലാം കിട്ടും. എല്ലാവർക്കും ആവശ്യം ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീമാണ്. അതെ, അത് പറയാൻ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ട്. ആ ഡിഫിക്കൽട്ടി പോലും അവർക്ക് വേണ്ട.
എന്ന് വെച്ചാൽ ഇത് പറയാനുള്ള ഡിഫിക്കൽട്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് കാശാരനാണോ, വെറുതെ ഇങ്ങനെ കിടന്ന് റിലാക്സ് ചെയ്യണം, കുറച്ച് പട്ടികളൊക്കെ മേടിച്ച് പിന്നെ കുറച്ച് കാറൊക്കെ കഴുകി ഇല്ല പറയൂ, കുറച്ച് പട്ടികളൊക്കെ മേടിച്ച് കുറച്ച് കാറൊക്കെ നല്ല കഴുകി ഇങ്ങനെ വണ്ടികൾ കൂടണം. ഒരു സ്ട്രാറ്റജി. എനിക്കും അതന്നെയാണ് ആഗ്രഹം, നിങ്ങൾക്കും അതൊക്കെ ആയിരിക്കും ആഗ്രഹം. പക്ഷെ അതിന് പണിയെടുക്കണം. അത് രണ്ട് രീതിയിൽ പണിയെടുക്കുക. ഒന്നില്ലെങ്കിൽ നമ്മൾ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന സമയത്ത് പണിയെടുക്കുക, അല്ല എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി ആദ്യം തന്നെ നല്ല കോളേജിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കും ഈ പണിയൊക്കെ കിട്ടാൻ. ജോലിയാണെങ്കിലും നല്ല ബിസിനസ് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് സ്ട്രഗിൾ ചെയ്യാം. യു ചൂസ് വിച്ച് വൺ യു വാണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മേ ബി ഇത് കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കാം. ഈ പൊളിറ്റീഷ്യൻസ് ഉണ്ട്, പഠിക്കാതെ പൊന്തി വന്ന പൊളിറ്റീഷ്യൻസ്, ഇവരുടെ അണ്ടറിലാണ് എത്രയോ കഷ്ടപ്പെട്ട് മാസങ്ങളോളം വർഷങ്ങളോളം ഇരുന്ന് IAS എക്സാം എഴുതി പാസ്സാവുന്ന IAS IAFS അങ്ങനത്തെ ആൾക്കാർ. സോ ആ ഒരു ഹൈറാർക്കി അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. എഡ്യൂക്കേഷൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പറയണോണ്ട് ഞാൻ ചോദിച്ചതാണ്. ഞാൻ വായിച്ചതിലും ഇതിലൊക്കെ ബിക്കോസ് ദേ ആർ പ്രിപ്പയറിങ് ഇറ്റ് സോ ഹാർഡ് ആൻഡ് അവരെക്കാട്ടിലും മുകളിൽ ഇവരോട് ഭരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആ ഒരു സംഭവം. ടഫ് ക്വസ്റ്റ്യൻ. പക്ഷെ ദീസ് ആർ ടു പാരലൽ ലൈൻസ്. അതായത് ഈ പൊളിറ്റീഷ്യൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വിജയിച്ച് ഈ കൺട്രോളിങ് പവറിലേക്ക് എത്താനുള്ള ഒരു ലൈൻ ഉണ്ട് അയാൾ. അതായത് ആളുകൾ എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ചോ നല്ല മോഹന വാഗ്ദാനങ്ങൾ നൽകിയോ അവിടെ എത്തിയിട്ട് അയാൾ അവിടെ ഇരിക്കും. ഇവരല്ല രാജ്യം ഭരിക്കുന്നത്. ഇവർ രാജ്യം ഭരിക്കുന്നു എന്ന് പറയുന്നു. ഇത് ശരിക്കും ഭരിക്കുന്നത് ഈ IAS-കാരും IPS-കാരും ഈ പറഞ്ഞ ബ്യൂറോക്രാറ്റ്സാണ്. അവർക്ക് വിവരമില്ലെങ്കിലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് രണ്ടുപേർക്കും വിവരമില്ലാത്ത സ്ഥിതിയിൽ രാജ്യം കുട്ടിച്ചോറായി പോവില്ലേ? സോ ഇത് രണ്ട് പാരലൽ ചോയ്സുകളാണ് നമുക്ക്. പിന്നെ അഗെയിൻ ഈ പൊളിറ്റീഷ്യൻ ആവുന്നുള്ളത്, വലിയ പൊളിറ്റീഷ്യൻ ആവുക എന്നുള്ളത് 1 in a million ചാൻസ് ആണ്. എത്ര പിണറായി വിജയനെ നിങ്ങൾക്കറിയാം? ഈ കേരളത്തിൽ എത്ര മുഖ്യമന്ത്രിമാർ ആകെ ഉണ്ടായിരിക്കണേ? 5 വർഷം കൂടുമ്പോൾ ഒരു മുഖ്യമന്ത്രിയിലേ ഉണ്ടാവുള്ളൂ. കേരളത്തിൽ 4 കോടി ജനങ്ങളുണ്ട്. സോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഒരു ഭയങ്കര ചലഞ്ചിങ് കരിയറാണ്. അതിലോട് നല്ല താല്പര്യമുള്ള ആൾക്കാർ അതിനകത്ത് പോകും. അല്ലാണ്ട് ഞാൻ ഇതിലൂടെ കയറി കാശുണ്ടാക്കാനുള്ള ഉദ്ദേശമൊക്കെ വെച്ചിട്ട് വരുന്ന ആൾക്കാർ കുറവാണ്. കാരണം അവർക്ക് അറിയാം ഇതിൻ്റെ പ്രോബബിലിറ്റി ഭയങ്കര കുറവാണെന്ന്. കാരണം നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കാണാം കുറേ ആൾക്കാർക്ക് സീറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് മറിയുന്നു ഇങ്ങോട്ട് മറിയുന്നു. എന്തുകൊണ്ടാണ് പറയുന്നത്? ബിക്കോസ് എവറിബഡി വാണ്ട്സ് ടു മേക്ക് എ ലിവിങ് ഔട്ട് ഓഫ് ദ പ്രോസസ് ദാറ്റ് ദേ ആർ ഡൂയിങ്, റൈറ്റ്? അപ്പം ഈ പൊളിറ്റീഷ്യൻസിൻ്റെ അത് വേറൊരു ആംഗിളിൽ നമ്മൾ കാണണം. പക്ഷെ അവരല്ല രാജ്യം ഭരിക്കുന്നതും അല്ലെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന സിസ്റ്റംസ് അതൊക്കെ ബ്യൂറോക്രാറ്റ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വിവരമുള്ള ആൾക്കാർ വേണ്ടേ? നമ്മളെ ഭരിക്കുന്ന ആൾക്കാർക്ക് വിവരം വേണമെന്ന് നമുക്ക് അഭിപ്രായം ഉണ്ടല്ലോ. അപ്പോൾ അവർ പഠിക്കട്ടെ, ആ വിവരമുള്ള ആൾക്കാർ ഭരിക്കട്ടെ. മറ്റത് ആളുകളെ ഫേസ് ചെയ്യുന്ന പിന്നെ കുറച്ച് പോളിസീസൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞു. പൊളിറ്റീഷ്യൻസ് മൊത്തത്തിൽ മോശം എന്നുള്ള അഭിപ്രായം എനിക്ക് ഒട്ടുമില്ല. ഐ ഹാവ് മൈ ഫേവറേറ്റ്സ്. ഐ ഡോണ്ട് ഹാവ് എ ഫേവറേറ്റ് പാർട്ടി ആസ് സച്ച്. പക്ഷേ ഐ തിങ്ക് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ തുടർഭരണം, അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ടൈമാണ്. ഈ തുടർഭരണങ്ങൾ ശരിയല്ല, നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനിപ്പം സ്റ്റേറ്റിലായാലും സെൻട്രലായാലും ഒരാൾ 5 വർഷം അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വീണ്ടും അയാൾക്കൊരു അവസരം കൊടുക്കുമ്പോൾ അയാൾ എന്താ വിചാരിക്കുക? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്തെല്ലാം കച്ചറ കാണിച്ചു, എന്നിട്ട് വരെ എനിക്ക് വോട്ട് ചെയ്തു. അപ്പോൾ അഹങ്കാരം കൂടും. ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് മനസ്സിലായല്ലോ, കഴിഞ്ഞ വർഷത്തെ ഇപ്പോൾ 2 വർഷം നമ്മളെ രാജ്യവും ഭരിച്ചിട്ടുണ്ട്, സംസ്ഥാനവും ഭരിച്ചിട്ടുണ്ട്. ഐ ആം നോട്ട് അഗെയിൻസ്റ്റ് എനിബഡി. പക്ഷേ ജസ്റ്റ് ലുക്ക് അറ്റ് ദർ ബോഡി ലാംഗ്വേജ്. ധാർഷ്ട്യം എന്തുകൊണ്ട് കൂടുന്നു? ബിക്കോസ് ദേ തിങ്ക് ഐ വാസ് റൈറ്റ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത എല്ലാ ദണ്ഡിത്തരത്തിനും ഇവന്മാർ കാത്തിരുന്ന് കേട്ടതിന് ശേഷം പിന്നെയും എനിക്ക് തന്നെ വോട്ട് ചെയ്തു. പിന്നെ എനിക്ക് എന്താവാമെന്നുള്ള ഒരു സി ഐ ഡോണ്ട് ഹാവ് എ പൊളിറ്റിക്കൽ ലീനിങ് പാർട്ടി വൈസ്. ഐ ഹാവ് പൊളിറ്റിക്കൽ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ആ പൊളിറ്റിക്സ് എന്നുള്ള ഫീൽഡിൽ എനിക്ക് ഫേവറേറ്റ്സ് ഉണ്ട്. അപ്പോൾ വെൻ യു ഗിവ് ചാൻസ്, അപ്പോഴും അതിങ്ങനെ മാറി മാറി വരുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇമ്പ്രസീവ് ആക്കാൻ ശ്രമിക്കും. ഇപ്പം ഞങ്ങൾ പഠിച്ച ഹോസ്റ്റലിൽ 2 മെസ്സ് ഉണ്ടായിരുന്നു. അതായത് ഇറ്റ്സ് വെരി റെയർ. നിങ്ങൾ പഠിക്കുന്ന ഹോസ്റ്റലുകളിൽ 2 മെസ്സ് ഉണ്ടാവില്ല. അതായത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഇപ്പോൾ കുറേ ഹോസ്റ്റൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജാണ്, അതിനകത്ത് കുറേ ഹോസ്റ്റലുകളുണ്ട്. ഞങ്ങൾ ഇരിക്കുന്ന ഹോസ്റ്റലിൽ ആ പെർട്ടിക്കുലർ ടവറിന് 2 മെസ്സ് ഉണ്ടായിരുന്നു. എന്തിനാണെന്നറിയോ? ഈ നല്ല ഫുഡ് ഉണ്ടാക്കാനുള്ള മത്സരം വരാൻ വേണ്ടിയാണ്. നമുക്ക് ചൂസ് ചെയ്യാം എവിടെ നിന്ന് കഴിക്കണത്. ആ മെസ്സിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 2 സെപ്പറേറ്റ് കിച്ചൺ പോലെയുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ കഴിക്കാം, അവിടെ നിന്ന് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല ക്വാളിറ്റി ഫുഡ് തരാൻ ശ്രമിക്കും. അപ്പോഴല്ലേ അവർക്ക് കൂടുതൽ നമ്പർ ഓഫ് ആൾക്കാർ അവന് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. ടെക്നിക്കലി സബ്സ്ക്രിപ്ഷൻ. സോ ആ സ്പിരിറ്റ് ഒരു ചെറിയ മെസ്സിലുണ്ടെങ്കിൽ രാജ്യത്തും സംസ്ഥാനത്തും പിന്നെ വേണ്ടേ? ശരിയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഞാൻ UAE വന്നിട്ട് ഇപ്പോൾ വളരെ കുറച്ചായിട്ടുള്ളൂ. പക്ഷെ എൻ്റെ കൂടെ ജോലി ചെയ്യണവരാണെങ്കിലും വേറെ ജോലികൾ ചെയ്യുന്നവരാണെങ്കിലും യൂഷ്വൽ ജോലി ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും എനിക്ക് ബിസിനസ് തുടങ്ങണം എന്നുള്ള സാധനം മാത്രമേ പറയാറുള്ളൂ. അവരോട് എന്താണ് ഒരു കാര്യം? ആരുടെയും അണ്ടറിൽ നിൽക്കാൻ പറ്റില്ല, എനിക്ക് അഹങ്കാരം കാണാൻ പറ്റില്ല, എനിക്ക് ഓഫീസിൽ വരാൻ വയ്യ, നോ ഐ വാണ്ട് റിലാക്സേഷൻ, ഐ എം സ്റ്റാർട്ടിങ് എ ബിസിനസ്.
ആ ഒരു ടീമിനോട് എന്താണ് പറയാനുള്ളത്? ബിസിനസ് ഇസ് നോട്ട് ഈസി. നോട്ട് ഈസി. നമ്മൾ വിചാരിക്കും 9 to 5 ജോബ് ടഫാണെന്ന്. then start a business, then you'll realize what is tough. because you have to figure out everything, right? നമ്മൾ ഒരു കമ്പനിക്ക് ഒരു പേരിട്ട് ഗോഡാഡി എന്നൊരു ഡൊമൈൻ എടുത്തിട്ട് ഒരു വെബ്സൈറ്റും തുടങ്ങി ഒരു വിസിറ്റിംഗ് കാർഡ് അടിച്ച് ചിലപ്പോൾ വിസിറ്റിംഗ് കാർഡ് അടിക്കേണ്ട ആവശ്യം പോലും അല്ല, ഡിജിറ്റലി സെറ്റ് ചെയ്ത് അയച്ചു കൊടുത്ത് ഇങ്ങോട്ട് വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒന്നും വരാൻ പോണില്ല. ബിസിനസ് ഈസ് ആക്ച്വലി ടഫ്. പിന്നെ ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ ഒന്ന് ഇരുന്നിട്ട് ഒന്നുകൂടി അത് ആലോചിക്കാം. എന്നിട്ട് ഒന്നുകൂടി അത് കേട്ടിട്ട് നമുക്ക് ലോജിക്കലില്ലെന്ന് അപ്പോൾ അവിടെ നിന്ന് ഓടിക്കണം. അവിടെ ഇരിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അങ്ങനെയാണ് എല്ലാവരും ബില്യണേഴ്സും ആവും. മനസ്സിലായി? അപ്പോൾ ആർക്കും വിൽക്കും ഈ സാധനം ലാസ്റ്റ്. സോ ബിസിനസ് ഈസ് ടഫ്. അപ്പോൾ ആരെങ്കിലും തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഇപ്പോൾ പഠിച്ചിട്ട് തുടങ്ങുക എന്നുള്ള പറഞ്ഞതിനേക്കാൾ ഉപരിയായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തുടങ്ങാം. ആ ഇൻഡസ്ട്രി നിങ്ങൾ എന്തായാലും ജോലി ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ആ ഒരു ഡൊമൈനില്ലേ അതിൽ കുറച്ച് നേരം വർക്ക് ചെയ്യൂ. അപ്പം കുറച്ചുകൂടി മൈൻഡ് ഒരു ക്ലോസ് നെറ്റിനെ കുറിച്ച് അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ തന്നെ ഇപ്പോൾ ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറമാണല്ലോ. അപ്പോൾ ഞാൻ തൃത്താല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നുള്ള ഒരാളാണ്. നാട്ടിൻപുറത്തുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നുള്ള പ്രതീക്ഷ നമുക്ക് വേണ്ട. രാഷ്ട്രീയക്കാരെക്കാൾ കൂടി കൂടുതൽ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ ലോക്കൽ പഞ്ചായത്തിലെ ഏതെങ്കിലും 4 സോണുണ്ട്. അതിലത്തെ ഒരു സോണിന് കിട്ടുന്ന സോണിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റൊക്കെ ഉണ്ടാവും. അയാൾക്ക് കിട്ടുന്ന വില പോലും ഞാൻ സൗത്ത് ഇന്ത്യയുടെ സംഘടനാ പ്രസിഡന്റ് ആയിരിക്കും എനിക്ക് കിട്ടാറില്ല. You get the point, right? അതായത് they don't see your achievements as achievements, they'll see rather അതാണ് അച്ചീവ്മെൻറ്റ്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ എന്നെ കുറിച്ച് പറയുന്ന ഒരു അഭിപ്രായം അല്ലെങ്കിൽ ബിസിനസ്സുകാരെ കുറിച്ച് പറയുന്ന അഭിപ്രായം അതൊക്കെ എന്ത് ഈ പറയുന്ന ആളുടെ അടുത്ത് ഞാൻ എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് പറയും അവൻ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ആൾക്കാർ ബിസിനസ്സുകാരെ കുറിച്ച് ഇങ്ങനെ തമാശക്കും കളിക്കും വേണ്ടി കുറ്റപ്പെടുത്തുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾ സിമ്പിളായിട്ട് കാര്യം ചെയ്യുക. എവിടെയെങ്കിലും പോയി കുറച്ച് മൊട്ട് സൂചി മേടിച്ചുകൊണ്ട് വരാം, റൈറ്റ്, സേഫ്റ്റി പിൻ, എന്നിട്ട് ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കാം. അപ്പോൾ മനസ്സിലാവും എന്താണ് ബിസിനസ്. മുട്ട് സൂചി മേടിക്കാൻ അധികം പൈസ ഒന്നും ആണല്ലോ, 20 രൂപയ്ക്ക് മേടിക്കാം അല്ലെങ്കിൽ 50 രൂപയ്ക്ക് മേടിക്കാം, എവിടെയെങ്കിലും പോയി മേടിക്കാം. ഇത് മേടിക്കാൻ പോകുമ്പോൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് അപ്പോൾ മനസ്സിലാവും. ഇത് വാങ്ങുമ്പോൾ കറക്റ്റ് സൈസല്ല വാങ്ങിക്കുന്നത്. ഈ സേഫ്റ്റി പിൻ ഓൾസോ കംസ് ഇൻ സൈസസ്, റൈറ്റ്? ഇറ്റ് കംസ് ഇൻ കളേഴ്സ് ആൻഡ് സൈസസ്. ഇതിൽ ഏത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ വരും. ഇത് വാങ്ങിയിട്ട് നമ്മൾ വിൽക്കാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിൽക്കാന്ന് വിചാരിച്ചു, അതും ബിസിനസ് തന്നെയാണ്. ഒരാൾ എവിടെയെങ്കിലും മേടിച്ചുകൊണ്ടേ വിൽക്കാം. എല്ലാ ട്രാൻസാക്ഷനും ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഒരു പ്രൊഡക്റ്റിന് അഗെയിൻസ്റ്റോ സർവീസിന് അഗെയിൻസ്റ്റോ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുള്ള എല്ലാത്തിനും നമുക്ക് ബിസിനസ് എന്ന് വിളിക്കാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കാം. അത് മോശപ്പെട്ട പരിപാടിയൊന്നുമല്ല, ഞാൻ മോശമാക്കി പറയണല്ല, ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ്. നിങ്ങളത് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കസ്റ്റമർക്ക് ഇതാണോ വേണ്ടത് അല്ലേന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മുട്ട് സൂചി, അതായത് ഒരു ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ കാണുന്ന സേഫ്റ്റി പിൻ. ഇപ്പം മറ്റേ പുതിയ ഒരു സേഫ്റ്റി പിന്നിൻ്റെ സ്റ്റോറി എനിക്കൂടെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ആ സേഫ്റ്റി പിന്നല്ല, സാധാരണ സേഫ്റ്റി പിൻ. സോ സാധാരണ സേഫ്റ്റി പിന്നെങ്കിലും വിൽക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ കുറ്റം പറയാം. ആര് ചെയ്യാൻ പോകണമെന്നില്ല, പക്ഷെ ഞാൻ എൻ്റെ സമാധാനത്തിന് അങ്ങനെ കച്ചവടക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. അപ്പം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് പഠിച്ചിട്ട് ചെയ്യാന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കാം. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്ലോത്തിങ് ബ്രാൻഡാണ് തുടങ്ങാൻ താല്പര്യമുള്ളത്, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും, അപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏതെങ്കിലും ക്ലോത്തിങ് ബ്രാൻഡിന് ആവശ്യമുണ്ടാവും. അപ്പോൾ ആ ക്ലോത്തിങ് ബ്രാൻഡിൽ പോയി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതിനകത്ത് കുറച്ച് ഇൻസൈഡർ ഇൻഫർമേഷനൊക്കെ കിട്ടും. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എല്ലാവരും ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ചാൽ എല്ലാം പറഞ്ഞു കൊടുക്കും. കാരണം 2026 നിങ്ങൾക്ക് ഒളിപ്പിച്ച് വെക്കാനൊന്നും പറ്റില്ല. ഇതിനകത്ത് ട്രേഡ് സീക്രട്സ് ഒന്നുമില്ല. ദ വേ ഐ ഡു ഇറ്റ് ആൻഡ് ദ വേ യു ഡു ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. എൻ്റെ ഡ്രൈവും എൻ്റെ പാഷനും എൻ്റെ കപ്പാസിറ്റിയും നിങ്ങളുടെ കപ്പാസിറ്റിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. You can be knowledgeable from other people's knowledge, but you cannot be wise from other people's wisdom. പറഞ്ഞു കൊടുക്കുന്നതോട് ഒരു മടിയില്ല, നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഏതെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ആസിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ പോയി വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി 2 വർഷമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ നിറ്റ്സ് ആൻഡ് ഗ്രിറ്റ്സ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ ചോദിക്കുകയാണെങ്കിൽ അതായിരിക്കും ചെയ്യാം ഞാൻ പറയുന്നത്. അപ്പോൾ ഡോണ്ട് റഷ് ഇൻ ടു എനിത്തിങ്, ടേക്ക് യുവർ ടൈം, ടേക്ക് എ സ്വീറ്റ് ടൈം ആൻഡ് ഡു ഇറ്റ്. സാർ ഇപ്പോൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് റൺ ചെയ്യുന്നു, അപ്പം കോപ്പി ഉണ്ടാകുമോ, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിഷ്യൽ സ്റ്റേജിൽ? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്? കാരണം നമ്മളിപ്പോൾ കാണാം വലിയ വലിയ ബ്രാൻഡ്സ്, അപ്പം അതിനൊക്കെ നമ്മൾ ഇവിടെ തന്നെ പല സ്ഥലങ്ങളിലും കോപ്പി കാണാറുണ്ട്. ഇപ്പം എല്ലാവരും അതുപോലെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇനിഷ്യൽ സ്റ്റേജിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? യു ക്യാൻ സീ ദ സ്മൈൽ ഓൺ മൈ ഫേസ്, റൈറ്റ്? ഐ ആം വെരി ഹാപ്പി ദാറ്റ് യു ആസ്ക്ഡ്. കാരണം കോപ്പി ചെയ്യപ്പെടാണ്ടിരിക്കാൻ ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുന്ന ഒരു ഫ്ലോയിൽ പറയാം. ഐ ടേക്ക് കപ്പിൾ ഓഫ് മിനിറ്റ്സ് ടു ആൻസർ ദിസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യും. അതിൻ്റെ കളേഴ്സും അതിൻ്റെ ഫ്ലോ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പി റൈറ്റ് രജിസ്റ്റർ ചെയ്യും. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് ഞാൻ തുടങ്ങി. ഇന്ത്യയിൽ ഈ ലോസ് ഒന്നും ഒട്ടും സ്ട്രോങ് അല്ല. ഇതൊക്കെ ഒരു സമാധാനത്തിന് വേണ്ടി ചെയ്തു വെക്കാം. പിന്നെ കുറച്ച് മാന്യന്മാരൊന്നും ഇതൊക്കെ സെർച്ച് ചെയ്യും പോയിട്ട് ഈ ട്രേഡ് മാർക്ക് അവൈലബിൾ ആണ്, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പോവില്ല.
അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള കാര്യം ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. കോപ്പി അടിക്കുക എന്ന് പറഞ്ഞതും കോപ്പി അടിക്കുന്നതിന് 2-3 ലെവൽസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒരാളുടെ പെർട്ടിക്കുലർ ഡിസൈൻ ഇഷ്ടപ്പെട്ടു, അതുമായി ബന്ധപ്പെട്ട കളർ തീമുകളും കുറച്ച് അവിടെ നിന്നൊക്കെ കുറച്ചിങ്ങനെ എടുത്ത് നമ്മുടേതായ രീതിയിൽ അവതരിപ്പിക്കണമെങ്കിൽ നമുക്ക് കോപ്പി എന്ന് പറയാം. അതിൽ തെറ്റുണ്ടെന്ന് വെച്ചാൽ തെറ്റുണ്ട്, പക്ഷേ അത് വല്ലാതൊരു തെറ്റാണെന്ന് വെച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇന്ത്യയിൽ അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് കോപ്പി ക്യാറ്റ് ബ്രാൻഡ്സ് ആയിട്ട് വലിയ ബ്രാൻഡുകളായതുണ്ട്. മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ്, ഓർഡിനറി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കോപ്പിയാണെന്നാണ് യാഥാർത്ഥ്യം. പിന്നെ ബോട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെയ്യണത് ഞാൻ എപ്പോഴും പറഞ്ഞ എക്സാമ്പിൾസാണ് ഈ രണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു എക്സാമ്പിൾ ആപ്പിളിൻ്റെയും സാംസങ്ങിൻ്റെ ഒക്കെ സ്റ്റൈൽസാണ് അവർ ചെയ്യണത്. പക്ഷേ ഇവർ ബോട്ട് എന്നും മിനിമലിസ്റ്റ് എന്നും പറഞ്ഞാണ് അവർ വിൽക്കുന്നത്. അതുകൊണ്ട് കൺസ്യൂമർ അത്ര പെട്ടെന്ന് അവർ കൺസ്യൂമറെ ചീറ്റ് ചെയ്യല്ല. ക്ലിയർലി സേയിങ് ദിസ് ഇസ് ബോട്ട്, ദിസ് ഇസ് മിനിമലിസ്റ്റ്, ഇഫ് യു വാണ്ട് യു ക്യാൻ ബൈ ഇറ്റ്. കൺസ്യൂമർ അത്യാവശ്യം അവെയർ ആണല്ലോ ഇപ്പം ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട്. ഇനി കൗണ്ടർ ഫീറ്റിംഗ് ഉണ്ട്. കൗണ്ടർ ഫീറ്റിംഗ് ഈസ് എ ഡേർട്ടി ബിസിനസ്. മോഹൻലാൽ ലാലേട്ടൻ പറഞ്ഞ പോലെ ഇത് ഈസ് കംപ്ലീറ്റ്ലി എ ഡേർട്ടി ബിസിനസ്. കൗണ്ടർ ഫീറ്റിംഗ് ഈസ് എ ഡേർട്ടി ബിസിനസ്. അത് നമ്മൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, കള്ള നോട്ടടിക്കുന്നതും കള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും ഒരേപോലെയാണ്. മറ്റൊരുത്തൻ്റെ വേർപ്പാണ് അയാളുടെ ബ്രാൻഡ്, അയാളുടെ നെയിം, അയാളുടെ ബിസിനസ്സൊക്കെ. അതിൻ്റെ അതേ സാധനം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിടുന്നിട്ട് നാട്ടുകാരെ പറ്റിക്കുന്നത് ഒരു കാര്യം. മറ്റൊരുത്തൻ്റെ വേർപ്പിനെ നമ്മൾ അയാളുടെ കയ്യിലിരിക്കുന്ന പേഴ്സിൽ പോയി കാശ് എടുക്കില്ല എന്ന് തീരുമാനിക്കണ്ടല്ലോ നമ്മൾ എത്തിക്സിൻ്റെ പേരിൽ. നമ്മൾ പോയി മോഷ്ടിക്കില്ല എന്ന് തീരുമാനിക്കുന്നത് പോലെ തന്നെയല്ലേ അയാൾ ഉണ്ടാക്കിയ അയാളുടെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടിരുന്നതും. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് അതിന് പറയണേ. എന്തുകൊണ്ട് ഈ പ്രോപ്പർട്ടി എന്താ ശരിക്കും പ്രോപ്പർട്ടി? നമ്മൾ ബിൽഡിങ്ങിനും അസറ്റ്സിനൊക്കെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഒരു പ്രോപ്പർട്ടി തന്നെയല്ലേ. അപ്പോൾ അത് മറ്റൊരാളെ പോയി എടുക്കുക എന്ന് പറഞ്ഞത് ശരിയല്ല, ചെയ്യാൻ പാടില്ല, എഗെയിൻസ്റ്റ് ലോ ആണ്. പക്ഷേ ആ ലോസ് അത്ര സ്ട്രോങ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലപ്പോഴൊക്കെ ഒരു റെയ്ഡ് നടക്കും, നമ്മൾ കണ്ടിട്ടുണ്ടാകും. അവിടെ റെയ്ഡ് നടന്നു പിടിച്ചു. അല്ല, ഇവിടെ സ്റ്റോറിൽ ഭയങ്കര ഓപ്പൺ ആയിട്ട് സെല് ചെയ്യുന്നുണ്ട് പല. ദുബായിൽ അത്ര സ്ട്രിക്റ്റ് ആണ്, സ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാനൊരു നൈക്കിയുടെ ഷൂസ് വാങ്ങിച്ച ഒരു സ്ഥലത്ത് നിന്നപ്പം അവിടെ ഇത് ഒറിജിനലാണെന്ന് പറഞ്ഞ് വേറെ സെല് ചെയ്യുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഞാൻ ദുബായ് മാളിൽ നിന്ന് വാങ്ങിച്ചതും അവിടെ ഇരിക്കുന്നതുമായിട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. 2-3 രീതികളുണ്ട്. ആൾ ടെൽ യു. ഇത് അറിയാതെ മേടിക്കുന്ന ആളുകളുണ്ട്. എനിക്കൊരു ഷൂ വേണം, ഞാനൊരു കടയിൽ പോകുന്നു, അവിടെ ഒരു ഷൂ കണ്ടു, ആ ഷൂവിൻ്റെ കളറും ലുക്കൊക്കെ ഇഷ്ടപ്പെട്ടു, അതിന് മേലൊരു ലോഗോ കണ്ടു, ആ ലോഗോ വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല, ഞാനത് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് മേടിച്ചു. അറിയാണ്ട് മേടിക്കുന്നൊരു വിഭാഗം, അറിഞ്ഞുകൊണ്ട് മേടിക്കുന്നൊരു വിഭാഗമുണ്ട്. അവർ വിചാരിക്കണം എന്താണെന്ന് അറിയാമോ, ഇത് എനിക്ക് ലാഭത്തിൽ കിട്ടുന്നു. ഒറിജിനലിന് 10,000 രൂപയാണ്, അല്ലെങ്കിൽ 400 ദിറംസാണ്. ഇത് നമുക്ക് 80 ദിറംസിനോ 100 ദിറംസിനോ കിട്ടണു. എനിക്ക് അതിൻ്റെ സിഗ്നലിംഗ് വാല്യൂ, ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ സിഗ്നലിംഗ് വാല്യൂ ആണല്ലോ. ഞാനിപ്പോൾ എൻ്റെ കൈ കിട്ടിയിരിക്കുന്ന വാച്ച് ഇങ്ങനെ ഫ്ലാഷ് ചെയ്യണം എന്തിനാണ്? അതിൻ്റെ മേലത്തെ ലോഗോ കണ്ട് എന്നെ ജഡ്ജ് ചെയ്തോട്ടെ, ആണെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഞാൻ ചെയ്യുന്നതല്ല, പറഞ്ഞാൽ ആരാണെങ്കിലും സിഗ്നലിംഗ് വാല്യൂക്ക് വേണ്ടി അത് ഒരു ബാർഗെയിൻ ആണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇതല്ലാതെ ഇതിനെക്കുറിച്ച് കെയർ ചെയ്യാതെ മേടിക്കുന്ന ആൾക്കാരുണ്ട്. കോപ്പി ആയാലും കുഴപ്പമില്ല, ഒറിജിനലായാലും കുഴപ്പമില്ല, എനിക്കത് ഡസൻറ്റ് മാറ്റർ ടു മീ, എനിക്ക് പ്രൊഡക്റ്റ് ആയാൽ മതി. ഇത് 3-നകത്ത് രണ്ടാമത്തെയാണ് ഏറ്റവും ഡേഞ്ചറസ്. എനിക്കറിയാം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്, എന്നിട്ടും ഞാനത് ചൂസ് ചെയ്യുന്നു. കാരണം അതിൽ എനിക്ക് ബാർഗെയിൻ കിട്ടുന്നു എന്നാണ് വിശ്വസിക്കണത്. ആക്ച്വലി കൗണ്ടർ ഫീറ്റ് ഒരു ബാർഗെയിൻ അല്ല. നമ്മളെല്ലാവരും അതിൻ്റെ പ്രൈസ് പേ ചെയ്യുന്നുണ്ടെന്നാണ് യാഥാർത്ഥ്യം. ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടന വെല്ലുവിളിക്കുന്നൊരു സംവിധാനമാണ് ഈ കൗണ്ടർ ഫീറ്റിംഗ്. അതായത് നമ്മൾ രാജ്യത്ത് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ UAE കേസ് എടുക്കാം, നമുക്ക് ആദ്യം എന്ത് വേണം? ട്രേഡ് ലൈസൻസ് വേണം. ഒരു എന്താ പറയുക, മെയിൻലാൻഡിലെ ട്രേഡ് ലൈസൻസ് കിട്ടണമെങ്കിൽ 25,000 മുതൽ 40,000 ദിറംസ് വരെ വേണം ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ. അതുപോലെ അതിൻ്റെ ഓണർക്ക് വിസ വേണം, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഡോക്യുമെൻറ്റേഷൻ വേണം, ബാങ്ക് അക്കൗണ്ട് വേണം, ഇജാരി വേണം. ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മളൊരു ബിസിനസ് എടുക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ അയാൾ ഓൾറെഡി ഒരു സാമ്പത്തിക സമയം ചിലവഴിച്ച് അയാളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി. ഈ പ്രൊഡക്റ്റിന് UAE നോംസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് നമുക്ക് കഞ്ചാവോട് നോക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ലീഗലായിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്, അതാണ് വിൽക്കേണ്ടത്. അത് മറ്റാരുടെയും കൗണ്ടർ ഫീറ്റ് അല്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു സിസ്റ്റവും UAE ഗവൺമെൻറ്റിനുണ്ട്. ഇതൊന്നുമില്ലാതെ രഹസ്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ സാധനം കൊടുന്ന് ഏതെങ്കിലും മൂലക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ എന്തെങ്കിലും ചെയ്യാൻ വരുമെന്ന് എനിക്കറിയില്ല. വരുന്നിടത്ത് നമുക്ക് വെച്ച് കാണാം, അത് പ്രശ്നമുള്ളതല്ല, അത്ര ബുദ്ധിമുട്ടുള്ളതായിട്ട് പറയുന്നത്. ഇതിനുള്ള മുഴുവൻ ഉത്തരവാദിത്തം ഈ പോഡ്കാസ്റ്റിൻ്റെ ആൾക്കാരാണ്. എന്നെ അറസ്റ്റ് ചെയ്തിട്ട് ചോദിച്ചാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നു. സോ അങ്ങനെ വെച്ച് രഹസ്യമായി വിൽക്കുന്ന ആളുകളുണ്ട്. ഇത് ഗവൺമെൻറ് അറിയാണ്ട് വിൽക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ UAE ഗവൺമെൻറ് ഇസ് വെരി സ്ട്രിക്റ്റ്. ഇന്ത്യയിൽ ഇതിന് സ്ട്രിക്റ്റ് ഒന്നുമില്ല. ഇന്ത്യയിൽ എന്ത് വേണമെങ്കിൽ വിറ്റോളി എന്നുള്ളൊരു മൂഡിലാണ് നടക്കുന്നത്. ഏതെങ്കിലും ബ്രാൻഡ് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യണം, എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കുന്നു, ഒന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചു തരണം, ഒന്ന് അവസാനിപ്പിച്ച് തരണം എന്ന്. അപ്പോൾ ഞങ്ങളുടെ കൗണ്ടർ ഫീറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷ് കളേഴ്സ് എന്ന് പറഞ്ഞ ലേബലിൽ വൈറ്റും ബ്ലാക്കും ടീഷർട്ടും മാത്രം അടിക്കുന്ന കാലത്ത് യെല്ലോയും ഓറഞ്ചൊക്കെ ഇറങ്ങിയ കാലമുണ്ട്. ഓഫ് കോഴ്സ്. കാരണം ഞാൻ എൻ്റെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഡിഗ്രികളൊക്കെ വെച്ച് നല്ല 10-25 ലക്ഷം രൂപ ഇയർലി പാക്കേജ് മേടിച്ച് ജോലി ചെയ്ത് പോയി ജീവിക്കേണ്ട ഞാൻ
ഓഫ് കോഴ്സ് ബിസിനസ് ഈസ് എ സ്ട്രഗിൾ. ആ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് കണ്ടിട്ട് അത് ആൾക്കാർ ഇട്ട് കാണുമ്പോഴായിരിക്കും എനിക്ക് സന്തോഷം കിട്ടണേ. പൈസ ബാങ്കിൽ വരുമ്പോൾ മാത്രമല്ല, ആ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട സാഹചര്യത്തിൽ ഇരിക്കുന്ന സാധനത്തിന് കോപ്പി അടിച്ച് മാർക്കറ്റിൽ അതിനെ വില കുറച്ച് വിറ്റ് ഇതാണ് ഇംഗ്ലീഷ് കളേഴ്സ് എന്ന് ആൾക്കാർ വിചാരിക്കില്ലേ? ഉറപ്പായിട്ടും. സോ ഞാൻ പറഞ്ഞ നേരത്തെ 2-3 രീതികളുണ്ട്. ഇത് കോൺഷ്യസ് ആയിട്ട് മേടിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ലാഭം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ലാഭം ചിലപ്പോൾ താൽക്കാലികമായിട്ട് കിട്ടുന്നുണ്ടാവും. നമ്മളെല്ലാവരും, നിങ്ങൾ മേടിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടി അതിന് പ്രൈസ് കൊടുക്കണം. ഫസ്റ്റ് കാര്യം പറഞ്ഞു പാരലൽ എക്കണോമി. പാരലൽ എക്കണോമി ഉണ്ടായുള്ള സംഭവം എന്താണ്? നമ്മുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവും. കാരണം ഈ പൈസ എവിടെ നിന്ന് വരുന്നു, ഈ പൈസ എങ്ങോട്ട് പോകുന്നു, ഇതിനൊന്നും അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇത് GDP-യിൽ റിഫ്ലക്റ്റ് ആവില്ല, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ ഇത് റിഫ്ലക്റ്റ് ആവില്ല. സ്വാഭാവികമായിട്ട് അപ്പോൾ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന റിഫ്ലക്റ്റ് ചെയ്തതിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ് പോണേ. നിങ്ങൾ ഒരിക്കലും ഒരു നൈക്കി കോപ്പിയും മേടിച്ചേക്കാം, ഒരു നൈക്കി ഒറിജിനലും മേടിച്ചേക്കാൻ തീരുമാനിക്കില്ല. നമുക്ക് ഒരു ഷൂവേ വേണ്ടുള്ളൂ. സോ ഗവൺമെൻറ് എന്ത് ചിന്തിക്കണം, ഈ ഇല്ലീഗലായിട്ടുള്ള കൗണ്ടർ ഫീറ്റ്സിനെ മൊത്തമായിട്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ മേടിക്കുക? ലീഗലായിട്ടുള്ള ഒരു ബ്രാൻഡ് മേടിക്കും. പിന്നെ ചിലവരില്ലേ ഇപ്പോൾ ചെറിയ ശമ്പളവും കാര്യങ്ങളും, പക്ഷെ അവർക്ക് ബ്രാൻഡ്സ് വേറെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരും ഉണ്ടാവുമല്ലോ. അവരും ഈ കൗണ്ടർ ഫിറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം മേടിച്ച് ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. കോപ്പീസിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഇത് വേറെ ചെയ്താൽ നാലാളുടെ മുമ്പിലൊരു അങ്ങനെയുണ്ടല്ലോ, അങ്ങനെ ആൾക്കാരുണ്ടല്ലോ അതിൽ. ദാറ്റ് ഈസ് വാട്ട് ഐ മെൻഷൻ, സിഗ്നലിംഗ് വാല്യൂ. ഇത് എൻ്റെ സിഗ്നലാണ്, ഇത് ഞാൻ ഉപയോഗിച്ച് ഞാൻ ഇതാണെന്ന് വിശ്വസിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതൊരു അറിവില്ലായ്മയെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ലക്ഷറി എന്ന് പറഞ്ഞ സാധനങ്ങളാണ് നമ്മൾ മേടിക്കണേ. അതായത് അറിയപ്പെടുന്ന പോപ്പുലർ ബ്രാൻഡ്സ്, ലക്ഷൂറിയസ് ബ്രാൻഡ്സ് ആണ് നമ്മൾ എപ്പോഴും കോപ്പി മേടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുള്ളത്. അതെന്തിനാണ് മേടിക്കുന്നത് വെച്ചാൽ ഞാനത് അതിനായി എന്ന് കാണിക്കാനാണ് അല്ലേ. പക്ഷേ ഞാൻ പറഞ്ഞത് അതൊരു ആസ്പിരേഷൻ കില്ലിങ് പ്രോസസ്സാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ യാസീൻ ഒരു വാച്ച് മേടിക്കണം. യാസീൻ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ ബിസിനസ് നടത്തുന്ന ഒരാളാണ് അല്ലേ, ഒരു മീഡിയം സൈസ് ബിസിനസ് നടത്തുന്നത്. യാസീൻ്റെ ആഗ്രഹം എന്താണ്? നാളെ ഈ ബിസിനസ് വലുതാവണം, ഇപ്പോൾ ഉള്ള ക്ലയൻസിനേക്കാളും വലിയ ക്ലയൻസിലേക്ക് എത്തണം, നാളെ ഫോർച്യൂൺ 500 ക്ലയൻസിലേക്ക് എത്തണം എന്നാണ്. യാസീൻ വാച്ച് മേടിക്കുമ്പോൾ തീരുമാനിക്കുകയാണ്, ഞാൻ ഏതെങ്കിലും ഒരു വാച്ച് മേടിക്കുന്നില്ല, പകരം ഞാൻ റോളക്സിൻ്റെ കോപ്പി മേടിച്ചേക്കാം എന്ന് വിചാരിക്കുന്നു. തെറ്റൊന്നുമില്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കും. എന്നിട്ട് ഇത് നിങ്ങൾ വിചാരിക്കുന്നല്ല, ഞാൻ ഐ എം ജസ്റ്റ് ടേക്കിംഗ് എൻ എക്സാമ്പിൾ. യാസീൻ ഇസ് വൺ എക്സാമ്പിൾ. അത് ഒറിജിനലാണെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്നെയാണ് കാണാൻ വരുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ ഇതൊക്കെ കെട്ടി തന്നെ വന്നിട്ട് യാസീൻ ഞാനൊരു കമ്പനി നടത്തുന്നു, വി ആർ ഡൂയിങ് എന്നൊക്കെ പറയുമ്പോൾ ഐ വിൽ ലുക്ക് അറ്റ് യു വെൻ ദർ ഇസ് സംതിങ് വെരി എക്സ്പെൻസീവ് ഓൺ യുവർ റിസ്റ്റ്. ഐ വിൽ ഡെഫിനറ്റ്ലി ലുക്ക് അറ്റ് യു. അത് കോപ്പിയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് എന്തായാലും ബോധമുണ്ട്, കുറേ ആൾക്കാർക്ക് ബോധമുണ്ട്. വെൻ യു ആർ ബൈയിങ് സംതിങ് ഫോർ സിഗ്നലിംഗ് വാല്യൂ, എന്നിട്ട് അതിന് റോങ് സിഗ്നലിംഗ് വാല്യൂ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് കൺസ്യൂമറിൻ്റെ മൈൻഡ് സെറ്റാണ് മാറേണ്ടത്. പിന്നെ ഇന്ന് അറിയാതെ വാങ്ങുന്ന ആൾക്കാരുടെ കാര്യത്തിൽ ഗവൺമെൻറ്റാണ് ഉത്തരവാദി. കാരണം ഇത് അവൈലബിലിറ്റി കുറച്ചാൽ മതി. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ സാധാരണ ബെവറേജ് ഔട്ട്ലെറ്റ്, നമ്മുടെ നാട്ടിൽ ബീവറേജ് എന്നാണ് പറയുന്നത്, ബെവറേജ് ഔട്ട്ലെറ്റ് കള്ള് ഷോപ്പ് പോലത്തെ സംവിധാനം വരുമ്പോൾ നമ്മൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. പ്രധാനമായിട്ട് എതിർക്കാനുള്ള കാരണം നമ്മുടെ വീടുകളൊക്കെ കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. കുട്ടികൾ വളർന്നു വരുമ്പോൾ പോയി കള്ള് മേടിക്കും എന്നുള്ള പേടിയല്ല. എന്താ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ ക്യൂ നിന്നൊരു സാധനം മേടിക്കുന്നതും അത് മേടിച്ചിട്ട് തിരിച്ചു പോകുന്നതും കാണുമ്പോൾ ആൾക്കാർ, ഈ കുട്ടികൾ വിചാരിക്കും ഇതെന്തോ സംഭവമാണ്. ക്യൂ നിൽക്കാൻ എപ്പോഴാണ് പറയുക, സ്കൂളിലൊക്കെയാണ് ക്യൂ നിൽക്കാൻ പറയുക, എന്തോ ഇമ്പോർട്ടൻ്റ് സാധനം തരുമ്പോൾ കുട്ടികൾ അങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്യുക, മുമ്പത്തെ മെമ്മറി വെച്ചാണ് അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ ക്യൂ നിന്ന് മേടിക്കേണ്ട എന്തോ ഒരു സാധനമാണ്, നല്ല സാധനമാണെന്ന് അവർ തെറ്റിദ്ധരിക്കും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിചാരിക്കും ദിസ് ഇസ് നോർമൽ, ഇത് നോർമൽ, എല്ലാവരും കുടിക്കുന്നുള്ള എനിക്കും കുടിക്കാം എന്നുള്ളൊരു നോർമലൈസേഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് പാരൻസ് എതിർപ്പ് കാണിക്കണേ. അതേപോലെ ഇവിടെ ഫേക്കും ഡ്യൂപ്ലിക്കേറ്റ്സും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നോബഡി ഈസ് ഗോയിങ് ടു ബൈ ഇറ്റ്. ചെറിയ ബ്രാൻഡ്സ് ഉണ്ടല്ലോ, എല്ലാത്തിനകത്തും ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ വാച്ചിൻ്റെ കാര്യം എടുക്കാം. നിങ്ങൾക്ക് ഒരു വാച്ച് മേടിക്കണം, വൈ ഡോണ്ട് യു സ്റ്റാർട്ട് വിത്ത് എ കാസിയോ? 1000 രൂപയ്ക്ക് 800 രൂപയ്ക്ക് കാസിയോ അവൈലബിൾ ആണ്. വൈ യു വാണ്ട് ഫേക്ക് കാസിയോ മേടിക്കുന്ന ആൾക്കാരോട് എനിക്ക് സഹതാപമാണ്. പക്ഷെ അത് വളർന്നു വരുന്ന നമ്മളിപ്പം ഒരു 20 അപ്പുറത്തായ ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, ചിലപ്പോൾ 20യുടെ താഴെയുള്ള വീട്ടിൽ പൈസ ചോദിച്ചാൽ കുറച്ച് പൈസ മാത്രം കൊടുക്കുന്ന അവർക്ക് നല്ല നല്ല സാധനങ്ങൾ ഇടണം താല്പര്യമുള്ളവർ. നല്ല സാധനം അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സി ഐ വിൽ ടെൽ യു, ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അൺഹൈജീനിക് സിറ്റുവേഷൻസിൽ, ഒന്ന് ചൈൽഡ് ലേബർ ഉണ്ട് ഇവിടെയൊക്കെ. കാരണം സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലല്ലോ. ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണെങ്കിലല്ലേ ഇത് പ്രോപ്പർ എന്താ പറയുക മാനുഫാക്ചറിങ് പ്രാക്ടീസസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുമെന്നുള്ള അറിയാൻ പറ്റുന്നത്. ബ്ലഡ് മണി ഉണ്ട്, ടെററിസം ഉണ്ട്, എന്തെല്ലാം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഇതെല്ലാം കണക്റ്റഡാണ് ഇതിനകത്ത്. ഇത് എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇത് എളുപ്പമൊന്നുമല്ല. അപ്പം നമ്മൾ പറഞ്ഞാൽ ഒരു പ്രബോധനം നടത്തൽ എളുപ്പമല്ലല്ലോ. പ്രബോധനം എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് ടൈം. സോ ഐ ആം ട്രൈങ് ടു ഡു ഇറ്റ് ബിക്കോസ് എനിക്കത് 3 ചലഞ്ചസാണ്. ഒന്ന്, ആൾക്കാരെ ആസ്പിറേഷനെ കില്ല് ചെയ്യുന്നൊരു പരിപാടിയാണ്. നമ്മൾ ആസ്പിറേഷൻ ഓൾറെഡി കില്ലായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീമുകളാണ് വേണ്ടത്. എത്രയും പെട്ടെന്ന് ഫ്ലാംബൈൻസിലേക്ക് എത്തണം. അപ്പോൾ ഷോർട്ട് കട്ട്സിലേക്ക് പോകുന്ന ആൾക്കാർ, സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞ പോലെ ദർ ആർ നോ ഷോർട്ട് കട്ട്സ് ഇൻ ലൈഫ്.
അതാണ് റിയാലിറ്റി. നമുക്ക് അതെല്ലാത്തിനും അതിൻ്റേതായ ടൈം എടുക്കും. ഇപ്പോൾ ഒരു സ്ത്രീ പ്രഗ്നൻ്റായി പ്രസവിക്കാൻ 9 മാസം എടുക്കണം എന്നാണ് പറയുക അല്ലേ? 9 സ്ത്രീകൾ 1 മാസം ഗർഭിണി ആയതുകൊണ്ട് ഒരു കുട്ടിയെ കിട്ടില്ല. ശരിയാ, മാത്തമാറ്റിക്കലി അത് കറക്റ്റ് ആണല്ലോ, 9 ആയി. പക്ഷെ അങ്ങനെ അതേപോലെ എല്ലാത്തിനും അതിൻ്റേതായ സമയം എടുക്കും. അപ്പോൾ അതാണ് ആ സമയം പ്രോഗ്രസ് ആണ്. നമുക്ക് എപ്പോഴും ആസ്പിറേഷൻ വേണം. എനിക്ക് ഇന്ന് ഓടിക്കുന്ന കാറിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കാർ ഓടിക്കണം എന്നാണ് ആഗ്രഹം. എന്തുകൊണ്ട് മാരുതി സുസുക്കിനെ വല്ല മെർസിഡീസിൻ്റെ ലോഗോ വെക്കുന്നില്ല നിങ്ങൾ? അങ്ങനെ തന്നെ അത് ചെയ്തൂടെ? അത് ചില കാര്യങ്ങൾക്ക് മാത്രമാണ്. നമ്മൾ ഇപ്പോൾ ജിമ്മിന് പോകുന്ന ഒരാൾക്ക് പ്രോട്ടീൻ പൗഡർ വേണം. നമ്മൾ ആദ്യം ഉറപ്പുവരുത്തുന്നത് എന്തായിരിക്കും? ഞാൻ ഉറപ്പുവരുത്തുന്ന റിലയബിലിറ്റിയാണ്, പ്രൈസ് അല്ല. എവിടുന്ന് മേടിക്കാം, എനിക്ക് ഒറിജിനൽ കിട്ടും. അപ്പോൾ അത് ഒറിജിനൽ വേണമെന്ന് ആഗ്രഹമുണ്ട്. കണ്ണടയും വാച്ചും ഷർട്ടും മാത്രം കോപ്പി മതി എന്നുള്ള പരിപാടിക്ക് എതിരെ നമ്മൾ സംസാരിച്ചിരിക്കും. ഒരാളെങ്കിൽ ഒരാളിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം പാരലൽ എക്കണോമീസാണ് നമ്മുടെ രാജ്യത്തിൻ്റെ, അല്ലെങ്കിൽ എൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് ഈ രാജ്യം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 രാജ്യത്തിലും ഇത് നല്ലോണം ഉണ്ട്, അറിഞ്ഞും അറിയാതെയും ഉണ്ട്. അപ്പോൾ അത് അവസാനിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് കിട്ടും. എല്ലാവരും ലീഗലി രജിസ്ട്രേഷനുള്ള ഒറിജിനൽ ജെനുവിൻ പ്രൊഡക്ട്സ് വെക്കുന്ന ആൾക്കാരായി കഴിഞ്ഞാൽ ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവും. ഇത് അൺഹെൽത്തി കോമ്പറ്റീഷനാണ്. കാസർഗോഡ് തിച്ചന്മാരൊക്കെ എനിക്കെതിരെ കൊടി പിടിച്ച് വരും. അതിലെനിക്ക് യാതൊരു വിരോധമില്ല. കാസർഗോഡ് തിച്ചന്മാർ വേറൊരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അവർ പറയണത് ഞാൻ അവർക്കത് കൊടുത്തു ഇവർക്ക് കൊടുത്തു, നിങ്ങൾ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അങ്ങനെയാവും ഇങ്ങനെയാവും. ഈ ചെറിയ പിള്ളേരെ മാനിപ്പുലേറ്റ് ചെയ്ത് കോപ്പി കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നു. നിങ്ങൾ എന്തിനാണ് വെറുതെ അത് മേടിക്കണേ ലോക്കൽ സാധനം എന്നൊക്കെ പറഞ്ഞ് അവർ ഈ പിള്ളേരെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ അതായത് ആദ്യം ഇവർ ഇത് ചെറിയ രീതിയിലൊരു ബിസിനസ്സായിട്ട് തുടങ്ങും. അവർക്ക് വേണ്ടത് വരുമാനമാണ്. പിന്നെ സ്കെയിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുമ്പോൾ അവരെന്ത് ചെയ്യും? നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും. ഒരു റോളക്സ് കിട്ടാൻ എന്ത് പ്രൊസീജിയർ ഉണ്ടെന്ന് മനസ്സിലാവാത്ത ആൾക്കാരാണ് ഇത് കോപ്പി മേടിച്ച് നമുക്ക് ആവറേജ് ഒരു സ്റ്റീൽ വാച്ചൊക്കെ കിട്ടണമെങ്കിൽ 3 years വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതും കാശ് കൊടുത്ത് കാത്തിരിക്കണം. അപ്പോൾ ഇതറിയാതെ നമ്മൾ എന്തിനാണ് റോങ് സിഗ്നൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ കേട്ടോ. പക്ഷെ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബാർഗെയിനും ഹാപ്പിയൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും മൊത്തത്തിൽ നമ്മുടെയൊക്കെ ജീവിതം ദുസ്സഹമാക്കുന്നതിൻ്റെ ഒരു പോയിന്റ് അതാണ്. ഇന്നത്തെ ഒരു ഇൻസ്റ്റഗ്രാം ട്രെൻഡായിരിക്കാം മേ ബി. അതോ യൂഷ്വലി ഇപ്പോഴത്തെ പിള്ളേർ ഒരു 18-19 വിൻറ്റേജ് മോഡലൊക്കെ കടയുണ്ടാക്കി ത്രിഫ്റ്റ് സ്റ്റോറിലൊക്കെ പോയി, വേറെ ഡൽഹി മാർക്കറ്റ്സ് മുംബൈ മാർക്കറ്റ്സിലൊക്കെ പോയി ത്രിഫ്റ്റ് ചെയ്യുന്നത്. അതും സിമിലറായിട്ട് പറഞ്ഞാൽ ആരോ യൂസ് ചെയ്ത ഒരു ക്ലോത്ത് നമ്മൾ ത്രിഫ്റ്റിന് മേടിച്ച് അവർ ഈസി ആയിട്ട് ബിസിനസ് പീപ്പിൾ ആവുന്നുണ്ട്. ഒരു ലെവൽ വരെ അവർ എത്തുന്നുള്ളൂ. അതിന് മുകളിലേക്ക് എന്തായാലും എത്തില്ല. കാരണം ഒരു ഇൻസ്റ്റഗ്രാം പേജ് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. I don't think there is anything wrong about it. It's okay to do that as long as it is legal. ഇപ്പോൾ ത്രിഫ്റ്റ് സ്റ്റോറിനകത്ത് വേറെ ഒരു ചലഞ്ച് വരാനുള്ള കാര്യം ഞാൻ പറയാം. ത്രിഫ്റ്റ് ചെയ്യാനുള്ള ഈ പ്രൊഡക്റ്റ് കിട്ടാനും എഗെയിൻ അത് ഭയങ്കര സ്കാർസ് ആയിരിക്കും. നമുക്ക് ഒരുപാട് കിട്ടില്ല. കാരണം ഇവർ വിൽക്കുന്ന ഇപ്പോൾ 501 അല്ലെങ്കിൽ 501 ജീൻസ്, ലീവൈസിൻ്റെ ജീൻസൊക്കെ ആയിരിക്കും ത്രിഫ്റ്റ് സ്റ്റോറിൽ കിട്ടണത്. അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൊളംബിയയുടെ ജാക്കറ്റ്. ഐ എം ജസ്റ്റ് ഗിവിങ് യു റാൻഡം എക്സാമ്പിൾസ്. അപ്പോൾ അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള സാധനങ്ങളാണ് ത്രിഫ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. നമുക്ക് സ്റ്റോറിൽ പോയി മേടിച്ചാൽ മതി. കാരണം ത്രിഫ്റ്റ് ചെയ്യുന്ന സാധനത്തിനും ആക്ച്വലി അങ്ങനത്തെ റെയർ സാധനങ്ങൾക്ക് ഭയങ്കര വാല്യൂയും കൊടുക്കണം. എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തുകൊണ്ട് സ്കെയിൽ ചെയ്യാൻ പറ്റണില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആരെങ്കിലും വന്നിട്ട് പറയും നിങ്ങൾ ഇതിന് കൂടെ കുറച്ച് കോപ്പി കൂടി മിക്സ് ചെയ്തൂടെ, കൗണ്ടർ ഫീറ്റിംഗ്. എന്നിട്ട് ചെറുതായിട്ട് സർപ്ലസ് എന്ന് വിടും. അതിൻ്റെ പേരാണ് സർപ്ലസ്. സർപ്ലസ് എന്ന് പറഞ്ഞത് കൗണ്ടർ ഫീറ്റിങ്ങിൻ്റെ ഒരു പോളിഷ്ഡ് മദറാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ പോളിഷ്ഡ് സണ്ണാണ്. ആക്ച്വലി കൗണ്ടർ ഫീറ്റിംഗ് ഈസ് ദ മദർ, ഇത് ഈസ് ദ സൺ. സർപ്ലസ് എന്താ നമ്മൾ മനസ്സിലാക്കണം. സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ സർപ്ലസ് ഉണ്ട്, റീറ്റെയിൽ സർപ്ലസ് ഉണ്ട്. പ്രൊഡക്ഷൻ സർപ്ലസ് എന്ന് പറയുമ്പോൾ ഞാനൊരു ഫാക്ടറിയിൽ ഒരു 1000 പീസോ 10,000 പീസോ ഓർഡർ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഇഷ്യൂ ഒക്കെ വരുമ്പോൾ ഒരു 3 to 5% എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു 1000 പീസ് ഉണ്ടാക്കുമ്പോൾ ഒരു 50 പീസോ 60 പീസോ അവർ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ചില സമയത്ത് ഈ 1000 പീസിൽ ഫുൾ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ 50 പീസ് 60 പീസോ എക്സ്ട്രാ ആയി. ചിലപ്പോൾ ഒരു 10 പീസ് ഡാമേജോ അപ്പോൾ ഒരു 40 പീസ് എക്സ്ട്രാ ആയി. ദിസ് ഈസ് പ്രൊഡക്ഷൻ സർപ്ലസ്. ഇത് ഞാൻ പറയും ഇത്ര കാലം കഴിഞ്ഞിട്ട് ഇത് പുറത്തു വിടാൻ പാടുള്ളൂ. എനിക്കത് വേണ്ട, കാരണം എൻ്റെ പ്ലാനിങ് ഈസ് ദേർണോ, ഞാൻ റാൻഡമായിട്ട് ചെയ്യില്ല. അത് നിങ്ങൾക്ക് വിൽക്കാം, പക്ഷേ 6 മാസം കഴിഞ്ഞിട്ട് വിൽക്കാം. ഇതാണ് ഒരു കാറ്റഗറി ഓഫ് സർപ്ലസ്. രണ്ടാമത്തെ റീറ്റെയിൽ സർപ്ലസ് ആണ്. ഞാനിത് എൻ്റെ കടയിൽ കൊണ്ടുവന്നു. ഈ നേരത്തെ ഉണ്ടാക്കിയ 1000 or 10,000 പീസ് കടയിൽ കൊടുന്നു. ആദ്യം ഞാൻ MRPക്ക് വെക്കും, 2 മാസം ചിലപ്പോൾ സെയിലിൽ വെക്കും, വിറ്റിട്ട് കുറച്ച് ബാക്കിയാവും. എൻ്റെ കടയിൽ ഇത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വരുമ്പോൾ എന്നും പഴയതാന്ന് പറയും. അപ്പോൾ ഞാനിതിനെന്ത് ചെയ്യും? റീറ്റെയിൽ സർപ്ലസ്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ അധികം എന്നുള്ള അർത്ഥം. ഇത് കുറച്ചുണ്ടാവും. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ആർക്കെങ്കിലും കൊടുക്കും. അതൊരു സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടുന്ന് സെക്കൻഡറി മാർക്കറ്റിലേക്ക് വരും. ഇത് വളരെ തുച്ഛമായ തൂക്ക് കാശിനാണ് കൊടുക്കുക. കാരണം ഇതെനിക്ക് സ്ക്രാപ്പ് വാല്യൂ ആണ് ആക്ച്വലി. അപ്പോൾ ഈ സ്ക്രാപ്പ് വാല്യൂ കിട്ടാൻ വേണ്ടി കിട്ടുന്നു, ഞാനത് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് എത്ര എണ്ണ ഉണ്ടാവും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത്. പ്രൊഡക്ഷനിലാണെങ്കിൽ പിന്നെ അതിന് വേറെ പ്രത്യേകത ഉണ്ട്, ഇത് അസോർട്ടഡ് ആയിരിക്കും.
ഇതൊരിക്കലും സോർട്ടഡ് ആയിട്ട് കിട്ടില്ലല്ലോ. കാരണം ഞാൻ റീറ്റെയിലിൽ വെച്ച് വെക്കുമ്പോൾ എനിക്ക് ലാർജ് മാത്രം പോയിട്ട് എക്സൽ മാത്രം ബാക്കിയാവോ? ഇല്ല. ചിലപ്പോൾ 2 എക്സൽ ബാക്കിയാവും, ചിലപ്പോൾ 2 ലാർജ് ബാക്കിയാവും. ഒരിക്കലും ഒരു ഫുൾ സെറ്റ് കിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സർപ്ലസ് ഒറിജിനലാണോ എന്ന് മനസ്സിലാക്കുക? ഒരിക്കലും ഫുൾ സൈസസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ചില സാധ്യതയുണ്ട്, പ്രൊഡക്ഷൻ റിജക്ഷൻ കിട്ടും, ചിലപ്പോൾ മൊത്തമായിട്ട് റിജക്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ വരും. അതൊക്കെ എത്ര സാധ്യതയാണുള്ളത്. ഞാനൊരു ഫാക്ടറി നടത്തുന്ന മനുഷ്യനാണ്. ഫാക്ടറി നടത്തിയിട്ട് അവിടെ റിജക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ പൂട്ടിപ്പോണ്ടി വരും. കാരണം ലക്ഷക്കണക്കിന് വീസാണ് അടിച്ചുകൊണ്ടിരിക്കണേ. സോ പ്രൊഡക്റ്റ് റിജക്ഷൻ ആവുന്ന സാധനമൊക്കെ കിട്ടാനുള്ള വളരെ 1.001% ചാൻസ് ഉണ്ടെങ്കിലും മിക്കവാറും സർപ്ലസ് എന്ന് പറഞ്ഞ് വെക്കുന്ന സാധനങ്ങളും കോപ്പിയാണ്. അതും കാരണം ഇല്ലാത്ത മോഡൽസ് വരെ ഇപ്പം ലോഗോസ് വെച്ചിട്ട് സാധനം വരുന്നുണ്ട്. ഈ പാവപ്പെട്ടവൻ്റെ നമ്മൾ ഫോട്ടോ എടുത്ത് നോക്കി അങ്ങനെ ഒരു വേറൊരു ഭയങ്കര ഗിമ്മിക്ക് ഉണ്ട്. ഇതിലൊക്കെ ഗിമ്മിക്കാണ്. അതായത് ലെതർ എന്ന് പറഞ്ഞ സാധനത്തിന് പണ്ടുണ്ടായിരുന്ന സാധനം ലെതറും റെക്സിനും ആയിരുന്നു. നിങ്ങൾ ഓർക്കണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഓർക്കണ്ട, ഐ എം 90s ബോൺ ഗായ്. ഞാൻ ഓർക്കണ്ട് ലെതറും റെക്സിനും. ഇന്ന് അതിനെന്താ പറയാ? ലെതർ, ആർട്ടിഫിഷ്യൽ ലെതർ. കുറച്ചു കാലം മുമ്പ് വരെ. ഇപ്പം എന്താ പറയാൻ ഞാൻ അറിയുന്ന ലെതർ, ആർട്ട് ലെതർ. ഇപ്പം സത്യം പറഞ്ഞാൽ ആർട്ട് ലെതറാണ് നല്ലതെന്ന് നമുക്ക് തോന്നിപ്പോവും. ഇത് നോമൻ ക്ലേച്ചറാണ്, പേരിടുന്നതാണ്. പിയൂണിനെ മറ്റേ എന്താണ് പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന് പേര് വിളിച്ചിട്ട് അതേ പണി ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു പേരിടലാണ്. ഇതേപോലെ തന്നെയാണ് ഈ പരിപാടികൾ മൊത്തം. മനസ്സിലായി? പേര് മാത്രം മാറ്റിയിട്ട് ഇതിനെ ഭംഗിയാക്കി എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകണില്ല. അപ്പോൾ കള്ളത്തരം ചെയ്യുന്നത് കള്ളത്തരമാണെന്ന് പറയാനുള്ള ആർജവം ആരെങ്കിലും കാണിക്കണമായിരുന്നു. ഞാനൊരു സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തുന്ന മനുഷ്യനാണ്. കഴിഞ്ഞ 6-7 വർഷമായി സൗത്ത് ഇന്ത്യൻ ഗാർമെൻറ്റ്സ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയുടെ ഓഫീസ് ബെയറായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ജോയിൻറ്റ് സെക്രട്ടറി മുതൽ ചെയർമാൻ വരെ ആരായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വൈസ് പ്രസിഡൻ്റാണ്. കാരണം സമയബന്ധിതമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അത് ചൂസ് ചെയ്തതാണ് ആക്ച്വലി. അവിടെ ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിൻ്റാണ്, മാനുഫാക്ചറേഴ്സിന് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മളെല്ലാ സിസ്റ്റവും ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. മാനുഫാക്ചറിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നു, നമ്മൾ ബ്രാൻഡുകൾ രജിസ്റ്റർ ചെയ്ത് ചെയ്യുന്നു. അതിനകത്തും കള്ളന്മാരുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു 99% ആൾക്കാരും ക്ലീനാണ്. ആ ആൾക്കാർ അത് ചെയ്യുമ്പോൾ ഇവർക്ക് ബിസിനസ് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടാവണം. മറ്റ് കോമ്പറ്റീഷൻ, ഹെൽത്തി കോമ്പറ്റീഷൻ നമുക്ക് വരും. അതായത് ഇപ്പോൾ ഞങ്ങളൊരു മീഡിയം ലെവലിൽ നിൽക്കുന്ന, ഒരു സെക്കൻഡറി ലെവലിൽ നിൽക്കുന്ന പ്ലെയേഴ്സാണ് വിചാരിക്കും. പ്രൈമറി ലെവലിൽ കുറേ മാറ്റങ്ങൾ വരും. ഇപ്പോൾ സുഡിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വന്നപ്പോൾ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായി. ആ ചലഞ്ചസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അത് പക്ഷേ സുഡിയോ ഇല്ലീഗലായിട്ടൊന്നും ചെയ്യണില്ലല്ലോ. ടാറ്റ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെയാണ്, അത് ലീഗലായിട്ട് അവർ ചെയ്യുന്നു. അവർക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കുന്നു. നാട്ടുകാരത് മേടിക്കുന്നു. ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ യൂണിഫോം ഇട്ട പോലെ ഉണ്ടാവും, അത് സഹിക്കുന്നു, അനുഭവിക്കുന്നു. ദാറ്റ്സ് ദ റിയാലിറ്റി. അല്ലെങ്കിൽ 2 വാഷ് ചെയ്യുമ്പോൾ തീർന്നു പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് ഓക്കെ ആവുന്ന ആൾക്കാരത് മേടിക്കുന്നു. സോ ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഹാഫ് ഓൺട്രപ്രണർ ഹാഫ് ബിസിനസ്മാൻ. വാട്ട് ഇസ് ദാറ്റ് ഐഡിയ ബിഹൈൻഡ്? ലൈക്ക് എനിക്ക് ഒന്നും ക്ലിയർ അല്ലേ. ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ന്യൂ ആണ് എല്ലാതും. അങ്ങനെ പറയാൻ കാരണം എന്താ? ഗ്ലാഡ് എവറിത്തിങ് ഈസ് ന്യൂ ഫോർ യു. സോ ബിസിനസ് എന്ന് പറയുന്നതും ഓൺട്രപ്രണർഷിപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ഐ കോൾ ഇറ്റ് ലൈക്ക് ലൈഫ് സ്റ്റൈൽ ബിസിനസ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. ലൈഫ് സ്റ്റൈൽ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈല്, അതായത് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ബിസിനസ്. എൻ്റെ പ്രോബ്ലം എനിക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം വേണം, അതിന് വേണ്ടി ഞാൻ ബിസിനസ് തുടങ്ങുന്നു. അപ്പോൾ അതിനകത്ത് പ്രോഫിറ്റബിലിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടാവും. കാരണം ഞാൻ ചിലപ്പോൾ ഒരു ചെറിയ പൈസ വെച്ചായിരിക്കും തുടങ്ങണേ. എല്ലാ മാസം എനിക്ക് EMI മറ്റുള്ള രീതിയിലുള്ള ഫാമിലി എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് മീറ്റ് ചെയ്യൽ എൻ്റെ ഒരു പ്രയോറിറ്റി ആയിരിക്കും. അപ്പോൾ അതിൽ മാത്രമേ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലാഭകരമായി പ്രോഫിറ്റബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കാര്യങ്ങൾ തൽക്കാലം നടന്നു പോകുന്ന രീതിയിലുള്ള ബിസിനസ്സുകൾ നമുക്ക് ലൈഫ് സ്റ്റൈൽ ബിസിനസ് എന്ന് വിളിക്കാം. അത് എൻ്റെ ലൈഫ് സ്റ്റൈലിന് വേണ്ടി ബിസിനസ്. ദാറ്റ്സ് മൈ ടേം. ഐ കോയിൻഡ് ദാറ്റ് ടേം. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് അതിൽ നിന്ന് സ്കെയിലബിൾ ആയിട്ടുള്ളൊരു ഐഡിയ, ടെക് ഉപയോഗിച്ച് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റാർട്ടപ്പുകൾ എന്ന് അതിനെയാണ് വിളിക്കണത്. അതായത് നമ്മളിപ്പോൾ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. ക്ലോത്തിങ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ക്ലോത്തിങ് ബ്രാൻഡ് തന്നെ ആണെന്നില്ല, ക്ലോത്തിങ് ബിസിനസ് ആയിട്ടൊരു എക്സാമ്പിൾ എടുക്കാം. ക്ലോത്തിങ് ബിസിനസ്സിൽ നിന്ന് വരുമ്പോൾ നമുക്ക് എൻ്റെ പ്രോബ്ലം എനിക്ക് ലൈഫ് സ്റ്റൈൽ ബിസിനസ്സായി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റീറ്റെയിൽ സ്റ്റോർ ഇടാം. എൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് നാട്ടിലോ പോയി ഒരു റീറ്റെയിൽ ഷോപ്പ് ഇടാം. അത് നല്ലൊരു ലൊക്കേഷനൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അവിടെ ഒരു ചെറിയ രീതിയിലൊരു ഷോപ്പ് തുടങ്ങി അവിടെ ഞാൻ തന്നെ ഇരുന്ന് ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് അവിടെ പർച്ചേസും സെയിലും ഒക്കെ ഞാൻ തന്നെ നോക്കി 1-2 പേരെ സഹായത്തിനൊക്കെ വെച്ച് അങ്ങനെ പോവാം. അത് സ്കെയിലബിൾ അല്ല. നേരെ മറിച്ച് എനിക്കൊരു ക്ലോത്തിങ് ബ്രാൻഡായിട്ട് റൺ ചെയ്യണം. ഞാൻ ചിലപ്പോൾ ആദ്യം ഈ റീറ്റെയിൽ സ്റ്റോർ തന്നെയായിരിക്കും തുടങ്ങണേ. പക്ഷേ എൻ്റെ ലക്ഷ്യം അതായിരിക്കില്ല. എനിക്ക് കുറേ സ്റ്റോറുകൾ തുടങ്ങണം. കുറേ സ്റ്റോർ തുടങ്ങുമ്പോൾ അത് എനിക്കവിടെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് ഒരിടത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ടെക്ക് വേണ്ടി വരും, അതിനകത്തൊരു പ്രോപ്പർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വേണ്ടി വരും. അതുപോലെ തന്നെ ഓൺലൈൻ സാധ്യതകൾ ഉപയോഗപ്പെടുത്തേണ്ടി വരും. അങ്ങനെ വലിയ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ക്ലോത്തിങ്ങിലുള്ള എന്തെങ്കിലും ഒരു ഷോർട്ട് കമ്മിങ് ഫില്ല് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. സേ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഞാനൊരു ഇന്ത്യൻ ഹെറിറ്റേജ് ക്ലോത്തിങ്
ലേബൽ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അവിടെ എപ്പോഴും ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഇന്നോവേഷൻ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല ക്ലോത്തിങ്ങിൽ. കാരണം നമ്മൾ വെറുതെ പോയി നിന്ന് കഴിഞ്ഞാൽ ഷർട്ട് നമ്മുടെ മേലേക്ക് ഓട്ടോമാറ്റിക് വരുന്ന രീതിയൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ടെക് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പുതിയ ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റുന്ന ഡിസൈൻ ഇന്നോവേഷൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ മെറ്റീരിയൽ ഇന്നോവേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ അത്ലീജർ എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരുപാട് ടെക് ഇൻവോൾവ് ആണ്. സോ ഈദർ യു സോൾവ് യുവർ ഓൺ പ്രോബ്ലം, ലെറ്റ്സ് കോൾ ഇറ്റ് ലൈഫ് സ്റ്റൈൽ ബിസിനസ്, or you solve bigger problems, others problems, and that is called startup. അതിനകത്ത് ടെക് ഇൻവോൾവ് ആയിരിക്കണം, സ്കെയിലബിൾ ആയിരിക്കണം. ടെക് ഇൻവോൾവ് ആവുകയും ചെയ്യാം, പക്ഷേ സ്കെയിലബിൾ ആയിരിക്കണം. നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിർത്തി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കില്ല. അപ്പോൾ ഐ ആം എ ഹാഫ് ബിസിനസ്മാൻ, ഐ റൺ എ ലൈഫ് സ്റ്റൈൽ ബിസിനസ്, ആൻഡ് ഐ ആം എ ഇൻവെസ്റ്റർ ഇൻ എ ഫ്യൂ സ്റ്റാർട്ടപ്സ് ഓൾസോ. സോ ഐ കോൾ മൈസെൽഫ് ഹാഫ് entrepreneur and half businessman. അതൊരു ഭയങ്കര അടിപൊളി ടേം ആണല്ലേ ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ. ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട്, ഇപ്പം നമ്മൾ തന്നെ ക്ലോത്ത്സ് മേടിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം, അല്ലെങ്കിൽ ചിലപ്പോൾ നൂണിലായിക്കോട്ടെ, അങ്ങനെ പല പ്ലാറ്റ്ഫോമിലും ചിലപ്പോൾ ആക്ച്വൽ വില വരുന്ന ഒന്നായിരിക്കും. ഒരു ഫോർ ലൈക്ക് 500 ആയിരിക്കും. അത് കുറച്ചൊരു വിലയിലേക്ക് എത്തിക്കും. ബട്ട് ആക്ച്വലി അവരുടെ വില അത് തന്നെ ആയിരിക്കും. മേ ബി നമ്മൾ സ്റ്റോറിൽ പോയി നോക്കുമ്പോഴോ അങ്ങനെ ചില ഗിമിക്കുകൾ അവിടെ കാണിക്കാറുണ്ടല്ലോ. അതായത് വില കൂട്ടി വെച്ച് കുറച്ച് കാണിച്ച് അങ്ങനെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അല്ലേ. നിങ്ങളതെങ്ങനെയാണ് ചെയ്യാറ്? ആ ഒരു പരിപാടി നിങ്ങളുടെ എന്താണ്, അതിൻ്റെ സീക്രട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. പ്രൈസിങ് എന്ന് പറഞ്ഞത് ഒരു മാർക്കറ്റിംഗ് പ്രിൻസിപ്പിളാണ്. അതായത് ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വിലയിടണം എന്ന് തീരുമാനിക്കുന്നതാണ്. അത് 2-3 രീതിയിലിടാം. എനിക്ക് എന്ത് കോസ്റ്റ് വന്നു ഇതുണ്ടാക്കാൻ, ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ഈ ടീഷർട്ടാണ്, ഇത് ഉണ്ടാക്കാൻ എനിക്ക് എന്ത് കോസ്റ്റ് വന്നു, അതിന് ലാൻഡിങ് കോസ്റ്റ് കൺസിഡർ ചെയ്യും, അതിന് ട്രാൻസ്പോർട്ടേഷൻ, മറ്റ് ചില എക്സ്പെൻസുകളൊക്കെ ഉണ്ടാവും. അത് ഒക്കെ ഉണ്ടാക്കി ഇതുണ്ടാക്കിയിട്ട് എൻ്റെ ഗോഡൗണിലേക്ക് എത്താൻ അല്ലെങ്കിൽ റീറ്റെയിൽ സ്റ്റോറിലേക്ക് എത്താൻ വരുന്ന കോസ്റ്റിനെ ലാൻഡിങ് കോസ്റ്റ് എന്ന് കൺസിഡർ ചെയ്യും. എന്നിട്ട് സാധാരണ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഉണ്ട്, ഇത്ര മൾട്ടിപ്ലൈ ചെയ്ത് വിൽക്കണം. അതായത് എങ്ങനെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വരുന്നത്, മുമ്പുള്ള ആളുകൾ ചെയ്ത് ഇതിന് ഒരുപാട് എക്സ്പെൻസുകൾ വരാനുണ്ട്. അഡ്വർടൈസിങ് എക്സ്പെൻസ് ഉണ്ടാവും, റീറ്റെയിൽ എക്സ്പെൻസ് ഉണ്ടാവും, കോർപ്പറേറ്റ് എക്സ്പെൻസ് ഉണ്ടാവും, ടാക്സസ് ഉണ്ടാവും. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഞാനൊരു വില ഒരു മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു മൾട്ടിപ്ലയർ നമ്മൾ കണ്ടെത്തും. അതൊരു രീതിയാണ്. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 500 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചു കൊടുത്തിട്ട് 600 രൂപയ്ക്ക് വിൽക്കാൻ ശ്രമിക്കും. അവരാണ് പൊളിഞ്ഞ് വീട്ടിൽ പോണേ. ദർ ഇസ് എൻ ഇക്വേഷൻ ഫോർ എവറിത്തിങ്. എല്ലാത്തിനും കുറച്ച് ഇന്നോവേറ്റീവായിട്ടും ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യാം. നമ്മൾ പ്രൈസ് ഡിസ്റപ്ഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ഉറപ്പുവരുത്തണം എന്ന് വെച്ചാൽ നമുക്ക് നല്ലോണം ക്യാപിറ്റൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. പ്രൈസ് ഡിസ്റപ്ഷൻ ചെയ്യുമ്പോൾ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാഭം ഉണ്ടാവില്ല. അപ്പോൾ ലാഭം ഇല്ലാത്തപ്പോൾ നമ്മുടെ അടുത്ത് ഫണ്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റഡ് കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ പൈസ ഉണ്ടാവണം. അതാണ് ബേണിംഗ് എന്നൊക്കെ പറയണം. അപ്പം ഗിമ്മിക്സ് ഒന്നും ഇനിയുള്ള കാലത്ത് വില പോവില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒറിജിനൽ വില അത്രയേ ഉള്ളൂ, അതൊക്കെ എഗെയിൻസ്റ്റ് ലോ ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു 100 ദിർഹംസിൻ്റെ MRP അല്ലെങ്കിൽ പ്രൈസിങ് ആയി ഇട്ടിട്ട് 500 ദിർഹംസാണ് വില എന്ന് പറഞ്ഞ് 200 വിൽക്കുന്നത് ഇല്ലീഗലാണ്. 500 ദിർഹംസിൻ്റെ പ്രിൻ്റ് ടൈം ഉണ്ടാവണം. ഇവിടുത്തെ റൂൾ പ്രകാരം കുറച്ച് ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ലീഗൽ മെട്രോളജി വകുപ്പ് ഭയങ്കര സ്ട്രോങ് ആണ്. എത്രയാണോ വില, ഇപ്പോൾ ഈ ഫുഡ് പ്രൊഡക്ട്സും മറ്റുള്ള ക്വാണ്ടിറ്റേറ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനൊക്കെ മില്ലി ലിറ്ററിലും അതുപോലെ ഗ്രാമിലുള്ള വില വരെ എഴുതണം. വളരെ സ്ട്രിക്റ്റ് ആണ് ഇന്ത്യ ആ കാര്യത്തിലൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഇവിടെ എനിക്ക് അത് വന്നിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഇല്ലീഗലായിട്ടുള്ള പരിപാടിയൊന്നും ഇന്നത്തെ കാലത്ത് വില പോവില്ല. കാരണം നമുക്ക് ഏതൊരു സാധനത്തിൻ്റെ വില നോക്കണമെങ്കിൽ ഒരു മൈക്രോ സെക്കൻഡ് മതി. അതല്ലാതെ സ്മാർട്ടായിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട് സ്വാഭാവികമായിട്ടും. ഞാനെന്നല്ല, എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ഡിസ്കൗണ്ടിങ് ഒരു മെത്തേഡാണ്. എസ്പെഷ്യലി ദുബായിൽ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദുബായിലെ ഫസ്റ്റ് ഡി എന്ന് പറഞ്ഞത് ഡീൽസ് ആൻഡ് ഡിസ്കൗണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും? നിങ്ങൾ ദുബായിൽ ഡീൽസും ഡിസ്കൗണ്ട് ഇല്ലാണ്ട് ഒരുവിധ സാധനം ഒന്നും വിൽക്കാൻ പറ്റില്ല. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒമേഗ എന്ന് പറഞ്ഞ വാച്ച് ഡിസ്കൗണ്ട് കിട്ടാറുണ്ട്. അപ്പോൾ ചോദിക്കും നിങ്ങൾ റോളക്സിന് കിട്ടാറുണ്ടെന്ന്. റോളക്സ് വാച്ചേ കിട്ടാനില്ല, പക്ഷേ സെക്കൻഡറി മാർക്കറ്റിൽ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റോളക്സിൻ്റെ ഒരു സ്റ്റീൽ ബ്രേസ്ലെറ്റ് ഒരു വാച്ചിന് റീറ്റെയിൽ പ്രൈസ് ഒരു 9 ലക്ഷം രൂപ, അതായത് ഒരു 40,000 ദിർഹംസാണെന്ന് വിചാരിക്കാം. അപ്പോൾ അത് റീറ്റെയിൽ കിട്ടാനില്ല. അപ്പം സെക്കൻഡറി മാർക്കറ്റിൽ റീസെല്ലേഴ്സിൻ്റെ അതിൻ്റെ വില ഒരു 80,000 ദിർഹംസ് ആയിരിക്കും. പക്ഷേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ആ 80,000 ദിർഹംസ് ഇങ്ങനെ അത് 80,000 ദിർഹംസ് അല്ലെങ്കിൽ ആ 80,000 ദിർഹംസിൻ്റെ ഇക്വലൻ്റ് ആയ ഒരു 16 മുതൽ 18 ലക്ഷം അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ ദുബായിൽ നമുക്ക് ആ 80,000 എന്നുള്ള കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും, ചിലപ്പോൾ ഒരു 70,000 കിട്ടും. സോ ദുബായ് എന്ന് പറയുമ്പോൾ ഡീൽസ് ആൻഡ് ഡിസ്കൗണ്ട്സ് ആണ്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, അപ്പോൾ ദുബായ് എപ്പോഴും ഡീൽസ് ആൻഡ് ഡിസ്കൗണ്ട്സ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഡീൽസ് ആൻഡ് ഡിസ്കൗണ്ട്സ് ഒരു നെഗറ്റീവായിട്ട് എല്ലാ ആൾക്കാർ കാണുന്നത്. ഇനിയിപ്പോൾ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡീൽസ് ആൻഡ് ഡിസ്കൗണ്ട് ഇട്ടപ്പോൾ പറയും ഇത് പൂട്ടാനായി, ഇത് കട നാട്ടിൽ കടമൊഴിപ്പിക്കൽ എന്നുള്ള അങ്ങനെ ചെയ്തിട്ട് കടമൊഴിപ്പിക്കാതെ വർഷങ്ങളോളം ആ ബോർഡ് വെക്കുന്ന ആൾക്കാരുണ്ട്.
അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ദുബായ് ഈസ് ലൈക്ക് ഡീൽസ് ആൻഡ് ഡിസ്കൗണ്ട്സ്. ദ ഫസ്റ്റ് ഡേ ഈസ് ഡീൽസ് ആൻഡ് ഡിസ്കൗണ്ട്സ്. സോ ഇറ്റ്സ് ഗുഡ് ഫോർ ദ കസ്റ്റമേഴ്സ് ഓൾസോ. ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കസ്റ്റമേഴ്സിന് ഓൾസോ നല്ലതല്ലേ. കാരണം എല്ലാ ബ്രാൻഡിലും ഡിസ്കൗണ്ട്സ് കിട്ടും. ആ സമയത്ത് ആൾക്കാർ പിന്നെ ടാബിയും തമാരയും ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗിച്ച് ഒരു വർഷത്തേക്കുള്ള ലയബിലിറ്റി ഉണ്ടാക്കി വെക്കുന്ന ഒരു സമയമാണ്. ഇൻക്ലൂഡിങ് മീ ആൻഡ് യു എവരിബഡി ഡസ് ദാറ്റ്. കാരണം നല്ല ഡീൽസാണ് കിട്ടുന്നത്. സാധാരണ കിട്ടാത്തതിനേക്കാൾ കൂടുതൽ ഡിസ്കൗണ്ടിങ് കിട്ടുന്നതാണ്. ഒരു ബിസിനസ്, അതായത് ഒരു ക്ലോത്തിങ് ബിസിനസ് ഓണർ എന്ന നിലയ്ക്ക് തന്നെ വിച്ച് ആർ യുവർ ഫേവറേറ്റ് ബ്രാൻഡ്സ്? That's a tough question. So I'll have to touch on other points also. കാരണം it depends on the disposable income I have. എനിക്ക് ചിലപ്പം ടോപ്പ് ടു ബോട്ടം ലൂയി വിട്ടോൺ ഇട്ടാൽ കൊള്ളാമെന്നുണ്ടാവും. പക്ഷെ എനിക്ക് ആ ഡിസ്പോസിബിൾ ഇൻകം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോപ്പി ഇടേണ്ടി വരും. അത് നമ്മൾ തയ്യാറില്ല, നമ്മൾ ജീവിതത്തിൽ ഇട്ടിട്ടില്ല, ഇനി ഇടുകയും ചെയ്യില്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ സിനാരിയോയിൽ എടുക്കാം. മൈ ഫേവറേറ്റ് ബ്രാൻഡ്സ് ആർ ലൈക്ക് റെയർ റാബിറ്റ്. അത് എനിക്കൊരു പേഴ്സണൽ കണക്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇംഗ്ലീഷ് കളേഴ്സിൻ്റെ ഇനീഷ്യൽ പ്രൊഡക്ഷൻ തുടങ്ങുന്ന സമയത്ത് അന്ന് അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ മിസ്റ്റർ രാജൻ ഉണ്ടായിരുന്നു. ഈസ് നോ മോർ, വെരി ക്ലോസ് അസോസിയേറ്റ്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഐ നോ വാട്ട് കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് ദേ യൂസ്, വാട്ട് കൈൻഡ് ഓഫ് അറ്റൻഷൻ ദേ ഗിവ് ടു ഡീറ്റെയിൽസ് എന്നൊക്കെ എനിക്കറിയാം. പിന്നെ അത് നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും. റെയർ റാബിറ്റ് ഇസ് എ വെരി നൈസ് ബ്രാൻഡ്. ആൻഡമൻ, വെരി അനദർ നൈസ് ബ്രാൻഡ്. മാർച്ച് ടീ, അനദർ നൈസ് ബ്രാൻഡ് വിച്ച് ഐ ലുക്ക് അപ്പ് ടു. ഇതെല്ലാം നല്ല ബ്രാൻഡ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏജ് ഓൾഡിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡെനിമാണ് വേണമെങ്കിൽ ഐ വിൽ ചൂസ് ജാക്ക് ആൻഡ് ജോൺസ്. ലീവൈസ് ഇസ് ഓൾസോ നൈസ്. 501 ബട്ടൺ ഫ്ലൈ ഉള്ള സിപ്പറൊക്കെ ഉള്ള പാൻസ് ഇപ്പോൾ ഞാൻ തടി കൂടി കൊണ്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഏർലിയർ ഐ യൂസ് ടു വെയർ ദ ഒരു ഹൈ വേസ്റ്റ് യുനോ ബട്ടൺ ഫ്ലൈ ഉള്ള സിപ്പർ, അതിന് പകരം ബട്ടൺ ഫ്ലൈ ഉള്ള ജീൻസ് ഞാൻ ഉപയോഗിക്കുമായിരുന്നു. ഇറ്റ്സ് റിയലി നൈസ്. പിന്നെ ഐ ആം വെരി പെർട്ടിക്കുലർ. ഐ ബൈ ജീൻസ് ഫ്രം എ ജീൻസ് ഓറിയൻറ്റഡ് ബ്രാൻഡ്. ഐ ബൈ വാച്ചസ് ഫ്രം എ വാച്ച് മേക്കിംഗ് ബ്രാൻഡ്. അത് 2000 രൂപക്കാണെങ്കിലും. പക്ഷേ there are brands like H&M, നമ്മൾ ഇന്നുകൂടി സംസാരിച്ചോളൂ. there are brands who sell these things. അതായത് ചിലപ്പോൾ അവർക്ക് ക്ലോതിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, സ്പെഷ്യലൈസ് ചെയ്യുന്ന ക്ലോതിങ്ങിലായിരിക്കാം. പക്ഷെ അവർ, ഞാനിപ്പോഴും യൂസ് ചെയ്തൊരു സൺഗ്ലാസസ് എനിക്ക് ഓർമ്മയുണ്ട്. ദ ഷേപ്പ് വാസ് ഗുഡ്. അപ്പോൾ അതും മാച്ചായി പോകുന്നുണ്ടല്ലോ. ലൈക്ക് You know who is the biggest copycat company in the world in fashion? No, do you know who is that? No, I don't. It is a company called Inditex and a brand called Zara. Zara is the biggest copycat brand in the world. How? Why? Zara, Inditex എന്ന് പറഞ്ഞ സ്പാനിഷ് കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ്, വർഷങ്ങളായിട്ട് നടത്തുന്നതാണ്. അവർ നേരത്തെ ഈ റാംബ് ബോക്സ് ഇല്ലേ, ഡിസൈനർ റാംബ് ബോക്സ്, അതിനകത്ത് കാണിക്കുന്ന പ്രൊഡക്റ്റൊക്കെ സ്റ്റോറിൽ എത്തണമെങ്കിൽ മാസങ്ങളെടുക്കുമായിരുന്നു. ഇവരെന്ത് വെച്ചാൽ വരെ ഡിസൈനേഴ്സിൻ്റെ റാംബ് വാക്ക് കാണാൻ പറഞ്ഞേക്കും. എന്നിട്ട് അതിലുള്ള ഡിസൈൻസിൻ്റെ വില കുറഞ്ഞ വേരിയൻ്റ് ഉണ്ടാക്കും. 100% സെയിം ആയിരിക്കില്ല. അത് ഇൻസ്പയർ ആൻഡ് കോപ്പി ആൻഡ് മേക്ക് ഇറ്റ് ആക്സസിബിൾ. സാറ ലോകത്തെല്ലായിടത്തും ഒരു അഫോർഡബിൾ എക്കണോമിക്കൽ റേഞ്ചിലുള്ള ബ്രാൻഡാണ്. ഇന്ത്യയിൽ അത് ഇമ്പോർട്ടും ടാക്സും ഒക്കെ വരുന്നത് കൊണ്ടാണ് എക്സ്പെൻസീവായിട്ട് തോന്നുന്നത്. പിന്നെ അഗെയിൻ ഇന്ത്യയുടെ ഒരു പർച്ചേസ് പാരിറ്റി അല്ലെങ്കിൽ പർച്ചേസ് പവർ ഒക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് അത്ര വലിയൊരു സംഭവമായിട്ട് തോന്നുന്നത്. സാറ ഡിസൈൻസ് ഒക്കെ ഡിസൈനർ ലെവൽ ഡിസൈൻസ് ആണല്ലോ. ദേ കനോട്ട് ഡു ഇറ്റ് അറ്റ് ദിസ് പ്രൈസ് ലെവൽസ് ഇഫ് ദേ ആർ പേയിങ് ഡിസൈനേഴ്സ് ഫോർ ഇറ്റ്. അവരെന്താ വെച്ചാൽ കോപ്പി ചെയ്യും. ഇപ്പോൾ അവരുടെ പെർഫ്യൂംസ് എല്ലാം ഇൻസ്പയർഡ് ആണല്ലോ. എല്ലാ പെർഫ്യൂംസ് ഇൻസ്പയർ ആണ്. യു നെയിം ദ ബ്രാൻഡ് ദാറ്റ് യു ലൈക്ക്, ദേ ഹാവ് എൻ ഇൻസ്പിറേഷൻ. പക്ഷെ അവർ അവരുടേതായ രീതിയിലുള്ള പാക്കേജിങ്ങിലായിരിക്കും വിൽക്കുന്നത്, അവരുടേതായ പേരുകൾ കൊടുക്കും. ഐ ഡോണ്ട് തിങ്ക് എ പ്രോബ്ലം ഇൻ ദാറ്റ്. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ പ്രോബ്ലം ഇൻ ദാറ്റ്. കാരണം അതൊരു ലെജിറ്റിമേറ്റ് ബിസിനസ്സാണ്. എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ടാക്സസ് പേ ചെയ്യുന്നുണ്ട്, ലോകത്തെല്ലായിടത്തുണ്ട്, കസ്റ്റമർ ഹാപ്പിയാണ്. ആരും ലൂയി വിട്ടോൻ്റെ ജാക്കറ്റാണെന്ന് വിചാരിച്ച് സാറയുടെ ജാക്കറ്റ് മേടിക്കുന്നില്ല. സോ അവർ കൺസ്യൂമറിനെയും എന്ത് ചെയ്യുന്നില്ല, മിസ്ലീഡ് ചെയ്യുന്നില്ല. സോ സാറ ഇസ് എ കോപ്പി കാറ്റ് ബ്രാൻഡ്. സാറ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഒരു ലക്ഷറി ബ്രാൻഡ്സിൻ്റെ അടുത്തുകൊണ്ട് സ്റ്റോർ തുടങ്ങി. അങ്ങനെയാണ് സ്റ്റോറി. MBA പുസ്തകത്തിൽ ഫിലിപ്പ് കോട്ട്ലർ എന്ന് കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ, മാർക്കറ്റിങ്ങിൻ്റെ ഗുരു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മാർക്കറ്റിംഗ് പുസ്തകങ്ങൾ ഈ കോളേജുകളൊക്കെ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ എഴുതുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കിനകത്ത് കേസ് സ്റ്റഡി ഉണ്ട്. സാറേ, വെൻ ഐ വാസ് ഡൂയിങ് MBA സ്റ്റഡീഡ് ദാറ്റ് ബുക്ക്. അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ, സാറ ഡസൻ സ്പെൻഡ് ഫോർ അഡ്വർടൈസ്മെൻറ്റ്സ്. വാട്ട് ദേ ഡു ഈസ് ലൈക്ക് അവർ പൊസിഷനിങ്ങിൽ ശ്രദ്ധിച്ചു. അതായത് നല്ല മോൾസിൽ ഏറ്റവും അടിപൊളി സ്ഥലങ്ങൾ നോക്കിയെടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ആൾക്കാർ ഇത് കാണുമ്പോൾ മോളിന് എപ്പോഴും ഒരു ഫിൽട്രേഷൻ ഉണ്ട്. മോള് ഒരു ഫിൽട്രേഷനുള്ള സ്ഥലമായതുകൊണ്ട് ഇതേതോ വലിയ ബ്രാൻഡാണെന്ന്
ഫീൽ ചെയ്തു. അവിടെ കയറി നോക്കുമ്പോൾ ചെറിയ വിലകളായിരുന്നു, അപ്പോൾ അവർക്ക് അഫോർഡബിൾ ആണ്, ആക്സസബിൾ ആണ്. അതുകൊണ്ടാണ് സാറ സക്സസ്ഫുൾ ആയത്. ലക്ഷറി ബ്രാൻഡ്സിന്റെ അടുത്ത് തന്നെ സ്റ്റോർ ഇടാൻ അവർ ശ്രമിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ദാറ്റ് ഈസ് എ പൊസിഷനിങ് മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾ. ലൈക്ക് യു നോ ദാറ്റ്സ് കോൾഡ് പൊസിഷനിങ്. നമ്മൾ എവിടെ വെച്ച് വിൽക്കുന്നു എന്നുള്ളതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ത് വിലക്ക് വിൽക്കുന്നു എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സാറ ആക്ച്വലി ഡിസ്റപ്റ്ററാണ്. സാറ ഇസ് പ്രോബ്ലി ദ ബിഗ്ഗസ്റ്റ് ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡ് ഇൻ ദ വേൾഡ്. യൂഷ്വലി ഫാഷൻ അവതരിപ്പിക്കപ്പെട്ടിരുന്നത് സ്പ്രിംഗ് സമ്മർ എന്ന് പറഞ്ഞൊരു കളക്ഷനും ഓട്ടം വിൻ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു കളക്ഷൻ. അപ്പോൾ മൊത്തം 2 കളക്ഷനാണ് വരിക. അതായത് ഫസ്റ്റ് ഇയറിൻ്റെ ഒരു ഹാഫിൽ 6 മാസം ഈ സ്പ്രിംഗ് സമ്മർ കളക്ഷൻ വെക്കും. 4 മാസത്തേക്ക് ഒരു ഒറിജിനൽ പ്രൈസിന് വെക്കും, 2 മാസം സെയിലിടും. അത് കഴിഞ്ഞിട്ട് എഗെയിൻ ഓട്ടം വിൻ്റർ വരും. ഓട്ടം എല്ലാ രാജ്യത്തും ഓട്ടം ഇല്ല, പക്ഷേ എങ്കിൽ ഓട്ടം വിൻ്റർ കളക്ഷനാണ് വരുന്നത്. ഇതും 4 മാസം ഒറിജിനൽ പ്രൈസിന് വെക്കും, 2 മാസം ഓഫറിൽ വെക്കും. ഇതായിരുന്നു പാറ്റേൺ. അതായത് 60% സെയിലിൻ്റെ സമയത്ത് വരും. മനസ്സിലായില്ലേ? സെയിൽ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് സെയിലിൻ്റെ സമയത്ത് വരും. 40% ഒറിജിനൽ പ്രൈസിന് വെക്കുന്നതായിരുന്നു പാറ്റേൺ. സാർ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഡ് ടൈം കുറച്ചു. അതായത് എല്ലാ മാസവും പുതിയ ഡിസൈൻസ്, എല്ലാ 15 ദിവസത്തിലും പുതിയ ഡിസൈൻസ്, കടകളിൽ പുതിയ ഡിസൈൻസ് വരുന്നു. ആ ഡിസൈൻസ് വർക്ക് ചെയ്യണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഷെൽഫിൽ നിന്ന് എടുത്ത് മാറ്റും, അവിടെ വെച്ചുകൊണ്ടിരിക്കില്ല. അത് മറ്റ് സ്റ്റോറുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഉപയോഗിച്ചോ അതിനെ ലിക്വിഡേറ്റ് ചെയ്യും. ഈ സ്പീഡാണ്. പിന്നെ അവിടുത്തെ മാനേജേഴ്സ്, അവിടെ ഉണ്ടാവുന്ന റീറ്റെയിൽ മാനേജേഴ്സിന് സേ ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ വലിയ ബ്രാൻഡാണെന്ന് വിചാരിക്കും, ഇപ്പോൾ ലൂയി ഫിലിപ്പ് എന്ന് വിചാരിക്കും. അവിടുത്തെ ഒരു മാനേജർ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ് ഇതിങ്ങനെ മേലക്ക് പോയി പണ്ട് എസ് ബി ഐയിലെ കാര്യത്തിന് പോയാൽ എങ്ങനെ ഉണ്ട് അതുപോലെയാണ്, സ്ലോലിയാണ് അവിടെ എത്തുള്ളൂ. ഇത് 2 വർഷം മുമ്പൊക്കെയാണ് നേരത്തെ ഫാഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതായത് 2025 വേണ്ടി 2023 ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. ദാറ്റ്സ് ദ റിയാലിറ്റി. 1 വർഷം മുതൽ 2 വർഷം വരെ പിന്നിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഫാസ്റ്റ് ഫാഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1 മാസത്തിലേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനാണ് സ്നിച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെയ്യണത്. എക്സാക്ട്ലി ദ സെയിം തിങ്. ദാറ്റ് ഈസ് അതന്നെ H&M ചെയ്യണേ. ദീസ് ആർ ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡ്. അതായത് പെട്ടെന്ന് ഫാഷൻ ചേഞ്ച് ആവും, പെട്ടെന്ന് കൊണ്ടുവരിക, വിൽക്കുക, മാക്സിമം പൊട്ടൻഷ്യൽ എടുക്കുക, അത് ഒരു ട്രയൽ പോലെ കൊണ്ടുവരും, കൊടുത്തിട്ട് അത് ഹിറ്റായി കഴിഞ്ഞാൽ അത് ബൾക്ക് പ്രൊഡക്ഷൻ ചെയ്യും, എല്ലാ രാജ്യത്തും വിൽക്കും. അത് കഴിഞ്ഞാൽ അടുത്ത ഡിസൈൻ വന്നുകൊണ്ടേയിരിക്കും. സോ പൈപ്പ് ലൈൻ ഫാസ്റ്റായി. അതാണ് ഫാസ്റ്റ് ഫാഷൻ എന്ന് പറയുന്നത്. സോ സാർ ഈസ് എ ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡ്, അവർ കോപ്പി കറ്റ് ബ്രാൻഡ് കൂടി. പക്ഷേ ഈ കുറേ ബ്രാൻഡ്സ്, ഇപ്പോൾ വലിയ ബ്രാൻഡ്സ്, ഞാനൊക്കെ മിന്ത്ര അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ വെബ്സൈറ്റ്സ് യൂസ് ചെയ്യണ ആളാണ്. നമുക്ക് ഫിസിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാലും ഐ ബെറ്റർ കൺസിഡർ ലൈക്ക് ഈ മിന്ത്ര അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റ്സ്, അതിൽ കാണുന്ന കുറേ സാധനങ്ങൾ നമുക്ക് സ്റ്റോഴ്സിൽ കിട്ടാറില്ല. സോ കുറേ നിങ്ങളിപ്പോൾ സ്റ്റോഴ്സ് ഉണ്ട് എന്നാൽ ഓൺലൈനും ഉണ്ട്. സോ വാട്ട് ഡു യു തിങ്ക്, ഏതാ പ്രോഫിറ്റബിൾ? അതായത് ഓൺലൈൻ ആയിട്ട് പോകുന്നതാണോ അതോ ഇത് സ്റ്റോഴ്സിൽ പോകുന്നതാണോ? ഡിപ്പെൻഡ്സ് ഓൺ നേരത്തെ പറഞ്ഞ ഓൺടർപ്രണർഷിപ്പ് ആണോ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ആണോ എന്നനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. രണ്ടും പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. സ്കെയിൽ അനുസരിച്ചാണ് മാറുന്നത്. സ്കെയിൽ ചെയ്യുമ്പോൾ പ്രോഫിറ്റബിലിറ്റി ഹിറ്റാവും. അതായത് ഒരു സാധനത്തിനെ വല്ലാതെ വലുതാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആ വലുതെന്ന് പറഞ്ഞാൽ എന്താണ്? ടേൺ ഓവറാണ്. സോ ടോപ്പ് ലൈനിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യണം. ബോട്ടം ലൈൻ എന്തായാലും കുഴപ്പമില്ല. ആ ബോട്ടം ലൈനിലെ പ്രശ്നങ്ങൾ നമ്മൾ ഫണ്ടിങ് എടുത്ത് സോൾവ് ചെയ്യും. മനസ്സിലായി? നമുക്കിപ്പോൾ ഒരു സ്കെയിൽ ചെയ്യണം. നമുക്കിപ്പോൾ ഒരു 1 കോടി രൂപ മാസം ചെയ്യുന്നത് ഒറ്റയടിക്ക് 10 കോടി രൂപ ആക്കണമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തീരുമാനിച്ച ആൾക്കാരെ ഒന്നും വാങ്ങൂല. അപ്പോൾ ചിലപ്പോൾ ഡിസ്കൗണ്ടിങ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒരുപാട് മെറ്റ ആഡ്സ് റൺ ചെയ്യേണ്ടി വരും. ഇതൊക്കെ ചെയ്യണമെങ്കിൽ കാശ് വേണ്ടേ? ആ കാശ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്ന് എടുക്കും, എന്നിട്ട് നമ്മൾ സ്കെയിൽ ചെയ്യും. അപ്പോൾ ചിലപ്പം ബോട്ടം ലൈൻ, അതായത് ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഓൺടർപ്രണർഷിപ്പിലോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിലാണ് അത് നടക്കുള്ളൂ. അപ്പം പ്രോഫിറ്റബിലിറ്റി രണ്ടിലും അച്ചീവ് ചെയ്യാൻ പറ്റും. എഗെയിൻ അത് സ്ട്രാറ്റജീസ്, ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം ലൈഫ് സ്റ്റൈൽ ബിസിനസ് വേണോ സ്റ്റാർട്ടപ്പ് വേണോ തീരുമാനിക്കുക. ഇനി സ്റ്റാർട്ടപ്പ് വേണോ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോക്ക് അത്ര എളുപ്പമായിരിക്കില്ല. ലൈഫ് സ്റ്റൈൽ ബിസിനസ്സാണ് തുടങ്ങണമെങ്കിൽ സ്റ്റാർട്ടപ്പിലേക്ക് പോകാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും, മറ്റേ തിരിച്ച് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അഗെയിൻ നമ്മൾ ഓൺലൈൻ വേണോ ഓഫ്ലൈൻ വേണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 പറയുമ്പോൾ ഞാൻ പറയാം ഓൺലൈനിൽ തുടങ്ങിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ആളുകൾക്ക് വിസിബിലിറ്റി കൊടുക്കണം. വിസിബിലിറ്റി കൊടുക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യം സെയിലൊക്കെ വന്നു തുടങ്ങി ഒരു ക്യാപ്പ് വെക്കുക. സേ ഫോർ എക്സാമ്പിൾ ഒരു 10 crores ടേൺ ഓവർ എത്തിയാലേ ഞാനൊരു സ്റ്റോർ തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ 100 crores എത്തിയാലേ ഞാൻ സ്റ്റോർ തുടങ്ങുള്ളൂ. അതിൻ്റെ എളുപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഏത് പിൻകോഡിലേക്കാണ് കൂടുതൽ സാധനം വിറ്റ് പോകണമെന്ന്. അപ്പോൾ ആ പിൻകോഡിൽ പോയി തുടങ്ങിയാൽ മതി. സോ ഓൺലൈൻ ഈസ് ദ ഈസിയസ്റ്റ് വേ ടു ഡു, ബട്ട് ഇറ്റ്സ് വെരി ടഫ് ഓൾസോ. കാരണം ഇപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ബിഡിങ് പോലെയാണ് വർക്ക് ചെയ്യണത്. അപ്പം കോസ്റ്റ്ലി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ അപ്രോച്ച് മനസ്സിലാക്കി ചെയ്താൽ ഓൺലൈനാണ് നല്ലത്. ഇപ്പോൾ ഏത് ഇൻഫ്ലുവൻസേഴ്സ് നോക്കുകയാണെങ്കിലും, മേ ബി സെലിബ്രിറ്റീസിൻ്റെ കാര്യം ഞാൻ വേറെ ചോദിക്കാം. ഇൻഫ്ലുവൻസേഴ്സ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ടീഷർട്ടിന് മുകളിൽ എന്തെങ്കിലും അവരുടെ ഒരു ബ്രാൻഡ് നെയിം, കുറച്ച് പുറത്ത് നിൽക്കുന്ന ഭയങ്കര അടിപൊളി ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഒരു ടീഷർട്ട് എടുക്കുക, അവരുടെ ഒരു ബ്രാൻഡ് നെയിം കൊടുക്കുക. ബട്ട് അതൊരു വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. അവരുടെ വീഡിയോസിൽ ഭയങ്കര സംഭവമാണെന്ന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതൊരു ബിസിനസ്സായിട്ട് അവർ കൊണ്ടു നടക്കുന്നുണ്ടോ എന്ന് പോലും ഡൗട്ട്സ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ, അതൊരു ഹോബി ആയിട്ടാണ് അവർ തുടങ്ങുന്നത്? എന്താണ് അവരുടെ മോട്ടീവ് അതിനെ
ചേട്ടൻ എങ്ങനെയാണ് തോന്നുന്നത്? ഇറ്റ്സ് കോൾഡ് ക്രിയേറ്റർ എക്കോണമി. അവർ ക്യാപിറ്റലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന അവർ ഡിസ്ട്രിബ്യൂഷൻ്റെ മേലെയാണ്. അവർക്ക് സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതായത് അവരൊരു സ്റ്റോറിയോ പോസ്റ്റോ വീഡിയോയോ ചെയ്ത് കഴിഞ്ഞാൽ ആളുകളെ ലാൻഡിംഗ് പേജിലേക്ക് എത്തിക്കാൻ പറ്റും. അതായത് വെബ്സൈറ്റിലേക്കോ ഷോപ്പിലേക്കോ എത്തിക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് വേണ്ടി അതന്നെയാണ് അവർ ചെയ്യണത് അല്ലേ. അവരിപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് ആൾക്കാർ വരാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് അവർ സ്വന്തം അവർക്ക് വേണ്ടി ചെയ്യുന്നു. പക്ഷെ അതൊരു ബിസിനസ്സായി പലപ്പോഴും മാറാറില്ല. പലതും നിങ്ങൾക്ക് പേര് പോലും ഓർമ്മയില്ല. അതാണ് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനത് കണ്ടിട്ടുണ്ട്. എനിക്കും പേര് ഓർമ്മയില്ല, നിങ്ങൾക്ക് ഓർമ്മയില്ല. ഐ എം വെരി ഹോണസ്റ്റ്, എനിക്ക് ഓർമ്മയില്ല. എനിക്കാണെങ്കിൽ ഓർമ്മയില്ല. ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറിന് ഉള്ളത് ഇൻഫ്ലുവൻസർക്ക് ഇൻഫ്ലുവൻസ് ആണ്, അവർക്കുള്ളത് ഡിസ്ട്രിബ്യൂഷനാണ്. ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് മാത്രം ബിസിനസ് സക്സസ്ഫുൾ ആവില്ല. ബിസിനസ്സിന് എപ്പോഴും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് വേണം. എന്ത് പ്രൊഡക്റ്റ്, ഏത് വിലക്ക്, ഏത് രീതിയിൽ എന്നൊക്കെ പറഞ്ഞുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു പി മാത്രമാണ് അവർ സോൾവ് ചെയ്യണത്, പ്രൊമോഷൻ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാം ഫോൾ ഇൻ പ്ലേസ് ആയി ഒരു സ്ട്രക്ചേർഡ് ബിസിനസ്സായി മാറിയാൽ മാത്രമേ സക്സസ്ഫുൾ ആവുള്ളൂ. ഒരുപാട് പേരിലും ഒരുപാട് രീതിയിലൊക്കെ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് സക്സസ്ഫുൾ ബിസിനസ്സുകളോ ബ്രാൻഡുകളോ ആവാത്തത് അവർക്ക് അതിനെക്കുറിച്ചുള്ള ക്ലിയർ കട്ടഡ് ആയിട്ടുള്ള അറിവില്ല. എനിബഡി ലൈക്ക് യു നോ സി ഐ ഓൾവേസ് ബിലീവ് ഇൻഫ്ലുവൻസേഴ്സ്, നേരത്തെ ഇപ്പോൾ സെലിബ്രിറ്റീസിനെ കുറിച്ച് പിന്നെ ചോദിക്കാമെന്ന് പറഞ്ഞു, എങ്കിൽ പോലും സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സൊക്കെ ശരിക്ക് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് പണമല്ല. അതായത് ഒരു ഡീലിലൂടെ കിട്ടുന്ന പണമല്ല. ദേ ഷുഡ് ബി എയിമിങ് അറ്റ് വെൽത്ത്. മണി ആൻഡ് വെൽത്ത് ആർ 2 ഡിഫറെൻറ്റ് തിങ്സ്. വെൽത്ത് ഉണ്ടാവുക ബ്രാൻഡിൽ നിന്ന് ഉണ്ടാവുള്ളൂ. ബിസിനസ്സിൽ നിന്ന് വെൽത്ത് ഉണ്ടാവാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. മനസ്സിലായി? ആ പ്രോഫിറ്റബിലിറ്റിയും അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന എക്സിറ്റിലാണ് എപ്പോഴും വെൽത്ത് ഉണ്ടാവുന്നത്. അത് സംസാരിക്കണമെങ്കിൽ പിന്നെ ഒരു ബിസിനസ് ക്ലാസ് ആയി പോകും. ഐ എം നോട്ട് ടച്ചിങ് എവറിത്തിങ്. അപ്പോൾ ഇവർ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നല്ല ബിസിനസ് അറിയാവുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് അറിവെടുക്കാം, ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ ബിസിനസ് അറിയാവുന്ന ആളുകളുമായിട്ട് പാർട്ട്ണർ ചെയ്യാം, അടുത്തൊരു ഓപ്ഷൻ. എന്നിട്ട് ഇവർക്ക് എന്താണോ പവർഫുള്ളായിട്ട് അറിയാവുന്നത്, അവർക്ക് അറിയാവുന്നത് പ്രൊമോഷൻ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനകത്ത് കുറച്ച് ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ ഉണ്ടാവും. ഏത് രീതിയിൽ പരസ്യം ചെയ്താൽ, ഇപ്പോൾ അവർ മാത്രം ചെയ്യണമെന്നില്ലല്ലോ, അവർക്ക് കൊളാബറേഷനൊക്കെ ചെയ്യാൻ കുറച്ച് ആക്സസിബിലിറ്റി ഉണ്ടാവും. അതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് അതിൽ അവരുടെ ഡിസിഷൻ അവരെടുക്കുക. ബിസിനസ് ഹാൻഡിൽ ചെയ്യാൻ മറ്റാരെങ്കിലും ഉൾപ്പെടുത്തിയാൽ മതി. അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയോ ഒരു കൺസൾട്ടൻറ്റിനൊക്കെ വെച്ച് വളരെ പ്രോപ്പറായിട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഐ എം ഷുവർ ക്രിയേറ്റർ എക്കണോമി എന്നുള്ള സാധനം നമ്മുടെ ഈ കേരളത്തിൽ ഒരു മനുഷ്യനും ടച്ച് ചെയ്തിട്ടില്ല. വെരി റെയർ. സത്യം. ബ്രാൻഡ് റൺ ചെയ്യുന്ന ആൾക്കാരില്ല. ബിസിനസ് റൺ ചെയ്യണ ഈ മറ്റേ സാരിയും അതും ഇതൊക്കെ അവിടെ നിന്ന് മേടിച്ചു വിടുന്നു, വില കുറച്ചും വിൽക്കുന്നതൊക്കെ വിലയുടെ മേലെയാണ്. യു കനോട്ട് ക്രിയേറ്റ് എ ബ്രാൻഡ് ബൈ എന്താ പറയുക, അങ്ങനെ വില കുറച്ച് വിറ്റിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ വില കുറച്ച് വിൽക്കുന്നത് ഭയങ്കര മോശമാണെന്നല്ല, വില കുറഞ്ഞാലും ബ്രാൻഡാവും, പോപ്പുലർ ബ്രാൻഡാവും. ശരിക്കും ബ്രാൻഡ് എന്താണ്? ഇപ്പോൾ ഒരു സാധാ ടീഷർട്ട്, ഈ ടീഷർട്ട് ശരിക്കും മാർക്കറ്റിൽ 400 രൂപയാണ് വില എന്ന് വിചാരിക്കുക, റീറ്റെയിൽ പ്രൈസ്. ഇത് ഞാൻ 1000 രൂപയ്ക്ക് മേടിക്കുമ്പോൾ 600 രൂപ ഞാൻ കൊടുത്തത് ബ്രാൻഡിനാണ്. ദാറ്റ് ഈസ് ബ്രാൻഡ് വാല്യൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം വില കൂട്ടി വെക്കണം തന്നെയല്ലേ? ഉറപ്പായിട്ടും. ആ വിലയാണല്ലോ കിട്ടേണ്ടത്. ദാറ്റ് ഈസ് ബ്രാൻഡ് വാല്യൂ. അപ്പോൾ ആ ബ്രാൻഡ് വാല്യൂ കിട്ടാനുള്ള നല്ല കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇവർക്ക് എപ്പോഴും എല്ലാവർക്കും എല്ലാ ബിസിനസ്സും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ വേറൊരു ഒരു സംഭവം ഞാൻ പറയാം. പക്ഷേ സൗബിൻ ഷാഹിറിൻ്റെ സിനിമകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹം എങ്ങനത്തെ വേഷമാണ് ചെയ്യാറ്? ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് കൂലി എന്നുള്ള പറഞ്ഞ പടത്തിൽ ഒരു കൂലി വേഷമാണ് ചെയ്തത്. അയാൾ എല്ലാ പടങ്ങളിലും കുറച്ച് സാധാരണക്കാരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, തലയിൽ മുടിയില്ലാത്ത, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച് വളരെ പ്രാരാബ്ധമൊക്കെയുള്ള ആൾക്കാർക്ക് പിന്നെ മുടി വെക്കാനൊന്നും കാശുണ്ടാവില്ല. ഇപ്പം മുടിയൊക്കെ ഇല്ലാത്ത വലിയ സംഭവം ഒന്നുമല്ല. അങ്ങനെയൊക്കെയുള്ള വളരെ സാധാരണ നമ്മൾ കാണുന്ന നാട്ടിലൊക്കെ കാണുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. പക്ഷേ അയാളുടെ ഓഫ്ലൈൻ, അയാളുടെ ഇൻസ്റ്റാഗ്രാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്ലാംബോയൻറ്റ്. അതെ, ഭയങ്കര ഫ്ലാംബോയൻ്റ് ആണ്. അപ്പോൾ അയാൾക്ക് 2 ഇമേജ് ഉണ്ട്. അയാൾക്ക് ശരിക്കും ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാൻ പറ്റും. കാരണം അയാളുടെ സിനിമയായിട്ടെല്ലാം നമ്മൾ അസോസിയേറ്റ് ആണ്. ഇപ്പോൾ ഞാൻ സൗബിൻ ഷാഹിറിനെ കാണുന്ന ഒരു ഭയങ്കര ഫ്ലാംബോയൻ്റായ, നല്ല ലൈഫ് സ്റ്റൈലുള്ള, വളരെ യുണീക്കായിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈലുള്ള, അയാളുടെ കുറവുകളൊക്കെ ഉണ്ട് അല്ലേ? നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവാം, പക്ഷേ അയാൾക്ക് ചിലപ്പോൾ മുടി കുറച്ച് കുറവുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഇണങ്ങുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സൗബിൻ ഷാഹിറിന് തുടങ്ങാൻ പറ്റും. അതുപോലെ ഒരുപാട് ക്യാപ് കളക്ഷൻ ഉണ്ട്. ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്. ഇപ്പോൾ നീരജ് മാധവിന് ഒരു നല്ല സ്നീക്കർ കളക്ടറാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അയാൾ സിനിമയിൽ സ്നീക്കർ കളക്ടറായിട്ടല്ലല്ലോ അഭിനയിക്കണേ, അയാൾ ഫാമിലി മെയിലൊക്കെ ഗുണ്ടായിട്ടാണ് അഭിനയിച്ചത്. പക്ഷേ ഓഫ് ലൈൻ, അതായത് ആസ് ഇൻ വാട്ട് യു കോൾ ദാറ്റ്, സിനിമയുടെ പുറത്ത് അയാൾക്കുള്ള ഇമേജ് ഉപയോഗിച്ച് അയാൾക്ക് സ്ട്രീറ്റ് വെയർ ബ്രാൻഡിൻ്റെ ഭാഗമാകാൻ പറ്റും. ഇനി 2 രീതിയുണ്ട്. ഇപ്പോൾ സൗബിൻ ഷാഹിറിനോ അഗെയിൻ നമ്മുടെ നീരജ് മാധവിനോ ഏതെങ്കിലും ബ്രാൻഡ് എൻഡോഴ്സ് ചെയ്യാം. അപ്പോൾ ഒരു 1 ടൈം വരുമാനം കിട്ടും. അതിന് പകരം അവരെന്ത് ചെയ്യണം, ഒരു ബ്രാൻഡിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കണം. ഇപ്പോൾ നോർത്തിലൊക്കെ ഭയങ്കര കോമൺ ആണ്. ഹൈഫൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് കണ്ടിട്ടില്ലേ? സ്കിൻ കെയർ. അതുപോലെ എല്ലാ ബ്രാൻഡ്സും, ഇപ്പോൾ കെ ബ്യൂട്ടി, ഇതൊക്കെ നിങ്ങൾ വിചാരിക്കണത് കത്രീന ഇരുന്നിട്ടാണ് അതൊക്കെ പാക്ക് ചെയ്ത് വിടുന്നതാണ് വിചാരിക്കണേ. ഇറ്റ്സ് ഓൾ പാർട്ട്ണർഷിപ്സ്, ഇറ്റ്സ് ഓൾ കൊളാബറേഷൻസ്. അങ്ങനത്തെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പോൾ ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞ ആൾ പല ക്ലോത്തിങ് ബ്രാൻഡിൻ്റെയും അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ക്ലോത്തിങ് ബ്രാൻഡിൻ്റെയും ക്ലോത്തിങ് ബിസിനസ്സിൻ്റെ ഒക്കെ
ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ബിസിനസ്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ദുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡുമായിട്ട് റൺ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ 10 ഇരട്ടിയായിട്ട് വിൽക്കാനും 10 ഇരട്ടി വെൽത്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ദുൽഖർ സൽമാനെ പൈസ ഉണ്ടാക്കാൻ ഇങ്ങനെ പഠിപ്പിക്കേണ്ട മാത്രമുള്ള ബുദ്ധിവിവരമൊന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ ഒബ്സർവേഷൻ ഉണ്ടാവുമല്ലോ. ഉറപ്പായിട്ടും അൾട്രാ വയലറ്റ് അതുപോലത്തെ ഒരു മൂവാണ്. അൾട്രാ വയലറ്റ് അയാൾ ഇൻവെസ്റ്ററാണ്. അതുപോലെ മറ്റൊരു ഇതുണ്ട്, മറ്റേ വെൽ ബീയിങ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടൊരു ന്യൂട്രീഷൻ ബ്രാൻഡിലും അയാൾ ഇൻവെസ്റ്ററാണ്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ എൻഡോഴ്സ്മെൻറ്റിൻ്റെ ഫീ ലെറ്റ് ഓഫ് ചെയ്തിട്ട് അതൊരു സ്റ്റേക്കാക്കി മാറ്റുന്നു. ആ സ്റ്റേക്ക് നാളെ വലിയ കമ്പനിയായി മാറുമ്പോൾ ഇതിൻ്റെ ആ മൊത്തം ബ്രാൻഡ് വിൽക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിൽക്കുകയോ ചെയ്യുമ്പോൾ അതിന് വാല്യൂ ഉണ്ടാവുന്നു. അതാണ് വെൽത്ത് ക്രിയേഷൻ. അപ്പോൾ ദുൽഖർ ഈസ് ഡൂയിങ് ഇറ്റ്. ഐ തിങ്ക് ഓൺലി ദുൽഖർ ഈസ് ഡൂയിങ് ഇറ്റ്. എവറിബഡി ക്യാൻ കുഡ് ഡു. ടൊവിനോ ക്യാൻ ഡു, വാട്ട് യു കോൾ, എവറിബഡി ക്യാൻ ഡു. മമ്മൂട്ടി മോഹൻലാൽ ആൻഡ് ഓൾ മസ്റ്റ് ബി ഡൂയിങ് ഓൾറെഡി. പക്ഷേ ഞാൻ പറഞ്ഞത് യങ് ജനറേഷനിലുള്ള നീരജ് ക്യാൻ ഡു, സൗബിൻ ക്യാൻ ഡു, എവറിബഡി ക്യാൻ ഡു. അത് അവർക്ക് ഇണങ്ങുന്നത് കൂടി ആയിരിക്കണം. അതെ. സോ അവർക്ക് ഇണങ്ങുന്ന അവരുടെ സ്റ്റോറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്സിൽ എനിക്ക് തോന്നുന്നു ഹിപ്പ് ഹോപ്പൊക്കെ ആയിട്ട് തോന്നുന്നത് എനിക്ക് നേരത്തെ പറഞ്ഞ 2 പേരുകളാണ്. പിന്നെ അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ ദുൽഖർ ക്യാൻ ബ്രിങ് ഇൻ പെർഫ്യൂം ബ്രാൻഡ് ഓൾ ടുഗദർ. ഐ തിങ്ക് ബിക്കോസ് ഇപ്പോൾ ഷാറുഖ് ഖാൻ്റെ പെർഫ്യൂമിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവിടെ മൊത്തത്തിൽ ദേറ മാർക്കറ്റ് മുതൽ അങ്ങ് അമേരിക്കയിൽ വരെ പെർഫ്യൂം വെക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ്. ഡിപ്റ്റീക്ക് ആൻഡ് ഡാൻഹിൽ കോമ്പിനേഷൻ. ഡിപ്റ്റീക്ക് എന്നുള്ള ബ്രാൻഡ് ആൾക്കാർ കേട്ടു തുടങ്ങിയത് തന്നെ ഒരു പക്ഷേ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു നീഷ് ബ്രാൻഡാണല്ലോ. നീഷ് എന്ന് വിളിക്കാൻ പറ്റില്ല, പക്ഷേ എന്നാലും ഇറ്റ്സ് സ്റ്റിൽ എ നീഷ് ബ്രാൻഡ്. സോ ഇറ്റ് അസോസിയേറ്റ്സ് വിത്ത് യുവർ ഇമേജ് ഔട്ട്സൈഡ് സിനിമ. സിനിമയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അഭിനയിക്കാം. മറ്റേ ഏതോ തമാശക്ക് പറയും മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നായരും നമ്പൂരും വിട്ടൊരു കളിയില്ല, മമ്മൂട്ടി ചട്ടനും പൊട്ടനൊക്കെ ആയിട്ട് അഭിനയിക്കും. ദീസ് ആർ ഓൾ ക്യാൻ ബി നെഗറ്റീവ് തിങ്സ്. ഓർ ഞാൻ എം റെക്കോർഡിങ് സംബഡി എൽസ്. സോ അപ്പോൾ പക്ഷെ അതനുസരിച്ചല്ല ബ്രാൻഡുകൾ കണക്ട് ചെയ്യണം. മമ്മൂട്ടി ഹാസ് മോർ വേഴ്സറ്റൈൽ ഡ്രസ്സിങ് സ്റ്റൈൽ. സോ വെൻ മമ്മൂട്ടിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഫാഷൻ ബ്രാൻഡ് വിൽ ബി റിയലി നൈസ്. മോഹൻലാലിന് കൊണ്ടുവരാൻ പറ്റുന്ന ട്രഡീഷണൽ അതായിരിക്കും നല്ല ഒരു മുണ്ടെടുക്കുന്ന. ഇപ്പോൾ MCR ഇത് കണക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ അങ്ങനെയാണ്. സോ ഓരോരുത്തർക്ക് എന്താണ് സ്റ്റൈൽ ഇണങ്ങുന്നത്, അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കി അവരുമായി ഇരുന്ന് സംസാരിച്ച് മനസ്സിലാക്കി അവർക്ക് നല്ല നല്ല ബിസിനസ്സുകൾ തുടങ്ങാവുന്നതാണ്. തുടങ്ങുക എന്ന് പറഞ്ഞാൽ അവർക്ക് എളുപ്പമായിരിക്കില്ല. തുടങ്ങാൻ ഉള്ള ത്രെഡ് എടുത്ത് മറ്റുള്ള അതിന് വേണ്ട അസോസിയേഷൻസൊക്കെ കൊണ്ടുവന്ന്, അതായത് നമ്മൾ പറഞ്ഞത് പാർട്ട്നേഴ്സിനെയും കൊളാബറേറ്റേഴ്സിനൊക്കെ കൊണ്ടുവന്ന് നല്ല ബിസിനസ്സുകൾ ഉണ്ടാക്കാൻ പറ്റും. സാർ ഇപ്പം ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങിയ ഏത് ഇയറിലാണ്? English class as a seed idea in 2016. 16 and 17 we were doing B2B. അതായത് B2B എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ രീതിയിലാണ്. ചെന്നൈ സിൽക്സ് ആയിരുന്നു. ദ ചെന്നൈ സിൽക്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റൈൽ ചെയിനും ഇൻമാർക്ക് റീറ്റെയിൽ എന്ന് പറഞ്ഞ 2 ചെയിനിലായിരുന്നു നമ്മൾ ആദ്യം ചെയ്തിരുന്നത്. 2018 ലാസ്റ്റിലാണ് നമ്മൾ റീറ്റെയിലേക്ക് വന്നത്. ഒരു 300 rupees അല്ലെങ്കിൽ 250 ടീഷർട്ട് കിട്ടിയ സമയത്ത് എന്തായിരുന്നു ആ ധൈര്യം? ഒരു 800-നൊരു ടീഷർട്ട് സെല് ചെയ്യാൻ കാണിച്ച ധൈര്യം എന്തായിരുന്നു? പൊസിഷനിങ്. ഞാൻ ആദ്യം പ്രൊഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കാറേയില്ല. ഐ തിങ്ക് അബൌട്ട് ഞാൻ എവിടെ വെക്കണം, ഇതെവിടെ എത്തിക്കണം തീരുമാനിക്കുമ്പോഴാണ് നമുക്ക് ഏത് ലെവലിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, ഏത് രീതിയിൽ അതിനെ ബ്രാൻഡ് അസോസിയേഷൻ ചെയ്യണം, ആരെക്കൊണ്ട് പ്രൊമോട്ട് ചെയ്യിക്കണം, എന്ത് വിലയിടണം, അങ്ങനെയാണ്. അത് നമ്മളെപ്പോഴും പറയും പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ എന്ന് പറയുമെങ്കിലും അത് ആ ഓർഡറിലാണെന്ന് നിർബന്ധമില്ല. പിന്നെ നമുക്ക് കുറച്ച് എക്സ്പോഷർ ഉണ്ടായിരുന്നു. ആ എക്സ്പോഷറൊക്കെ ഉപയോഗിച്ച് അതിന് വേണ്ട ഇൻ്റർനാഷണൽ കൊളാബറേഷൻസൊക്കെ നടത്തിയാണ് അതിൻ്റെ പേര് വരെ ഇട്ടത് ആ ബ്രാൻഡിന്. ആസ് ഇൻ ലേബൽ എന്ന് ഞാൻ പറയും. ഞാൻ തന്നെ തെറ്റിക്കുന്നത് ശരിയല്ല, അന്നൊരു ലേബലായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് ബ്രാൻഡ് എന്ന് വിളിക്കാം, വലിയ രീതിയിൽ തന്നെ ബ്രാൻഡ് എന്ന് വിളിക്കാം. മേ ബി ഇന്നിപ്പോൾ നമുക്ക് 2-3 ഇൻ്റർനാഷണൽ സ്ഥലങ്ങളിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. വി ആർ സിറ്റിംഗ് ഇൻ ദുബായ്. വി ഹാവ് എ വെരി പ്രോമിനൻറ്റ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ദിസ്. കഴിഞ്ഞ ദിവസം നമ്മുടെ അസറില്ലേ, അസറൻസിൻ്റെ അദ്ദേഹം ഭയങ്കര ക്രിയേറ്റീവ് മാർക്കറ്റിങ്ങിൻ്റെ ആളാണ്. ഇപ്പോൾ പാത്രം എറിഞ്ഞുടച്ചാണ് അയാൾ തുടങ്ങിയെങ്കിൽ പോലും ഭയങ്കര സ്മാർട്ടായിട്ട് കറക്റ്റ് അൽഗോരിതം അറിയാവുന്ന ഒരാളാണ്. അതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടോ, ഇവിടെ മാക്സ് ഉണ്ട്, ഇവിടെ ആൾഡോ ഉണ്ട്, ഇന്ന ബ്രാൻഡുകളൊക്കെ ഉള്ള മോളിലാണ് ഞാൻ തുടങ്ങിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് എൻ്റെ മറ്റൊരു സുഹൃത്തായ ഒരാൾ അദ്ദേഹവും അതേ രീതിയിൽ വീഡിയോ ചെയ്ത് കണ്ടു. എനിക്ക് ഇവരോട് പറയാനുള്ളത്, നിങ്ങൾ മദീന മോളിൽ ഇവിടേക്കല്ലേ എത്തിയിട്ടുള്ളൂ. നമ്മൾ ബിസിനസ് ചെയ്യണത് OG ദുബായ് മോളിലാണ്. OG ദുബായ് മോൾ ഇസ് ബോജുമാൻ മോൾ. പണ്ട് ലൂയിട്ടോൻ്റെ ഷോറൂം ഉണ്ടായിരുന്നത് ബോജുമാൻ മാളിൽ മാത്രമാണ്. 1992 മുതലുള്ളതാണ് ദുബായ് മോൾ. പിന്നെ ഞാൻ എപ്പോഴും പറയാം, അറബികൾ ഓൺ ചെയ്യുന്ന അതായത് ലോക്കൽസ് ഓൺ ചെയ്യുന്ന ഒരു മാളിൽ ഒറ്റ മലയാളിക്ക് ക്ലോത്തിങ് ബ്രാൻഡ് റൺ ചെയ്യുന്നുള്ളൂ, അത് ഞാനാണ്. യൂസഫ് അലിഖാനെ മാത്രമേ നമുക്ക് മാറ്റി വെക്കാം. അതെൻ്റെ പൊസിഷണൽ വിഷനാണ്. എനിക്ക് എവിടെ വേണമെങ്കിൽ തുടങ്ങാമല്ലോ. എനിക്ക് മദീന മാളിൽ തുടങ്ങാൻ കുറച്ചുകൂടി റെൻറ്റ് കുറഞ്ഞ് കിട്ടും. ഇത്ര സ്ട്രിക്റ്റ് ആയിരിക്കില്ല കാര്യങ്ങൾ, ഒന്നുമില്ല ആയിരിക്കില്ല. ഞാൻ ഐ എം വെരി ക്ലിയർ. എൻ്റെ ഇന്ത്യയിലെ ഫസ്റ്റ് ഷോപ്പ് ശോഭ സിറ്റി മാളിലായിരുന്നു. എനിക്ക് തൃശ്ശൂർ മറ്റേ 1.5 ലക്ഷം രൂപ എന്തോ മന്ത്ലി റെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് തൃശ്ശൂർ ടൗണിൽ
അതിൻ്റെ 4 ഇരട്ടി വലുപ്പമുള്ള സ്റ്റോർ എടുക്കാം ഒന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി കുറഞ്ഞ പൈസക്ക് ചെറിയ സ്റ്റോർ ഇട്ടും തുടങ്ങാമല്ലോ. സോ യു ലുക്ക് അറ്റ് തിങ്സ് ഡിഫറെൻ്റ്ലി. ലൈക്ക് ഐ വാണ്ടഡ് ടു ക്രിയേറ്റ് എ ബ്രാൻഡ്. ഐ വാസ് വെരി ക്ലിയർ. ഇറ്റ് വാസ് എ സ്റ്റാർട്ടപ്പ്. നൗ ഇറ്റ് ഈസ് നോട്ട്. നേരത്തെ ശ്രുതി മുഖാന്തരമാണ് നമ്മളിവിടെ എത്തിയത്. സോറി, താങ്ക്സ് ടു ശ്രുതി. എഗെയിൻ ശ്രുതിയുടെ പേരെടുക്കുകയാണ്. ശ്രുതി ഇപ്പോൾ പെർഫ്യൂം പ്രൊജക്ട് തുടങ്ങി. അതേപോലെ ഒരുപാട് സെലിബ്രിറ്റീസ്, ഇപ്പോൾ നാട്ടിലെ സെലിബ്രിറ്റീസ് തന്നെ പറയാം, ഒരുപാട് പേര് ഇങ്ങനെ സ്റ്റാർട്ടപ്പാണോ ബിസിനസ്സാണോ, ചെറിയ ക്ലോത്തിങ് സ്റ്റോഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ്, ഇൻസ്റ്റഗ്രാം പേജ്, ആക്ച്വലി ഇൻവെസ്റ്റഡ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ കുറേ പേരുണ്ട്. എന്താണ് അതിനോടുള്ളൊരു, അതായത് അവർക്ക് ആക്ച്വലി നല്ല രീതിക്ക് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാം, ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് ദ ഐസ് ഓഫ് ദ പീപ്പിൾ. ബട്ട് സ്റ്റിൽ കുറേ പേര് ചെയ്യുന്ന ബിസിനസ്സിനോട് നമുക്ക് തന്നെ അതായത് വേണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട്. സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? ലൈക്ക് സെലിബ്രിറ്റീസ് ഓണിങ് ബിസിനസ്. സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ വലിയ സെലിബ്രിറ്റീസ് ഒന്നും അധികം ബിസിനസ് ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ. അതിനകത്ത് ആ വിഷയത്തിനകത്ത് ഞാൻ നേരത്തെ ടച്ച് ചെയ്യാൻ വിട്ടുപോയൊരു പോയിന്റ് ഞാൻ പറയാം. കേരളത്തിൽ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു പോയിന്റാണ്. നേരത്തെ പറഞ്ഞ ഈ കൗണ്ടർഫീറ്റിംഗ് ബിസിനസ് ചെയ്യുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതെ അതെ, ഭയങ്കര ഫേമസ്, മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള ഡോക്ടർമാർ മുതൽ നഴ്സുമാർ വരെ അതിനകത്തുണ്ട്. ആരാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇവരെന്താ ചെയ്യാറ്? ഫസ്റ്റ് ഇവരൊരു പേജിന് കുറച്ച് ഇൻഫ്ലുവൻസ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ഇവരൊരു കോപ്പി വെക്കുന്ന അതായത് കൗണ്ടർഫീറ്റ് വെക്കുന്ന ഒരു പേജിനായിട്ട് കൊളാബറേറ്റ് ചെയ്യും. ഫസ്റ്റ് 7A ക്വാളിറ്റി, 7A ക്വാളിറ്റി, 4A ക്വാളിറ്റി, 3G 3G എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. സത്യം. സെലിബ്രിറ്റീസ് അഗെയിൻ അവർക്ക് ലൈഫ് സ്റ്റൈൽ ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ അവർക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാം. ശ്രുതിസ് തിങ് ഈസ് എ സ്റ്റാർട്ടപ്പ്. ഐ ആം ദ മെൻറ്റർ, സോ ഐ നോ വാട്ട് ഇറ്റ് ഈസ് എ സ്റ്റാർട്ടപ്പ്. ഇറ്റ് ഈസ് ഗ്രോയിങ് വെരി നൈസ്ലി. ആൻഡ് ഷീ ഹാസ് ടോൾഡ് കുറെ പഠിച്ച് ചെയ്തതാണ്. നമ്മുടെ പോഡ്കാസ്റ്റിൽ ഇരുന്നിട്ട് തന്നെ പറഞ്ഞു പെർഫ്യൂമിനെ പറ്റി. ഷീ ഈസ് വെരി പാഷനറ്റ് അബൌട്ട് പെർഫ്യൂം മേക്കിംഗ്. ശ്രുതിയുടെ കാര്യം കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ശ്രുതി ഈസ് വെരി പാഷനറ്റ് അബൌട്ട് പെർഫ്യൂംസ്. ചെറുപ്പം മുതലേ അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു സമയത്ത് റിസർച്ച് ചെയ്തിരുന്നു സിനിമയിൽ ഓരോ സാധനങ്ങൾ കാണിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലും കൂടി കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ. ദാറ്റ്സ് വെരി ക്രേസി ഐഡിയ ആയിട്ട് തോന്നും, പക്ഷേ എല്ലാ വിഷണറികളും ക്രേസി ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ അദ്ദേഹത്തിന് ഒരു ബ്രാൻഡ് തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഷീ വാസ് വെരി ക്ലിയർ, എനിക്ക് പെർഫ്യൂം ബ്രാൻഡ് തുടങ്ങണം, ബിക്കോസ് എനിക്ക് പെർഫ്യൂംസിന് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ അതിനകത്ത് അസോസിയേറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഐ ആസ്ക്ഡ് വാട്ട് യു വാണ്ട് ടു ഡു, ലൈഫ് സ്റ്റൈൽ ബിസിനസ് വേണോ സ്റ്റാർട്ടപ്പ് വേണോ? ഷീ വാസ് വെരി ക്ലിയർ, ഷീ വാണ്ടഡ് എ സ്റ്റാർട്ടപ്പ്. അതുകൊണ്ടാണ് അവരിപ്പോഴും വർക്ക് ചെയ്യണേ. നമ്മൾ ശരിക്കും ഇത്രയും നല്ല നമ്പേഴ്സ് ആക്ച്വലി ചെയ്യുന്നുണ്ട്. ആ നമ്പേഴ്സ് ചെയ്യുമ്പോൾ അവർ വർക്ക് ചെയ്യണത് എന്തുകൊണ്ടാണ്? അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ മീറ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നമായിട്ട് ഒരു പ്രശ്നം സോൾവ് ചെയ്യേണ്ട ഒരു ബിസിനസ് അല്ല വേണ്ടത്. അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ അവരെങ്ങനെയും മാനേജ് ചെയ്യും, പക്ഷേ ബിസിനസ് നല്ലോണം ഗ്രോ ചെയ്യണം. അത് ടോപ്പ് ലൈനും ബോട്ടം ലൈനും ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഐ ഹാൻഡിൽ ലോട്ട് ഓഫ് തിങ്സ് ഫോർ ഹർ. സോ ഷീ ഈസ് ഡൂയിങ് ഫെൻറ്റാസ്റ്റിക്ലി വെൽ. അതുപോലെ മറ്റുള്ള നേരത്തെ പറയുന്നത് കോപ്പിയും കൗണ്ടർഫീറ്റ്സ് ഉള്ള ആൾക്കാരോട് എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഗെറ്റ് എ ലൈഫ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ബുട്ടീക്സ് റൺ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല കാര്യമാണ്. ഇപ്പം ഈ ഹാർഡ് ഡിസൈൻസ് അറിയാം. ഐ എം നോട്ട് എൻഡോഴ്സിങ് ഈ ഹാർഡ് ഡിസൈൻസ്. ദർ ആർ ലോട്ട് ഓഫ് പ്രോബ്ലംസ് വിത്ത് ഇറ്റ്. പിന്നെ മൂൺ ഗോഡസ് ആൾക്കാരെ പറ്റിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലേക്കൊന്നും ഞാൻ പോണില്ല. പക്ഷേ പറ്റിക്കലും ഈ കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരും അവരെ നമുക്ക് അങ്ങ് മാറ്റി നിർത്താം. അവർ കുറച്ചധികം പേരുണ്ട് ഇപ്പോൾ, എല്ലാ ഈച്ചമാരും മറ്റവരൊക്കെ ഉണ്ട് അതിനകത്ത്. അവരങ്ങ് മാറ്റി നിർത്താം. പക്ഷേ സെലിബ്രിറ്റീസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അവർക്ക് ബുട്ടീക്ക് സ്റ്റോഴ്സ് തുടങ്ങാം. അവർ ഹാൻഡ് പിക്ഡ് ആയിട്ട് കൊണ്ടുവന്ന് അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ടീമാണ് അഹാന ആൻഡ് സിസ്റ്റേഴ്സ്. പൊസിഷനിങ്ങിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ഒരു സൈഡിൽ ദിയ കൃഷ്ണ, ദിയ കൃഷ്ണ ഈസ് സെല്ലിങ് സംതിങ് ആക്സസിബിൾ ടു എവരി വൺ. ഷീ ഈസ് വെരി ക്ലിയർ. ഞാൻ ഓർണമെൻറ്റ്സ് എടുക്കാൻ ശ്രമിക്കുന്നു, ഇതാണ് പ്രൈസ്, നിങ്ങൾക്ക് വാങ്ങാം. അവർ ഒരു സ്കാം നടന്നപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് 40-50 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ട് അവരറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇമാജിൻ ഹെർ ടേൺ ഓവർ. 50 ലക്ഷം രൂപ നമ്മുടെ ബുക്സിൽ വന്നത് നമ്മൾ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇമാജിൻ. നമ്മുടെ കയ്യിൽ നിന്ന് 10 രൂപ പോയിട്ട് നമ്മൾ അറിയാതിരിക്കണമെങ്കിൽ മിനിമം 5000 രൂപ നമ്മുടെ കയ്യിലുണ്ടാവണം. ഉറപ്പായിട്ടും ആകെ 1000 രൂപ 100 രൂപക്കുള്ള നമ്മൾ അറിയും 10 രൂപ പോയി എന്ന്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ദ നമ്പേഴ്സ്. ഐ ഡോണ്ട് വാണ്ട് ടു എക്സാജറേറ്റ് ഓൺ ദാറ്റ്. പക്ഷെ അവരുടെ അതേ ഫാമിലിയിൽ നിന്ന് തന്നെ മറ്റൊരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ അഹാന ആൻഡ് സിസ്റ്റേഴ്സ്, ദേ വെരി ക്ലിയർ. അവർക്കൊരു പ്രീമിയം പൊസിഷൻ സംഭവമാണ് വേണ്ടത്. അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, പക്ഷേ ദേ ആർ സ്പോട്ട് ഓൺ. ശരിക്കും ക്രിയേറ്റർ എക്കോണമിയുടെ ഒരു എക്സാമ്പിളാണ് അഹാന ആൻഡ് സിസ്റ്റേഴ്സ്. അവർ 2 രീതിയിലുള്ള പൊസിഷനിങ് ആണ് അവർ ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ ചെയ്യുന്നത്. ദേ ആർ ഡൂയിങ് ഹാൻഡ് പിക്ഡ് സാരീസ്. വളരെ ലിമിറ്റഡ് ഡ്രോപ്പാണ്, ഡ്രോപ്പ് ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന ഫോട്ടോഷൂട്ട്സ് ആണെങ്കിലും ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അത് മാച്ച് ആവുന്നുണ്ട്. ഇതെല്ലാം ഒരു ഫിലോസഫി ബേസ്ഡ് ആയിരിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ. ഐ എം ലുക്കിംഗ് അപ്പ് ടു അഹാന ആൻഡ് സിസ്റ്റേഴ്സ്, ദാറ്റ് പെർട്ടിക്കുലർ ബ്രാൻഡ്. ദിയയുടെ ബിസിനസ്സിനേക്കാളും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് അതാണ്. ഇനി ബ്രാൻഡ് ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആൾക്കാർ കുറച്ചും കൂടി ഒരു വിഷണറികളാണെന്ന് ഞാൻ പറയും.
അവർക്കാകുമ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ഒരു എപ്പോഴും ഒരു പാനിക്കൊന്നും ഉണ്ടാവില്ല. വളരെ വില കുറച്ച് വിറ്റ് എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഉണ്ടാക്കണം, അങ്ങനെയല്ല. വില കുറച്ച് വിൽക്കുന്നത് മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. നേരത്തെ പറഞ്ഞത് വില കുറച്ച് വിൽക്കുന്നത് ഒരു രീതിയാണ്. ഇപ്പോൾ ഡേ ടു ഡേ എന്ന് പറഞ്ഞ സാധനം മോശമാണെന്ന അഭിപ്രായം കാര്യത്തിലും ഉണ്ടോ? വില കുറച്ചാണല്ലോ വിൽക്കണേ, എല്ലാം വില കുറച്ച് വിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ പല സാധനങ്ങളും നമ്മൾ ചില പെർട്ടിക്കുലർ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എല്ലാവരും പോയി മേടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് ഇന്ന കാറ്റഗറി ആൾക്കാർക്ക് വേണ്ടി എന്നുള്ളതൊന്നുമില്ല. പക്ഷേ അതുപോലെ എല്ലാം പല പല പൊസിഷനിങ് ആണ്. ഇപ്പോൾ സുഡിയോ മോശമാണെന്നുള്ള അഭിപ്രായമുണ്ട്, സുഡിയോയുടെ പ്രൊഡക്റ്റ് മോശമാണെന്നുള്ള അഭിപ്രായം എനിക്ക് വ്യക്തമായിട്ടുണ്ട്. അതേപോലെ അത് വിട്ടുപോയി കഴിഞ്ഞാൽ യൂണിഫോമായി പോകുന്നുള്ള അഭിപ്രായം നാട്ടുകാർക്കുണ്ട്. പക്ഷേ ആ ബിസിനസ് മോശമല്ല. ടാറ്റ ട്രെൻഡ്, ഞാനൊരു എക്സാമ്പിളോട് പറയാം. സുഡിയോൻ്റെ ഫ്രാഞ്ചൈസി എടുക്കാൻ വേണ്ടി എൻ്റെ അസോസിയേഷനിൽപ്പെട്ട ആൾക്കാർ തന്നെ 4-5 വർഷം മുമ്പൊക്കെ കുറേ പേര് അതിൻ്റെ ഫോർമൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ എൻ്റെ അടുത്ത് ഒപ്പീനിയൻ എടുക്കാനൊക്കെ അന്ന് ഞാൻ സെക്രട്ടറിയോ പ്രസിഡൻ്റ് എന്തായിരിക്കണം 2-3 വർഷം മുമ്പാണ് ആ സമയത്ത് ചോദിച്ചിരുന്നു. അന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തില്ല, കാരണം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ എൻഡോഴ്സ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഐ ഡു ഓൺലി ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇത് മറ്റേ ഡേ ട്രേഡിംഗ് ആണെന്ന് വിചാരിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അന്ന് സുഡിയോൻ്റെ സ്റ്റോക്ക് വാല്യൂ വാസ് ലൈക്ക് 2000 rupees ടാറ്റ ട്രെൻഡിൻ്റെ. ഇന്ന് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഈവൻ 2000, 800 rupees ഉള്ള സമയത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട് ഷെയർ. 4000-5000 rupees ആയി. അപ്പം സുഡിയോൻ്റെ ഫ്രാഞ്ചൈസി ഇടാൻ നടക്കുന്ന സമയത്ത് ആ ടാറ്റയുടെ ഷെയർ എടുക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഐ ആം നോട്ട് എൻഡോഴ്സിങ് അഗെയിൻ. ഐ ഡോണ്ട് എൻഡോഴ്സ് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൈ പൊള്ളുന്നൊരു ഗെയിമാണ്. ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ് ഗുരുകളൊക്കെ ഉള്ള കാലമാണ്. ഓൺലി എൻഡോഴ്സ് 1 or 2 of them. ബാക്കി എല്ലാവരും കോഴ്സ് വിൽക്കാൻ വേണ്ടി ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സൊക്കെ കാണിച്ചിട്ടാണ് ചെയ്യണത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. സോ സുഡിയോ ഈസ് ഓൾസോ എ ഗുഡ് പോപ്പുലർ ബ്രാൻഡ്, റൈറ്റ്? വില കൂടിയതേ ബ്രാൻഡ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡ് വാല്യൂ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഉള്ളതിനെക്കാട്ടിയും കുറച്ച് പൈസ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. അത് പ്രൊഡക്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കമ്പനിയുടെ വാല്യൂ അത് ബ്രാൻഡ് വാല്യൂ തന്നെയാണ്. സോ എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റീസ് കുറച്ചും കൂടിയും ഒരു വെൽത്ത് ക്രിയേഷനൊക്കെയാണ് ഐഡിയ എങ്കിൽ സ്റ്റാർട്ടപ്പ് രീതിയിലേക്ക് മാറ്റണം. അതല്ല അവരുടെ ലൈഫ് സ്റ്റൈൽ ഫണ്ട് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ചെയ്യുക. ദയവ് ഇത് കോപ്പി വിൽക്കാതിരിക്കുക. ഐ മീൻ കോപ്പി ആസ് ഇൻ കൗണ്ടർ ഫീറ്റ്സ് വിൽക്കാതിരിക്കുക. ഒരു മുന്നത്തെ കാലത്തില്ല, പക്ഷേ ഞാനിപ്പോൾ +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റഗ്രാമൊക്കെ ആക്റ്റീവായി തുടങ്ങുന്നതും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇപ്പോഴാണ് കുറച്ചായിട്ട് ട്രെൻഡായിട്ട് തുടങ്ങുന്നതും. അപ്പോൾ ഇംഗ്ലീഷ് കളേഴ്സിന് അതൊരു മോട്ടിവേഷൻ ആയിരുന്നു. ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിലൂടെ കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അതോ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് മണി? കാരണം ബ്രാൻഡ് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ടി വിയിലാണെങ്കിലും ഇംഗ്ലീഷ് കളേഴ്സ് മെയിൻ ടീഷർട്ടിലെ ബ്രാൻഡിങ് ആണ്. ഐ ടെൽ യു ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്സ്. ഓക്കെ, എനിക്ക് തോന്നുന്നു കുറച്ച് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ആദ്യമായിട്ട് ഞങ്ങൾ പ്രൊഡക്റ്റ് ഇട്ടത് സൗബിൻ ഷായർ ആയിരുന്നു. ഐ വാസ് വെരി ഹാപ്പി ടു സീ ദാറ്റ്, ബിക്കോസ് ഐ അസോസിയേറ്റ് വിത്ത് ഹിം ആസ് ഒരു ഫാഷൻ ഐക്കൺ സ്വഭാവമുള്ള ഒരാളാണ്. ഏറ്റവും നല്ല ഒരു ഫൈനൽ പ്ലേസ്മെൻറ്റ് നടന്നത് ദൃശ്യം 2-ലായിരുന്നു. അതും ദൃശ്യം 2-ൻ്റെ ട്രെയിലർ കട്ട് നിങ്ങളിപ്പോൾ പോയി കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇംഗ്ലീഷ് കളേഴ്സ് ടീഷർട്ട് ഉണ്ട്. അത് ഓർഗാനിക് പ്ലേസ്മെൻ്റ് ആണ്. ഇത് രണ്ടും ഓർഗാനിക് ആയിരുന്നു. ചാനൽ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ അത് ഓർഗാനിക് ആയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ എവിടെ അതിന് വേണ്ടി പൈസ ചിലവാക്കിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബിസ്മിയുടെ ആഡുമായി ബന്ധപ്പെട്ടിട്ട് കുഞ്ചാക്കോ ബോബൻ ഇട്ടതും ഓർഗാനിക്കായിരുന്നു. ജയസൂര്യ ഇട്ടിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഫാമിലിയുമായിട്ട്, അതും ഓർഗാനിക്കായിരുന്നു. നമ്മുടെ വിഷൻ നല്ലതാണ്, നമ്മുടെ നീയത്ത് നല്ലതാണെന്ന് നമ്മൾ പറയും. നല്ലതാണെങ്കിൽ, നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ, അത് കാണാൻ ഭംഗിയുണ്ട്, അത് ഇടാനുള്ള മെറ്റീരിയലൊക്കെ നല്ലതാണ്, എല്ലാം നമ്മൾ ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ നടക്കും. ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അന്ന് ആക്ച്വലി UGC എന്ന് പറഞ്ഞൊരു വേർഡില്ല. ഇന്ന് ഏറ്റവും വലിയ കീവേഡാണ് UGC, യൂസർ ജനറേറ്റഡ് കോണ്ടന്റ്. അതായത് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയിട്ട് ഇട്ടതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോക്കാണ് അത് പറയണത്. അതായത് ഒരു ഇൻഫ്ലുവൻസർ പറയുന്നത് ഞാനിത് മേടിച്ചു ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ്, അതില്ലാത്ത കാലത്ത് സ്വന്തമായി പറഞ്ഞ സെലിബ്രിറ്റീസുകളടക്കം വാങ്ങി ഞങ്ങളെ ടാഗ് ചെയ്യുമായിരുന്നു. വാങ്ങിയതുകൊണ്ട് അഗെയിൻ ഞാൻ പറഞ്ഞ എൻ്റെ ചാനൽ പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്, പെയ്ഡും പെയ്ഡ് അല്ലാത്തതൊക്കെ. അപ്പം അത് ഞങ്ങൾക്ക് അന്ന് ചെയ്യാൻ പറ്റിയത്, വി വർ വെരി ക്ലിയർ അബൌട്ട് ഹൗ ദിസ് ഷുഡ് ബി പൊസിഷൻഡ്. അതിനകത്തൊരു പ്രോബ്ലം ഐ വിൽ ടെൽ യു, ഐ ആം വെരി ഒബ്സസ്ഡ് വിത്ത് ദ 4 Ps. അതിനകത്തൊരു പ്രൈസിങ് ഫാക്ടർ, നേരത്തെ നിങ്ങൾ വലിയൊരു പ്രൈസാണല്ലോ എന്ന് ചോദിച്ചതുപോലെ തന്നെ അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നാളെ മമ്മൂട്ടി എന്ന് പറഞ്ഞ ആക്ടർ ഒരു ടീഷർട്ട് ഇട്ട് വന്നു. നമ്മുടെ എഫിൻ എന്ന് പറഞ്ഞ ബ്രോ, ഞാൻ ബ്രോ എന്ന് വിളിക്കില്ല, കാരണം അദ്ദേഹം ചില സമയത്ത് കോപ്പി ഷോപ്പുകളൊക്കെ എൻഡോഴ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് ചെയ്യുന്നതുകൊണ്ട് മാത്രമേ എനിക്ക് ആളെടുത്ത് താല്പര്യമില്ല. അതർവൈസ് ഈസ് എ ഗുഡ് ഇൻഫ്ലുവൻസർ എന്ന് വേണമെങ്കിൽ, ഓൾമോസ്റ്റ് ഗുഡ് ഇൻഫ്ലുവൻസറാണ്. അതിനേക്കാൾ കോണ്ടൻറ്റൊക്കെ നന്നായി ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെങ്കിലും ആളൊരു ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഉണ്ടായ ഒരാളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇത് ഡിഫിക്കൽട്ടാണെന്ന് എനിക്കറിയാം. എന്നപ്പോൾ അദ്ദേഹം വന്നിട്ട് പറയും മമ്മൂട്ടി ഇട്ട ടീഷർട്ടിൻ്റെ വില 1,00,000 രൂപ. ഇത് കേട്ട് കഴിഞ്ഞാൽ എനിക്കോ യാസീനോ വൃഷാലിക്കോ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. 1,00,000 രൂപ എടുത്ത് നമ്മൾ ടീഷർട്ട് മേടിക്കാൻ പോകണില്ല. നേരെ മറിച്ച് അദ്ദേഹം ഇട്ട ടീഷർട്ടിന് 1,500 രൂപ. നമ്മുടെ തലയിലൊരു ബൾബ് എത്തും, 1,500 രൂപ ഞാൻ ടീഷർട്ട് മേടിക്കാറുണ്ട്.
അപ്പോൾ ആക്സസിബിൾ ആയിട്ടുള്ള സാധനം കൂടി ആയിരിക്കണം. സോ ഞാൻ ഇംഗ്ലീഷ് കളേഴ്സിനെ പൊസിഷൻ ചെയ്തപ്പോൾ സെലിബ്രിറ്റീസ് ഇടുകയും ചെയ്യണം, പക്ഷേ അതിൻ്റെ വില ഭയങ്കര കൂടുതലാവരുത്, ഭയങ്കര കുറവും ആവരുത്. സോ ഇതെല്ലാം ഈ 4 പീസിൻ്റെ ഒരു ബ്ലെൻഡാണ്. ആ ബ്ലെൻഡ് ചെയ്യാൻ അറിയണമെങ്കിൽ കുറച്ച് പണിയാണ്. പഠിപ്പിച്ചു കൊടുക്കണമെന്നൊന്നും വിരോധമില്ല. ഞാൻ ഐ എം വെരി ഓപ്പൺ ടു ടീച്ച് എനിബഡി. ടീച്ച് ആസ് ഇൻ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഓപ്പണാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ യു ക്യാൻ ബി നോളജബിൾ ഫ്രം അതേഴ്സ് നോളജ്, യു കനോട്ട് ഗെറ്റ് വൈസ് ഫ്രം അതേഴ്സ് വിസ്ഡം. സോ ഐ ബിലീവ് ഇൻ ദാറ്റ്. സോ ഐ എം റെഡി ടു ഷെയർ ദ നോളജ്. അപ്പോൾ അത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്നുള്ളത് ബോധപൂർവമായി ചെയ്തതുണ്ട്, ഓർഗാനിക്കലി സംഭവിച്ചതുണ്ട്. നമ്മൾ നല്ലൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ എന്താ പറയുക, നാച്ചർ നമുക്ക് വേണ്ടി സഹായിച്ചതുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വിൽ ബി വെരി ഹോണസ്റ്റ് ഓൺ ദിസ് പോഡ്കാസ്റ്റ്, ഞങ്ങൾക്കത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് ബിസിനസ്, ലൈഫ് സ്റ്റൈൽ ബിസിനസ്, ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ചൊക്കെ റിപ്പീറ്റഡ്ലി പറയുന്നത്. ഐ ആം ടെല്ലിംഗ് ടു മൈ ഓൾ ഡയറക്ടേഴ്സ് ഓൾസോ. വാട്ട് ഡു യു തിങ്ക് ഐ എം ടെല്ലിംഗ് യു? നോ, ഐ എം ടെല്ലിംഗ് ടു ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇപ്പോൾ എൻ്റെ അസോസിയേഷനിൽ തന്നെ എൻ്റെ ബ്രാൻഡിൻ്റെ ഇംഗ്ലീഷ് കളേഴ്സ് എന്നാണ് ബ്രാൻഡ് നെയിം. ഇംഗ്ലീഷ് എന്ന് പേരിട്ടിട്ട് ബ്രാൻഡ് തുടങ്ങിയ ആളുണ്ട്. I was the joint secretary. I was the secretary for 2 years. I was the I don't want to use that word, F word here, president of the association. At the same year, somebody started a clothing label called English Clothing. Clear, blatant, whatever you call that is it, right? അത്ര നാണം കെട്ടവന്മാർ ഞങ്ങളുടെ അസോസിയേഷനിലുണ്ട്. വളരെ മാന്യന്മാരാണ് 99%. പേര് അടുത്ത് മാത്രം പറയാനുള്ള. ഐ വിൽ ബി ആംഗ്രി. യു സി, ഞാൻ നാട്ടുകാരെ സേവനം നടത്താനാണ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഇരിക്കുന്നത്. എൻ്റെ വിലപിടിപ്പുള്ള സമയം തന്നെയാണ്. നിങ്ങൾക്കൊക്കെ സമയത്തിന് വിലയില്ലേ? ഈ സമയം കൊടുത്ത് ഞാൻ നാട്ടിൽ നല്ലത് പറഞ്ഞു കൊടുത്ത് ആ പ്രശ്നങ്ങളും പരിഹാരങ്ങളൊക്കെ കണ്ടെത്തി GSTക്ക് വേണ്ടി ഞാൻ വെയിലുകൊണ്ടിട്ടുണ്ട് പോയിട്ട്. ബാക്കി ഒരു കാര്യത്തിന് ഞാൻ വെയിലുകൊണ്ടിട്ടില്ല. സ്കൂൾ രാഷ്ട്രീയമില്ല, കോളേജ് രാഷ്ട്രീയമില്ല, ഇതൊന്നും ഇല്ലാതെ ഞാൻ തെരുവിൽ ഇറങ്ങിയിട്ടുള്ളത് GST കുറക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ പേര് കോപ്പി അടിക്കാൻ ഇയാൾക്കൊക്കെ നട്ടലിന് പകരം വാഴപ്പിണ്ടിയാണെന്ന് ഞാൻ പറയൂ. ഇത് വെരി ക്ലിയർ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും അതിനകത്തുണ്ട്. അവരോടൊക്കെ കൂടിയിട്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണത്. സി, ഇറ്റ്സ് നോട്ട് അബൌട്ട് ന്യൂ ആൾക്കാർ വന്നിട്ട് ഇത് കാണട്ടെ എന്ന് വിചാരിച്ച് മാത്രമല്ല. അതുപോലെ പൊളിറ്റിക്സ്, ഇപ്പോൾ അസോസിയേഷനിൽ ഉണ്ടാവുന്ന പൊളിറ്റിക്സ്, ഇതൊക്കെ നമ്മൾ, നിങ്ങൾക്ക് എന്താ തോന്നണത്? ഞാനൊക്കെ ഒരു 3 ലെയർ അപ്പുറം ചിന്തിക്കുന്ന ആളാണ്, 3 ലെയർ പിന്നോട്ടും ചിന്തിക്കും. അതെൻ്റെ സൂപ്പർ പവറാണ്. ADHD is a superpower. I believe ADHD is a superpower. ഒബ്സർവേഷണൽ സ്കിൽ ഈസ് എ സൂപ്പർ പവർ. ഇതെനിക്കുണ്ട്. അപ്പോൾ ഐ തിങ്ക് അബൌട്ട് തിങ്സ്. എനിക്ക് ഞാൻ എപ്പോഴും ഒരു ഡിപ്ലോമാറ്റായി മാറിയത്. ഇറ്റ്സ് എ ഡിപ്ലോമാറ്റിക് പൊസിഷൻ, റൈറ്റ്? നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ നേരത്തെ ഇംഗ്ലീഷ് ക്ലോത്തിങ് എന്ന് പറഞ്ഞ് എൻ്റെ പെർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ബെനിഫിറ്റ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ആളെ വരെ എനിക്ക് നേരിട്ട് സംസാരിക്കുമ്പോൾ ചിരിച്ച് സംസാരിക്കാൻ പറ്റൂ, പറയും മെമ്പറിനെ പറയാൻ പറ്റൂ. ബിക്കോസ് ഐ എം ദ പ്രസിഡൻറ്റ് ദെയർ, ഐ എം ദ ചെയർമാൻ ദെയർ, അപ്പോൾ ഐ എം ദ വൈസ് പ്രസിഡൻറ്റ് ദെയർ. എനിക്ക് എല്ലാവരും ഒരുപോലെ കാണാൻ പറ്റുള്ളൂ. സോ ഇതൊന്നും ശരിയല്ല. ഇപ്പം ഞാൻ പറയട്ടെ, എൻ്റെ ബ്രാൻഡ് ക്യാപിറ്റലൈസ് ചെയ്തില്ല, ആ പൊസിഷൻ ക്യാപിറ്റലൈസ് ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ബിസിനസ്സായി മാറി. ഒരു സ്റ്റാർട്ടപ്പായിട്ട് ഞാൻ കൊണ്ടുപോയിരുന്ന സാധനം ലൈഫ് സ്റ്റൈൽ ബിസിനസ്സായി മാറി. ഐ എക്സിറ്റഡ് ദ ബിസിനസ്, നോബഡി നോസ്. 2.5 years ago, I still own the shares. I don't operate the brand anymore. I only operate one store, that is English Colours Bergerman, because that is still my bread. I make butter from other business. I am an investor in so many already successful businesses. You would know, I don't want to name it because I don't take credit just like that. You will come to know what I have invested later on. See, I am not calling myself rich. I haven't said I have retired. I am not saying I am successful also. പിന്നെ എനിക്ക് ലൈഫ് സ്റ്റൈൽ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ആയി നിൽക്കുന്ന സമയത്ത് എൻ്റെ ബ്രെഡിന് വേണ്ടി ചിലപ്പോൾ ഞാനത് ചെയ്യും. പക്ഷേ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞില്ല ഐ എം എ ട്രൂ ഓണ്ടർപ്രണർ എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല. സ്റ്റാർട്ടിങ് സ്റ്റേറ്റ്മെൻറ്റിൽ ഐ വാസ് വെരി ഓണസ്റ്റ്. ഐ സ്റ്റിൽ ഹാവ് എ ലൈഫ് സ്റ്റൈൽ ബിസിനസ്. എ പാർട്ട് ഓഫ് ഇറ്റ് ഈസ് മൈൻ. ഐ ഹാവ് എ സ്റ്റാർട്ടപ്പ്. ഐ ഹാവ് ഫ്യൂ സ്റ്റാർട്ടപ്സ്. ഓ, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് ഇംഗ്ലീഷ് കളേഴ്സ് ആയിരുന്നില്ലേ എന്ന്? യു നോ ഇറ്റ് മാൻ. You know it. Everybody know the brand name. Who is Abbas Addara? You Google it and you'll find out it is my brand. You go to the trademark registry or wherever, you'll find my name. I'm there. My name was Muhammad Abbas M.A. I made it Abbas Abdur Rahman and then later turned it to Abbas Addara because my father was belovedly called as Addara. Okay. If I go to that extent to brand myself, I will go to any extent to brand my brand. അത്രയും കഷ്ടപ്പെട്ടും സമയമെടുത്തും ചിലവഴിച്ച് ചെയ്ത സാധനം ബ്ലാറ്റൻലി കോപ്പി അടിച്ചിട്ട് അയാളെൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താ അറിയോ? ഓ, നിങ്ങളുടെ ബ്രാൻഡ് നെയിം നിങ്ങൾക്ക് എന്നെ അറിയില്ല, എനിക്ക് യാതൊരു പരാതിയുമില്ല. എൻ്റെ അസോസിയേഷനിലകത്തിരിക്കുന്ന ഒരു തേർഡ് റേറ്റ് മനുഷ്യൻ എന്നെ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അയാൾ കള്ളനാണ്, എക്സ്ട്രീം കള്ളൻ. അത് കോപ്പിയടിയാണ്, അത് ഇൻസ്പിറേഷനാണെന്ന് എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഇൻസ്പിറേഷനായിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി ഞാൻ കൂളായേനെ. ബ്ലാറ്റൻലി കോപ്പി അടിച്ച് വെച്ചിട്ട്
കൺഫ്യൂഷൻ ആവില്ല. നിങ്ങൾ ഇംഗ്ലീഷ് കളേഴ്സ് ഇംഗ്ലീഷ് ക്ലോത്തിങ് കേട്ടാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. നിങ്ങൾ വിചാരിക്കും അത് ഇംഗ്ലീഷ് കളേഴ്സിൻ്റെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കും. എന്നിട്ട് ആ പ്രൊഡക്റ്റ് മോശമായി കഴിഞ്ഞാൽ ചീത്തപ്പേരായിരിക്കും കിട്ടുക. നല്ലതാണെങ്കിൽ എനിക്കതിന് ബെനിഫിറ്റും കിട്ടില്ല, ചീത്തയാണെങ്കിൽ ചീത്തപ്പേര് കിട്ടും. സോ ഇതൊക്കെ ഇയാളൊക്കെ ഇനിയിപ്പോൾ ഏതോ ആളാവട്ടെ നല്ല രീതിയിൽ പോയി അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ടും ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി പൈസ ഇട്ട് മറ്റുള്ളവൻ്റെ വേർപ്പിൻ്റെ അല്പം മറ്റേ എന്താ പറയുക ഭാഗമാണ് ഇവനൊക്കെ പറ്റി ജീവിക്കണേ. അതിലുള്ളൊരു അമർഷം കൂടി ഉണ്ട് ഈ കാര്യത്തിൽ. പക്ഷേ ജനറലി ഞാൻ കോപ്പിക്കും കൗണ്ടർ ഫീറ്റ്സിനും എതിരാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ലൈഫ് സ്റ്റൈൽ ബിസിനസ്സായ ഒരു സംവിധാനം ആയി മാറുന്നുണ്ട് ചില ബിസിനസ്സുകൾ സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയിട്ട്. ഇംഗ്ലീഷ് കളേഴ്സ് വാസ് എ സ്റ്റാർട്ടപ്പ്. ഇറ്റ്സ് നോട്ട് എ സ്റ്റാർട്ടപ്പ് എനിമോർ, ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ ബിസിനസ്. ഐ ഡോണ്ട് നോ, മേ ബി ഇറ്റ് വിൽ ബിക്കം എ ലൈഫ് സ്റ്റാർട്ടപ്പ് അഗെയിൻ, മേ ബി, ഗോഡ് വില്ലിങ്. ഒരു ഇപ്പോൾ ബിസിനസ് ഓണർ ആയിരുന്ന ഒരാൾ ഒരു ഫ്യൂ അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മൾ നോക്കിക്കാണണം. ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ പഴയ നല്ല അഡ്വർടൈസ്മെൻറ്റ്സ് വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാറുണ്ട്. ഒരു ഫ്യൂ അഡ്വർടൈസ്മെൻറ്റ്സ് നല്ല അടിപൊളിയായിട്ട് അഡ്വർടൈസ്മെൻറ്റ്സ് തോന്നിയ ഫ്യൂ അഡ്വർടൈസ്മെൻറ്റ്സ് ഏതായിരിക്കും? I'll go to Apple for the advertisements. Apple as a brand I like a lot. It is because I like Steve Jobs a lot. ഞാൻ പണ്ട് MBA എൻട്രൻസ് എക്സാം എഴുതിയിട്ട് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് വാരണാസിയിൽ. നമ്മുടെ PM നരേന്ദ്രമോദിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണത്. അതായത് അവിടെ നിന്നാണ് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്. അവിടെ ഉള്ളൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രെയിനിൽ പോകുമ്പോൾ 2.5 ദിവസം ട്രെയിനിലിരിക്കണമായിരുന്നു. ഐ തിങ്ക് ഫ്രം ചെന്നൈ ടു ആ സമയത്താണ് ഞാൻ സ്റ്റീവ് ജോബ്സ് ബൈ വാൾട്ടർ ഐസാക്സൺ എന്നുള്ളൊരു പുസ്തകം വായിക്കണം. അതെന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു പുസ്തകമാണ്. സോ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി മൊത്തം പറയുന്നുണ്ട്. അദ്ദേഹം എങ്ങനെ ജനിച്ചു, ആർക്ക്. ഡു യു നോ ദാറ്റ് ഈ സ്റ്റീവ് ജോബ്സ് എന്ന് പറഞ്ഞ ആൾ ഒരു എന്താ പറയുക കല്യാണം കഴിക്കാത്ത സമയത്തുള്ളൊരു പ്രണയത്തിലുണ്ടായ കുട്ടിയാണ്. അതായത് ഒരു മുസ്ലിം ഒരാളും ഒരു ക്രിസ്ത്യൻ ലേഡിക്കും അവർ പ്രണയിച്ച് നടക്കുമ്പോൾ ഉണ്ടായ ഒരു കയ്യബദ്ധമാണത്. പിന്നീട് അദ്ദേഹത്തിന് ഒരു ഗരാജ് ഓണർ അഡോപ്റ്റ് ചെയ്യുകയും അയാൾക്ക് വിളിച്ച പേരാണ് സ്റ്റീവൻ പോൾ ജോബ്സ്. അതാണ് പിന്നീട് സ്റ്റീവ് ജോബ്സ് ആയത്. അപ്പം നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ലേ? അപ്പോൾ ലോകത്തിൽ ഞാനും നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ ഉണ്ടാക്കിയ ആൾ തന്നെ ഹിസ് ബർത്ത് വാസ് നോട്ട് പ്ലാൻഡ്. ജസ്റ്റ് ഇമാജിൻ അവർ ഡിഫിക്കൽട്ടീസ് നൗ. എന്നിട്ട് അദ്ദേഹം വളരെ ഒബ്സസീവായിരുന്നു. അദ്ദേഹം ഒരു മാർക്കറ്റർ മാത്രമായിരുന്നു. അദ്ദേഹത്തിന് പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. വോസ്നിയാക്ക് വാസ് ബിൽഡിംഗ് ദ പ്രൊഡക്ട്സ്. റൊണാൾഡ് വെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ആ സമയത്തുണ്ടായിരുന്നു. ഹി ക്വിറ്റ് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഇപ്പോൾ ടിം കുക്ക് ഈസ് ഡൂയിങ് എ ട്രെമെൻഡസ് ജോബ് ഇൻ ടേംസ് ഓഫ് ഈ മെയിൻറ്റെയിനിങ് ദാറ്റ് കമ്പനി. ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. ഫോൾഡുള്ള ഫോണില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് തോക്കില്ല പറയുന്നുണ്ട്. അല്ല, വരുമായിരിക്കും. ദേ ടേക്ക് ദ ടൈം. കാരണം അവരുടെ ബ്രാൻഡ് പൊസിഷനിങ് ഈസ് റിയലി സ്ട്രോങ്. സോ അവർക്ക് ആ സമയം എടുത്ത് ചെയ്താൽ മതി. സോ അഡ്വർടൈസ്മെൻറ്റ്സിലേക്ക് വരുമ്പോൾ ഐ തിങ്ക് ആപ്പിൾസ് ക്ലീൻ അപ്രോച്ച് ഐ ലൈക്ക്. ലിവൈസിൻ്റെ ഏർലി സ്റ്റേജ് അഡ്വർടൈസ്മെൻറ്റ്സ് ഐ റെഫർ ബാക്ക് ടു. പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേറെ ഒന്നും പെട്ടെന്ന് കിട്ടണില്ല. പക്ഷേ ഐ തിങ്ക് ഐ ലൈക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് എ ലോട്ട്. എനിക്ക് കോപ്പി റൈറ്റർ ആണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ അഡ്വർടൈസ്മെന്റ്സ് ഒരാളെ ആക്ച്വലി ഒരു സാധനം മേടിക്കാൻ പുഷ് ചെയ്യുന്നുണ്ടെന്ന് തോന്നാറുണ്ടോ? Of course. There are certain people who doesn't like to advertise things, like people who still believe that it's a waste of money. Everything is a decision, right? എനിക്കത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണ്ട. എനിക്ക് അഡ്വർടൈസ്മെന്റ്സ് ചെയ്യാതെ പൊതുവെ what does your like ഇപ്പം there is a saying, okay, जो दिखता है वो बिकता है എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണോ കാണുന്നത് അതാണ് വിൽക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കാണിക്കുന്ന രീതിയാണ് അഡ്വർടൈസ്മെന്റ്. നമ്മൾ കാണിക്കേണ്ട ആൾക്കാരെ കാണിച്ചാലേ വിൽക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ വിൽക്കാൻ പറ്റുന്ന ആൾക്കാർ യു ആർ സ്മാർട്ട്, യു ആർ ദാറ്റ് 1%, യു ആർ ടോക്കിംഗ് അബൌട്ട് ദ 99%. അഡ്വർടൈസ്മെന്റിന് ചിലവാക്കുന്ന പൈസയെ എക്സ്പെൻസ് അല്ലാതെ അതൊരു അസറ്റായിട്ട് കാണുന്ന ആളുകൾ വരെയുണ്ട്. ഉറപ്പായിട്ടും. ഓഫ് കോഴ്സ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റായിട്ട് കാണുന്നുണ്ട്. സെയിൽസ് ഈസ് എ ഹുക്കപ്പ്, മാർക്കറ്റിംഗ് ഈസ് യുവർ ഗേൾ ഫ്രണ്ട്, ബ്രാൻഡിങ് ഈസ് യുവർ വൈഫ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ വൈഫാണ്. വൈഫിന് നല്ലപോലെ മര്യാദക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സോ വാട്ട് ഐ എം സേയിങ് ഈസ് അഡ്വർടൈസ്മെൻറ്റ് ഒരു അസറ്റാണ്. ആസ് ലോങ് ആസ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത മറ്റൊരു പുസ്തകമുണ്ട്. ഞാൻ ചിപ്പേർട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ മാർക്കറ്റ്, ഞങ്ങൾ തുണിക്കച്ചവടം ആയതുകൊണ്ട് അവിടെയൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി പോകും. 2013 ഞാൻ ചേട്ടൻ്റെ കൂടെ അവിടെ അതിനെ പോകുമ്പോൾ ഒരു റോഡ് സൈഡ് ബുക്ക് സെല്ലറുടെ കയ്യിലാണ് ഒരു പുസ്തകം കണ്ടത്. അതിൻ്റെ ക്യാപ്ഷൻ കണ്ടിട്ടാണ് ഞാൻ ഇൻട്രസ്റ്റഡ് ആയത്. യുവർ മാർക്കറ്റിംഗ് സക്സ് എന്നാണ് അതിൻ്റെ പേര്. അതിനകത്ത് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഒരു ദിർഹമോ ഒരു രൂപയോ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ചിലവഴിച്ചാൽ ആ ഒരു ദിർഹമെങ്കിലും തിരിച്ച് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതായത് ഒരു ROI ബേസ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സോ മാർക്കറ്റിങ്ങോ നിങ്ങൾ ചെയ്യണം. അതിനെക്കുറിച്ച് ഇലാബറേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്നെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ബ്രാൻഡുകളിലോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലോ മറ്റാർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാനത് ആ ഫിലോസഫി പറഞ്ഞു കൊടുക്കാറുണ്ട്. മേക്ക് ഷുവർ ദ ROI ഈസ് ഇൻടാക്ട്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാപ്പൻസ്. അല്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിൽ ROAS ഈസ് ഗുഡ്.
റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് ഈസ് ഗുഡ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് മാത്രം ഉണ്ടാവേണ്ട കാര്യമില്ല, പ്രൊഡക്റ്റ് നല്ലതായിരിക്കണം. ഇപ്പോൾ പൊട്ട പ്രൊഡക്റ്റിനൊന്നും ഇതിന് സാധ്യതയില്ല. കാരണം എല്ലാം ഇറ്റ്സ് വെരി ഈസി ടു കമ്പയർ വിച്ച് പ്രോഡക്റ്റ് ഈസ് ഗുഡ്. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ AI ഈസ് ടെല്ലിങ് യു വാട്ട് ഈസ് ദ ആവറേജ് റിവ്യൂ ഓഫ് ദ പ്രൊഡക്റ്റ്. ആമസോണിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഷോ അപ്പ്. ഇതിൽ റിവ്യൂ ഓരോ റിവ്യൂ ഒന്നും പോയി നമ്മൾ ഇനി വായിക്കേണ്ട കാര്യമില്ല. എല്ലാ റിവ്യൂസും എടുത്തിട്ട് പറയുന്നത് ഇവർ ആൾക്കാർ പറയുന്നത് അഫോർഡബിൾ ആണെന്ന്, ഇതിൻ്റെ സർവീസ് ക്വാളിറ്റി മോശമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ഈസി ഫോർ കൺസ്യൂമർ. സോ ഇതെല്ലാം കൺസ്യൂമർ ഫ്രണ്ട്ലിയാണ്. സോ കൺസ്യൂമർ ഈസ് അവെയർ, ടെക് ഈസ് സോൾവിങ് ദെയർ പ്രോബ്ലം. സോ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഒന്നും ഇനിയൊരു ലോ ക്വാളിറ്റി ഒന്നും ഒരു ഓപ്ഷനേ അല്ല. ഇറ്റ് ഷുഡ് ബി വെരി എന്താ പറയുക, നമ്മൾ എന്താണോ വാല്യൂ പ്രൊപ്പോസിഷൻ കൊടുക്കുന്നത് അത് ഇൻടാക്റ്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പരസ്യം കുറച്ച് ചെയ്തുകൊണ്ടും കാര്യമില്ല. അതൊക്കെ വളരെ ഇതെല്ലാം ഒരു സ്ട്രാറ്റജിക് ഡിസിഷനാണ്. സാർ ഇപ്പം ഇംഗ്ലീഷ് കളേഴ്സ് എന്നുള്ള ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ നല്ല രീതിയിൽ പോകുന്നു. എന്താണ് ഇനി അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്? എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എന്താണ് ഇന്ദുജുറിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്നുള്ള രീതിയിലാണ്. അതായത് ഇംഗ്ലീഷ് കളേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയതാണ്. ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ ബിസിനസ് നൗ. മേ ബി ഇറ്റ് വിൽ ഗോ ബാക്ക് ടു സ്റ്റാർട്ടപ്പ് അഗെയിൻ. ദെയർ ആർ ടോക്സ് ഹാപ്പനിങ്. ഇറ്റ്സ് ബീൻ 2.5 years off the grid of the steering wheel. Let's see where it goes. I'll come up with an update. I have invested in a few brands. My aspiration is that I want to invest in 12 lifestyle brands, fashion and lifestyle brands, clothing brands, perfume brands, or like cabs. അങ്ങനെ എന്തോ ആവാം, ഐ ഗ്ലാസ് ആവാം. I like leather a lot. I think I can tell people how to make a nice watch. So maybe like fashion watch space, if somebody is doing something, leather ഉപയോഗിച്ച് somebody is doing something. I don't want mass market offerings. വളരെ നല്ല രീതിയിൽ വളരെ ബ്രാൻഡ് ഫിലോസഫി ഉള്ള ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്സ് ചെയ്യുന്ന ആളുകൾക്ക് എന്നെ സമീപിക്കാം. ഐ ആം ഓപ്പൺ ടു ഇൻവെസ്റ്റിംഗ്. സീഡ് ക്യാപിറ്റൽ, ഡോണ്ട് തിങ്ക് ഐ വിൽ ഡു യുവർ സീരീസ് എ സീരീസ് ബി. ഞാൻ അത്ര വലിയ മനുഷ്യനൊന്നുമല്ല. ഐ വിൽ ഡു യുവർ സീഡ് ക്യാപിറ്റൽ ആൻഡ് ഐ വിൽ മേക്ക് ഷുവർ യു ആർ മെൻറ്ററബിൾ. ഇപ്പോൾ ഇംഗ്ലീഷ് കളേഴ്സ് ആണ് ഒരു ഫസ്റ്റ് ബിസിനസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇപ്പം ഫ്രം ദി റൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അടുത്ത എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? സ്വന്തം പ്ലാൻസ് എന്നുള്ള രീതിയിൽ ഒരു there are a couple of proposals. എൻ്റെ അടുത്ത് 2-3 കുറേ പ്രപ്പോസൽസ് വരാണ്ട്. ഇപ്പോൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഫ്രം സ്ക്രാച്ചിൻ്റെ ഒരു പ്രപ്പോസൽ ഇസ് there with me. I'm still considering. My demands are a little high because എനിക്ക് I have textbook knowledge. I have a decade-long clothing brand journey. I have managed a lot of stakeholders at Sigma and FBO Kerala. So that's my profile. So when you have that kind of profile, you negotiate well. So it is in negotiation. Ideally, if something is coming up, I'll be telling you all like how it is going to be. I'll try to document the journey also. Like I really, as I mentioned earlier, എനിക്കൊരു athleisure brand ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. I don't have the time for it, or I don't have the energy to spend on particularly one thing. If somebody is ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റാർട്ടിങ് ആൻ അത്ലീഷർ ബ്രാൻഡ്, അവർ തുടങ്ങി വെച്ചിട്ടുണ്ട്, അവർക്കത് കുറച്ചുകൂടി നന്നാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട്, അവർക്കൊരു ക്ലിയർ കട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ഐ എം റെഡി ടു മെൻറ്റർ ദം. നിങ്ങൾ 0 to 1 എത്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. കാശ് നിങ്ങളുടെ പ്രശ്നമാക്കണ്ട. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള പാഷൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്ലീഷർ ബ്രാൻഡ് തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഐ വിൽ ഇൻവെസ്റ്റ്. നിങ്ങൾ ഓൾറെഡി ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്, ക്ലിയർ കട്ട് ഫിലോസഫി വേണം. കാഷ്വൽ ബ്രാൻഡ് തുടങ്ങി അതിനകത്ത് ഓണത്തിൻ്റെ സമയത്ത് മുണ്ട് വെക്കാനാണ് പ്ലാനെങ്കിൽ ആ വഴിക്ക് ഓടിക്കോ, ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ബ്രാൻഡ് ഫിലോസഫി ഉണ്ടെങ്കിൽ, നിങ്ങൾ പാഷനേറ്റ് ആണ് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ക്ലോത്തിങ് ബ്രാൻഡിൽ ഐ എം റെഡി ടു ഇൻവെസ്റ്റ്. കമൻറ്റ് ഡൗൺ യുവർ നെയിംസ്, brand names, tag your brand names and yourself in the comments. I will look at you and I will find you. Yeah, we had Abbas Adhara on Andreas podcast. തെറ്റിച്ചില്ല. I didn't. Okay. It was nice. Okay. ആൻഡ് കസ്റ്റഡിയിലായിരുന്ന ആൾ കസ്റ്റഡിയിൽ പുറത്ത് പോയി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സോ നമ്മളുടെ കോപ്പിയും ആരും ഇറക്കാതിരിക്കട്ടെ, നമ്മുടെ ഈ വീഡിയോയുടെ കോപ്പികളും ആരും ഇറക്കാതിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. വിൽ ബി ബാക്ക് സൂൺ. ബൈ ബൈ പറഞ്ഞു. Bye.